Hello dear students. നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന +2 എക്സാമിനുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ആണ്. ബയോളജി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലേ? ബയോളജി നമുക്ക് ഫുൾ മാർക്കും നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അത്ര എളുപ്പമാണ് അല്ലേ? +2 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ +1 എഴുതി വന്ന ആൾക്കാരാണ്. +1 ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ +2 ടോപ്പിക്സ് എത്രയേ ഉള്ളൂ? വളരെ കുറച്ചേ ഉള്ളൂ. 8 ചാപ്റ്റേഴ്സേ ഉള്ളൂ ബോട്ടണിയിൽ വരുന്നത്, സുവോളജിയിലും ഏകദേശം 8 ചാപ്റ്റേഴ്സ് അല്ലേ? അപ്പോൾ ഈ 8 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്ററും ഒരുപാട് ലെങ്തി ആയ ചാപ്റ്റേഴ്സൊന്നുമില്ല. +1 ചാപ്റ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ഈസിയായിട്ട് നമുക്ക് A+ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മളൊരു മാർക്ക് പോലും വിട്ടുപോകരുത്, നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ NCERT ബേസ് ചെയ്തുകൊണ്ട് ശരിക്കും പോയിന്റ്സ് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുറഞ്ഞ സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ച പല ക്വസ്റ്റ്യൻസും അതിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു കോൺഫിഡൻസ് വരും. ഒരു തിയറി ഏകദേശം പഠിച്ച ഒരാൾക്ക് ഒരു കോൺഫിഡൻസ് വരും, ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എല്ലാവരും റെഡി ആയിരിക്കുക, എല്ലാവരും നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ സെഷൻ തീരുന്ന വരെ നിങ്ങൾ നിർബന്ധമായിട്ടും ഓൺലൈനിൽ അത് ഫോളോ ചെയ്യുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ബോട്ടണി ചാപ്റ്റേഴ്സിൽ 8 ചാപ്റ്ററിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ഏതായിരുന്നു? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്റർ തിയറി എക്സാമിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം ലെവലിൽ ഒരുപാട് മാർക്കിന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ഒന്നുമല്ല. ഒരു 3 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറ് അല്ലേ? 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറ്. സോ നമ്മൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കാണുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാച്ച് ദി ഫോളോയിങ് ഓർഗാനിസം ടു ദെയർ ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ എന്താണ്? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരീഡ് അല്ലേ? സ്റ്റാർട്ട് ഫ്രം ബർത്ത് ടു ഇറ്റ്സ് നാച്ചുറൽ ഡെത്ത്. ഇതാണ് എൻ്റെ ലൈഫ് സ്പാൻ. ഇത് ഓരോ ഓർഗാനിസത്തിനും വാരിയബിൾ അല്ലേ? യെസ്. NCERTയിൽ പല ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ഓർഗാനിസം നോക്കാം. ബട്ടർഫ്ലൈ. നമുക്ക് ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എത്രയാണ്? ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ 1 to 2 വീക്സ് അല്ലേ? 1 to 2 വീക്സ് ആണ് എന്ത്? ബട്ടർഫ്ലൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. 1 to 2 വീക്സ് ആണ്. ക്രോയുടെ ലൈഫ് സ്പാൻ, ക്രോ എത്രയായിരുന്നു? ലൈഫ് സ്പാൻ 15 ഇയേഴ്സ് അല്ലേ? ക്രോയുടെ ലൈഫ് സ്പാൻ എത്രയാണ്? 15 ഇയേഴ്സ്. എന്നാൽ പാരറ്റ് ലൈഫ് സ്പാൻ എത്രയായിരുന്നു? 140 ഇയേഴ്സ്. ഇപ്പോൾ സൈസ് നോക്കുമ്പോൾ രണ്ടും ഏകദേശം സിമിലറായ സൈസ്, അല്ലെങ്കിൽ പാരറ്റ് ക്രോയേക്കാൾ സൈസ് എന്താണ്? കുറവാണ്. എന്നിട്ട് ലൈഫ് സ്പാൻ കൂടുതൽ ആർക്കാണ്? പാരറ്റ്സിനാണ്. സോ എന്ത് പറയാം? സൈസ് ഓഫ് ഓർഗാനിസം ലൈഫ് സ്പാനുമായിട്ട് എന്തില്ല? ഒരു റിലേഷനും ഇല്ല. ദെൻ ടോർട്ടോയിസ് ലൈഫ് സ്പാൻ എത്രയാണ് വരുന്നത്? 100 to 150 ഇയേഴ്സ്. ടോർട്ടോയിസിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 100 to 150 ഇയേഴ്സ്. ക്ലിയർ? സോ ഒന്നുകൂടെ നോക്ക്. ബട്ടർഫ്ലൈ 1 to 2 വീക്സ്, ദെൻ ക്രോ 15 ഇയേഴ്സ്, പാരറ്റ് 140 ഇയേഴ്സ്, ദെൻ ടോർട്ടോയിസ് 100 to 150 ഇയേഴ്സ്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ്. എന്താ വിളിക്കുക? മോർഫോളജിക്കലി ജെനറ്റിക്കലി സിമിലർ ആയ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എന്താ വിളിക്കുന്നത്? ക്ലോൺ. അറിയാലോ ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താ? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന പ്രോജനീസിൻ്റെ ഗ്രൂപ്പിനെ എന്ത് പറയാം മക്കളെ? ഇതാണ് ക്ലോൺ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന പ്രോജനീസിൻ്റെ ഗ്രൂപ്പിനെ എന്ത് പറയുന്നത്? ക്ലോൺ. എന്താ അവരുടെ പ്രത്യേകത? അവർ ജെനറ്റിക്കലി മോർഫോളജിക്കലി എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ദേ ആർ ജെനറ്റിക്കലി മോർഫോളജിക്കലി സിമിലർ. ശരിയല്ലേ? ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണ് എന്ത്? ക്ലോൺ. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ മാച്ച് ദി കോളം A with B. നോക്കുക എങ്ങനെയാണ് കോളം A B ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ശരിക്കും എന്താ? കോളം എയിൽ വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസുകളാണ് കാണിക്കുന്നത് അല്ലേ? ബൾബിലുണ്ട്, ദെൻ ഓഫ്സെറ്റ്, ജെമ്യൂൾസ്, ലീഫ് ബഡ്സ്. ഇത് പ്രോപ്പഗ്യൂൾസ് ഉണ്ട്, അസെക്ഷുവലി പ്രൊഡക്റ്റീവ് ആയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബൾബിൽ എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളാണ്. പ്ലാന്റ്സിലുള്ള ഒന്നല്ലേ ബൾബിൽ? ഏത് പ്ലാന്റാണ് ബൾബിലുള്ളത്? പറയൂ, ബൾബിൽ ഏത് പ്ലാന്റാണ് ഉള്ളത്? അഗേവ് അല്ലേ?
എവിടെയാണ്? അഗൈവിലാണ് എന്തുള്ളത്? ബൾബിൽ. എന്നാൽ ഓഫ്സെറ്റ് ഏത് പ്ലാന്റിലായിരുന്നു? എന്തായിരുന്നു ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോർഫോളജിനും പഠിക്കുന്നുണ്ടായിരുന്നു. ഓഫ്സെറ്റ് അതൊരു റാപ്പിഡായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പഗ്യൂളാണ് എന്ത്? ഓഫ്സെറ്റ്. ഓഫ്സെറ്റിന് എക്സാമ്പിൾ ഏതാ വരുന്നത്? ഓഫ്സെറ്റിന് എക്സാമ്പിളാണ് വാട്ടർ ഹയസിൻത്. ശരിയല്ലേ? അതായത് ഐക്കോർണിയ. പിന്നെ ഒന്ന് ഏതാണ്? പിസ്റ്റിയ. അപ്പോൾ ഓഫ്സെറ്റ്, വാട്ടർ ഹയസിൻത് ഓഫ്സെറ്റിന് എക്സാമ്പിളാണ്. അതായത് ഐക്കോർണിയ എന്നാണ് അതിൻ്റെ ജിനസ് നെയിം അല്ലേ. ദെൻ വേറെ ഒന്ന് ഏതാണ്? പിസ്റ്റിയ. വാട്ടർ ഹയസിൻത് ഉണ്ട്, ഈവൻ പിസ്റ്റിയ പറയാറുണ്ട് അല്ലേ, പിസ്റ്റിയ. ദെൻ ജെമ്യൂൾസ് ഏത് പറയാം? സ്പോഞ്ച്. ജെമ്യൂൾസ് ഏതാണ്? സ്പോഞ്ച്. ദെൻ ലീഫ് ബഡ്സ്. ലീഫ് പ്രോപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാന്റ് പറ, ഏതാണ്? ബ്രയോഫില്ലം. ലീഫ് പ്രോപ്പഗ്യൂളായിട്ട് ആക്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇത്, ബ്രയോഫില്ലം. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ ഈ പേരുകൾ, പ്രോപ്പഗ്യൂൾസ്, അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂളായിട്ട് പ്ലാന്റ്സിൽ വരുന്നത്? റണ്ണർ ഉണ്ട്. റണ്ണറിന് എക്സാമ്പിൾ ആയിരുന്നു ഗ്രാസ് ആൻഡ് സ്ട്രോബെറി. ദെൻ പിന്നെ ഏതാണ്? സ്റ്റോളൻ എക്സാമ്പിൾ ആയിരുന്നു എന്ത്? മിൻറ്റ്, ജാസ്മിൻ. ദെൻ ഓഫ്സെറ്റിന് എക്സാമ്പിൾ ആണ് ഐക്കോർണിയ, പിസ്റ്റിയ. ദെൻ സക്കറിന് എക്സാമ്പിൾ ആയിരുന്നു ഏതൊക്കെയാ? സക്കറിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെയായിരുന്നു? ബനാന, ക്രൈസാന്തിമം, പൈനാപ്പിൾ. ദെൻ ട്യൂബറിന് എക്സാമ്പിൾ ആയിരുന്നു പൊട്ടാറ്റോ. റൈസോമിന് എക്സാമ്പിൾ ആയിരുന്നു ജിഞ്ചർ, ടർമറിക്. കോമിന് എക്സാമ്പിൾ ആണ് അമോർഫോഫാലസ്, അതായത് സെമീൻകാണ്ട് അല്ലേ. ദെൻ കൊളക്കേഷ്യ. ഇതൊക്കെ പ്രോപ്പഗ്യൂൾസിൽ വരുന്നത് തന്നെയാണ്. ലീഫ് പ്രോപ്പഗ്യൂളായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ബ്രയോഫില്ലം അല്ലേ, ബ്രയോഫില്ലം. അപ്പോൾ ഓർത്തേക്കണം. ക്ലിയർ? നെക്സ്റ്റ്, the plant in which adventitious buds along the margin of leaves give rise to new plant is. നോക്ക്, ലീഫിൻ്റെ മാർജിനിൽ അഡ്വൻറ്റേഷ്യസ് ബഡുകളുണ്ട്. ആ ബഡിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവാം. ഇങ്ങനെ വരാം. ബ്രയോഫില്ലത്തിൻ്റെ ലീഫ് നമുക്കറിയാം. ലീഫിൽ ഇങ്ങനെ എന്തുണ്ട്? മാർജിനുണ്ട്. ഈ മാർജിൻ ഓഫ് ലീഫിൽ എന്തുണ്ടാവും? അഡ്വൻറ്റേഷ്യസ് ബഡുകൾ ഉണ്ടാവും. ഇവിടെ ബഡ് ഉണ്ടാവും. ഈ ബഡിൽ നിന്നാണ് റൂട്ടുകൾ അറൈസ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണ് ഇതൊരു ഷൂട്ടായിട്ട് മാറുന്നത്. ഇതൊരു ഷൂട്ട് ഡെവലപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഷൂട്ട് ഡെവലപ്പ് ചെയ്യുന്നപ്പോഴേ ആ ലീഫ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ, ശരിയല്ലേ? ഇതാണ് ബ്രയോഫില്ലം. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ഇലമുളച്ചി എന്ന് പറയുന്ന പ്ലാന്റ് അല്ലേ, ബ്രയോഫില്ലം. സോ ഏതാ പ്ലാന്റ് ഏതാണ്? ബ്രയോഫില്ലം. ലീഫിലെ മാർജിനിലെ നോസിലുള്ള അഡ്വൻറ്റേഷ്യസ് ബഡിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതിന് എന്ത് പറയുന്നത്? ബ്രയോഫില്ലം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, write the asexual reproductive stresses given in the diagrams of A, B, C and D. ഓരോന്നും നിങ്ങൾ പറ. ഏതാണ്? എ എന്താണ്? ക്ലാമിഡോമോണാസ് അല്ലേ. ഓർഗാനിസം ഏതാണ്? ക്ലാമിഡോമോണാസ്. സോ ഇവിടെ എന്താ ഉണ്ടാവുക? സൂസ്പോർ. ഇതേതാണ്? പെനിസിലിയം. ദെൻ അടുത്തതാ ഇവിടെ എന്താണ്? ഹൈഡ്ര അല്ലേ. ഹൈഡ്രയിൽ എന്തുണ്ട്? ബഡ്. ഹൈഡ്രയിലുള്ള ബഡ്സ്. ദെൻ ഇത് സ്പോഞ്ചാണ്. സോ ഇവിടെ പെനിസിലിയത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്? പെനിസിലിയത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെ പറയാം? ഓക്കെ, സ്ട്രക്ചർ എഴുതി വെക്കാം. ഏതാണ്? കൊണീഡിയ. സ്ട്രക്ചർ എന്താണ്? കൊണീഡിയ. ഇവിടെ ഏതാണ്? ബഡ്സ് അല്ലേ. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആ ചോദിച്ചത്. സോ നമുക്ക് പറയാം ബഡ്സ്. ബഡ്സ് ഇൻ ഹൈഡ്ര. ദെൻ സ്പോഞ്ചിൽ എന്താണ്? ജെമ്യൂൾസ്. ക്ലിയർ? റെഡി? നെക്സ്റ്റ് നോക്കാം. ബൈ ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി ഫസ്റ്റ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. എങ്ങനെ നോക്കുക? യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ പറയുന്നത് എന്താണ്? സ്റ്റാമിനേറ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാമിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഫ്ലവർ അല്ലേ. സ്റ്റേമെൻസ് ഉള്ള ഫ്ലവറിനെ എന്ത് പറയുന്നത്? സ്റ്റാമിനേറ്റ്. എന്നാൽ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ എന്താ പറയുക? ഫീമെയിൽ ഫ്ലവേഴ്സിന് പറയുന്നത് പിസ്റ്റിലേറ്റ്. ഓക്കെ, റെഡി? നെക്സ്റ്റ്, pre-fertilization events of sexual reproduction in all organisms are gametogenesis and gamete transfer. So what are the post-fertilization post-fertilization events എന്താണ്? അപ്പോൾ ഇവിടെ മുഴുവൻ ഓർഗാനിസിൻ്റെ കാര്യം പറയുന്നത്, പ്ലാന്റ്സിൻ്റെ എന്നല്ല പറയുന്നത്. ഇൻ ഓൾ ഓർഗാനിസം ഗാമിറ്റോജനസിസും ഗാമീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. സോ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ്
സൈഗോട്ട് അല്ലേ, ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഇൻ ടു എംബ്രിയോ. ശരിയല്ലേ? ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഇൻ ടു എംബ്രിയോ. സൈഗോട്ട്, ഇപ്പോൾ സൈഗോട്ട് ഉണ്ടാവൽ എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ. പിന്നെ ആ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തായിട്ട്? എംബ്രിയോ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ദെൻ എംബ്രിയോ ഇൻ ടു ഓർഗാനിസം അല്ലേ. പോസ്റ്റ് ഫെർട്ടിലൈസേഷണൽ ഡെവലപ്മെൻ്റ് ആണ് എന്ത്? എംബ്രിയോ എന്ത് ചെയ്യും? അതിന് ഡിവിഷനും ഡിഫറൻഷിയേഷനും ഒക്കെ നടന്ന് ഒരു ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, സോ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഇൻ ടു എംബ്രിയോ, ദെൻ എംബ്രിയോ ഇൻ ടു ഓർഗാനിസംസ്. Okay, next, a unisexual flower having no androecium is called. ഒരു യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, അതിൽ ആൻഡ്രീഷ്യം ഇല്ല, നോ ആൻഡ്രീഷ്യം. ഏതായിരിക്കും? ഡൈത്തിക്കസ് ആണ്. എന്താ ഡൈത്തിക്കസ് എന്ന് പറഞ്ഞാൽ? ഡൈത്തിക്കസ് എന്ന് പറഞ്ഞാൽ ടു ചേമ്പേർഡ് ആന്തറിന് എന്ത് പറയുക? ഡൈത്തിക്കസ് അല്ലേ. ടു ചേമ്പേർഡ് ആന്തറിന് എന്ത് പറയുന്നത്? ഡൈത്തിക്കസ്. ഡൈഷ്യസോ? യൂണിസെക്ഷലായ മെയിൽ ഫീമെയിൽ പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ എന്ത് പറയും? ഡയേഷ്യസ്. ദെൻ മൊണേഷ്യസ്. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് സെയിം പ്ലാന്റ് ആകുമ്പോൾ മൊണേഷ്യസ്. മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് പ്ലാന്റ് ആകുമ്പോൾ എന്ത് പറയും? ഡയേഷ്യസ്. ദെൻ പ്രിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിൽ. ഇപ്പോൾ ഇവിടെ യൂണിസെക്ഷൽ ഫ്ലവർ ഹാവിങ് നോ ആൻഡ്രീഷ്യം ഈസ് കോൾഡ് എന്താ പറയുക? പിസ്റ്റിലേറ്റ്. ശരിയല്ലേ? ഫോളോ ചെയ്യുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് ലാസ്റ്റ് 10 years വന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മളിവിടെ സെലക്ട് ചെയ്തത്. സോ നിങ്ങൾ ശരിക്കും ഫോളോ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഗ്യാമീറ്റ് വിത്തൗട്ട് എനി ഫ്യൂഷൻ ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം ദ ഫിനോമിന ഈസ് കോൾഡ്. നോക്കുക, ഒരു ഗ്യാമീറ്റ് അതൊരു ഫ്യൂഷൻ ഇല്ലാതെ പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫിനോമിന എന്താണ്? പറ കമൻറ്റ് ചെയ്തേ. പാർത്തനോജെനിസിസ്. ഇതാണ് പാർത്തനോജെനിസിസ്. ക്ലിയർ? എന്താ പാർത്തനോജെനിസിസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ പാർത്തനോജെനിസിസ്? ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമീറ്റ് ഇൻ ടു മെയിൽ ഓർഗാനിസംസ് ആർ കോൾഡ് പാർത്തനോജെനിസിസ്. എക്സാമ്പിൾ ഏതൊക്കെ ഓർമ്മയുണ്ടോ? റോട്ടിഫേഴ്സ്, ദെൻ ലിസാർഡ്സ് അല്ലേ, ദെൻ ഹണിബീസ്, ബേർഡ്സ് ലൈക്ക് ടർക്കി. പറഞ്ഞു വെറുതെ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. പാർത്തനോജെനിസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റോട്ടിഫേഴ്സ്, ലിസാർഡ്സ്, ദെൻ ഹണിബീസ്, ബേർഡ്സ് ലൈക്ക് ടർക്കീസ്. ഓക്കെ, നെക്സ്റ്റ്, ലിസ്റ്റ് ഔട്ട് any four changes that occur in flower after fertilization. ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവുന്ന ഏതെങ്കിലും 4 ചേഞ്ച്. അപ്പോൾ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫ്ലവറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഒന്ന്, കാലിസ്, കൊറോള, ആൻഡ്രീഷ്യം വിൽ വിതർ ആൻഡ് ഫോൾ ഓഫ് അല്ലേ. ഇതാണ് ഒരു ചേഞ്ച്. കാലിസ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം വിൽ വിതർ ആൻഡ് ഫോൾ ഓഫ് അല്ലേ. ഫോൾ ഓഫ്, വിൽ വിതർ ആൻഡ് ഫോൾ ഓഫ്. ഇതാണ് ഒരു കാര്യം. പിന്നെ എന്ത് പറയാം? ഫെർട്ടിലൈസേഷന് ശേഷം എന്തായിരിക്കും? സൈഗോട്ടിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? എംബ്രിയോ ഫോം ചെയ്യും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എന്തുണ്ടാവും? എംബ്രിയോ ഫോം ചെയ്യും. ദെൻ അടുത്ത സെൻസ് എന്താ? ഒവ്യൂള്. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഒവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്. ദെൻ ഓവറി ഡെവലപ്പ് ചെയ്ത് എന്തുണ്ടാവും? ഫ്രൂട്ട്. പറഞ്ഞൂടെ? ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. സോ ഓവറി വാൾ ഡെവലപ്പ് ചെയ്താൽ എന്തുണ്ടാവും? ഫ്രൂട്ട് വാൾ. ഇപ്പോൾ ഒവ്യൂളും ഓവറി വാളും ചേർന്നതാണ് ഓവറി എന്ന് പറയുന്നത്. സോ ഓവറി ഫ്രൂട്ട് ആവാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓവറി വാള് ഫ്രൂട്ട് വാൾ, അതായത് പെരികാപ്പായിട്ട് മാറിയിട്ടുണ്ട്. സോ അത് 4 ചേഞ്ചസ്. ഓക്കെ അല്ലേ? റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. നോക്ക്, ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു റീപ്രൊഡക്ഷൻ ഓർഗാനിസം. ഈസി അല്ല അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത എന്താണ്? ദ ഡയഗ്രം ഗിവൺ ബിലോ ഷോസ് ദി ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഐഡന്റിഫൈ ദി പാർട്സ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ? എ എന്താണ്? പറ. കണക്റ്റീവ് ആണ് അല്ലേ.
എ എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്റ്റീവാണ്. മനസ്സിലായല്ലോ? കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ലോബ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂ. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമിസ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡെർമിസ്. ദെൻ സി എന്താണ്? മൈക്രോസ്പൊറാൻസിയം. സി മൈക്രോസ്പൊറാൻസിയം. ദെൻ ഡി എന്താണ്? ടെപ്പിറ്റം. ഡി ടെപ്പിറ്റം. ക്ലിയർ? ഇപ്പം എ എപ്പിഡെമിസ് ആണ്, സോറി എ കണക്റ്റീവ് ആണ്, ബി എപ്പിഡെമിസ് ആണ്. എപ്പിഡെമിസിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിന് എന്താ പേര്? എൻഡോത്തീഷ്യം. ബിലോ ദി എൻഡോത്തീഷ്യം എന്തായിരുന്നു? മിഡിൽ ലേയേഴ്സ്. ദെൻ ബിലോ ദി മിഡിൽ ലേയേഴ്സ് ആണ് എന്ത്? ടെപ്പിറ്റം. ഇപ്പോൾ ടെപ്പിറ്റം എന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തെയും സറൗണ്ട് ചെയ്ത് കാണുന്ന ലെയറാണ് എന്ത്? ടെപ്പിറ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സോ നമ്മൾ ആന്തറിൻ്റെ ഒരു സ്ട്രക്ചറുടെ ഡയഗ്രം ഉണ്ടായിരുന്നു, അതിൻ്റെ ലാബിലിംഗ് ഇപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ആന്തർ, ഫിലമെൻ്റ്, ഇത് രണ്ടുമായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പാർട്ട്. സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് പാർട്ട് ഏതൊക്കെയാണ്? ഫിലമെൻ്റ് ആൻഡ് ആന്തർ. ആന്തർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൈലോബ്ഡ് ആണ്, ഡൈത്തിക്കസ് ആണ്. രണ്ട് ലോബ് ഉണ്ട്, രണ്ട് ചേമ്പേഴ്സ് ഉണ്ട്. ഡൈത്തിക്കസ് ആണ്. രണ്ട് ചേമ്പേഴ്സിനെ, രണ്ട് ലോബ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത്? കണക്റ്റീവ്. ദെൻ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലേയേഴ്സ് ആൻഡ് ടെപ്പിറ്റം. ആദ്യത്തെ 3 ലെയറിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു എന്ത്? പ്രൊട്ടക്ഷൻ ടു മൈക്രോസ്പൊറാൻസിയം ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ. ആണോ? പ്രൊട്ടക്ഷൻ ടു microsporangium and dehiscence of anther. But the last layer, tepitum, do the function of providing nourishment to developing pollen grains. Clear? Next, the developmental stages of male gametes in plant consist of microsporogenesis and male gametophyte. Arrange the following term in the correct developmental sequence. Clear? നോക്കാം. ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? ഏറ്റവും ആദ്യം ഇവിടെ ഏതായിരിക്കും? അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സീക്വൻസ് വെച്ച് വേണം പറയാൻ. ഏറ്റവും ആദ്യം നമുക്ക് പറയാം ആന്തർ. ഒരു സ്റ്റേമിൽ എന്തുണ്ട്? ആന്തർ. ശരിയല്ലേ? ദെൻ ആന്തറിൽ എന്ത് പറയാം? സ്പോറോജിനസ് ടിഷ്യൂ ഉണ്ടാവും അല്ലേ? മൈക്രോസ്പൊറാഞ്ചിയത്തിൽ എന്തുണ്ട്? സ്പോറോജിനസ് ടിഷ്യൂ. ദെൻ അതിൽ നിന്നും അടുത്ത എന്താണ്? സ്പോറോജിനസ് ടിഷ്യൂ കഴിഞ്ഞാൽ pollen mother cells. സ്പോറോജിനസ് ടിഷ്യൂ കഴിഞ്ഞാൽ എന്ത് പറയാം? pollen mother cell. ദെൻ pollen mother cell PMC കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? മൈക്രോസ്പോർ ടെട്രാൻ. മൈക്രോസ്പോർ ടെട്രാൻ. ദെൻ അടുത്തത് എന്താണ്? pollen grains. മൈക്രോസ്പോർ ടെട്രാഡ് കഴിഞ്ഞാൽ പിന്നെ എന്താ? pollen grains. ശരിയല്ലേ? ഡെവലപ്മെൻറ്റൽ സീക്വൻസ് അറിയാലോ, pollen grains. ദെൻ അതിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? മെയിൽ ഗാമീറ്റ്സ്. മെയിൽ ഗാമീറ്റ്. ഇപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ആണ്. ഏത് രീതിയിൽ? ഫീമെയിൽസിലും ചോദിക്കാം. അപ്പം മെയിൽസിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സീക്വൻസ് ഇങ്ങനെയാണ്: ആന്തർ, സ്പോറോജിനസ് ടിഷ്യൂ, pollen mother cell, മൈക്രോസ്പോർ ടെട്രാൻ, ദെൻ എന്താണ്? pollen grain, then male gametes. ഓക്കെ അല്ലേ? റെഡി? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പി ദി പിക്ചർ ഗിവൺ ബിലോ ആൻഡ് മാർക്ക് ദി ഫോളോയിങ്. നോക്കുക, ഇവിടെ ഈ തന്ന പിക്ചർ നിങ്ങൾക്കറിയത് എന്താണ്? ഒവ്യൂൾ അല്ലേ? ഒവ്യൂളിൻ്റെ ഒരു ഡയഗ്രം ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഈ പാർട്ടുകൾ എന്ത് ചെയ്യണം? ലാബിൽ ചെയ്യണം അല്ലേ? ഹൈലം ഫസ്റ്റ് പാർട്ട് എന്താ കൊടുത്തത്? ഹൈലം. ഹൈലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഫ്യൂണിക്കിളിൻ്റെയും ബോഡി ഓഫ് ഒവ്യൂളിനെയും കണക്ട് ചെയ്യുന്ന ഈ ജംഗ്ഷനിലാണ് എന്തുള്ളത്? ഹൈലം. എവിടെയാണ് എന്തുള്ളത്? ഹൈലം. ആണോ? ഇതെന്തായിരുന്നു? ഇത് ഫ്യൂണിക്കിൾ അല്ലേ? ഇപ്പോൾ ബി കൊടുത്തത് എന്താണ്? ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ ഇസ് ദി സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ. സ്റ്റോക്ക് ഓഫ് ഒവ്യൂളിന് എന്താ പറയുക? ഫ്യൂണിക്കിൾ. Then junction between funicle and body of ovule is termed as hilum. ഇനി ഇതാണ് ഇൻഡഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഇൻഡഗ്യുമെൻറ്റ്സ് അല്ലേ? പ്രൊട്ടക്റ്റീവ് ലേയേഴ്സിന് എന്താ പറയുന്നത്? ഇൻഡഗ്യുമെൻറ്റ്സ്. ഈ ഇൻഡഗ്യുമെൻറ്റ്സിൽ കാണുന്ന ഈ ഓപ്പണിങ്ങിന് എന്താ പറയുന്നത്? ഈ ഓപ്പണിങ്ങിന് എന്താ പറയുക? മൈക്രോപൈൽ. എ സ്മോൾ അപ്പേർച്ചർ ഓൺ ഇൻഡഗ്യുമെൻറ്റ് is termed as micropyle. Then ന്യൂസെല്ലസ്. എവിടെയാണ് ന്യൂസെല്ലസ്? ഇതാ
ഇൻ്റഗ്മെൻസിനുള്ളിലുള്ള സ്പേസ് ഓക്യുപ്പൈസ് ചെയ്യുന്ന എന്താണ്? ന്യൂസെല്ലസ്. ദെൻ സെലാസൽ പോൾ. മൈക്രോപൈലിൻ്റെ ഓപ്പോസിറ്റ് റീജിയൻ എന്ത് പറയാം? സെലാസൽ പോൾ. ഇവിടെ സെലാസൽ പോൾ. ദെൻ എംബ്രിയോ സാക്ക്, ദാറ്റ് ഇസ് ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ശരിയല്ലേ? ഇപ്പോൾ ടെസ്റ്റിലെ ഡയഗ്രം ഉണ്ട്, ലാബിലിംഗ് പഠിച്ചേക്കണേ. ഫ്യൂണിക്കിൾ ഇസ് ദി സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ. ദെൻ ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ബോഡി ഓഫ് ഒവ്യൂൾ. Then small aperture in the integument is termed as micropyle. Then the space enclosed by integument is filled with a nutritive tissue called a nucellus. Then that nucellus consisting a single female gametophyte called the embryo sac. The region opposite to the micropyle is termed as celasa. Clear? Celasa അല്ലെങ്കിൽ എന്താ പറയാം? Celasal pole. Ready? Next, from the following, select the two having ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ. നോക്കുക, ഹാപ്ലോയിഡ് ക്രോമസോം നമ്പർ ഉള്ള രണ്ട് സ്ട്രക്ചർ ഏതൊക്കെയാണ്? ഒന്ന് എ ആണ്. എ എഗ് ഹാപ്ലോയിഡ് അല്ലേ? ഫീമെയിൽ ഗാമിറ്റ് അല്ലേ? എൻഡോസ്പേം എന്താണ്? ട്രിപ്ലോയിഡ് ആണ് അല്ലേ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഫ്യൂഷൻ പ്രൊഡക്റ്റാണ്. ട്രിപ്പിൾ ഫ്യൂഷനിൽ ഉണ്ടാകുന്ന ന്യൂക്ലിയസ് ആണ് എന്ത്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിൽ നിന്നുണ്ടാകുന്ന ട്രിപ്ലോയിഡ് ആ ടിഷ്യൂ ആണ് എന്ത്? എൻഡോസ്പേം. സോ ട്രിപ്ലോയിഡ് ആണ്. സൈഗോട്ട് എന്താണ്? ഡിപ്ലോയിഡ് അല്ലേ? കാരണം എന്താണ്? സിംഗമി പ്രൊഡക്റ്റ് ആണ്. രണ്ട് ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്താണ് എന്തുണ്ടാവുക? സൈഗോട്ട്. ദെൻ പൊള്ളൻ ഗ്രെയിൻ എന്താണ്? ഹാപ്ലോയിഡ്. സോ പൊള്ളൻ ഹാപ്ലോയിഡ് ആണ്, എഗ് ഹാപ്ലോയിഡ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഹാപ്ലോയിഡ്. എന്നാൽ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. റെഡി? നെക്സ്റ്റ് വൺ, സൈനർജിസ് ഹാവ് എ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് അറ്റ് മൈക്രോപൈലാർ ടിപ്പ്. റൈറ്റ് ദി നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദി സ്ട്രെസ്. എന്താണ് ആ സ്ട്രെസ്? അപ്പോൾ നിങ്ങൾക്കറിയാം, സൈനർജിഡ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒരു സൈനർജിഡിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു എംബ്രിയോ സാക്കിൽ എഗ് അപ്പാരറ്റസിൽ. എവിടെയാണ് എഗ് എന്ന് വിചാരിക്കും? എക്സൽ. എവിടെയാണ് സൈനർജിഡ് ഉള്ളത്? ശരിയല്ലേ? സൈനർജിഡിലാണ് ശരിക്കും എന്ത് കാണുന്നത്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന തിക്കനിങ്. ഇതാണ് സെല്ലാർ തിക്കനിങ്. ഈ സെല്ലാർ തിക്കനിങ്ങിനാണ് എന്ത് പറയുന്നത്? ഫിലിഫോം അപ്പാരറ്റസ്. ഇവിടെ ആൻറ്റിപോഡൽസ് ഉണ്ടാവും. ദെൻ പോളാർ ന്യൂക്ലിയസ് ഉണ്ട്, 2 പോളാർ ന്യൂക്ലിയസ്. ഈ സൈനർജിലുള്ള ഫിംഗർ ലൈൻ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് എന്ത്? പറ. ഫിലിഫോം അപ്പാരറ്റസ്. മനസ്സിലായല്ലോ? ഇവിടെ ചോദിച്ചത് ഇതാണ്, റൈറ്റ് ദി നെയിം ആൻഡ് ഫങ്ഷൻ ഓഫ് ദി സ്ട്രെസ്സർ. അപ്പോൾ സ്ട്രെസ്സറിന് എന്താ പറയുക? ഫിലിഫോം അപ്പാരറ്റസ്. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്? ഗൈഡിങ് ദി പൊള്ളൻ ട്യൂബ് ടുവാർഡ് ദി എഗ്. എഗ്ഗിൻ്റെ അടുത്തോട്ടേക്ക് പൊള്ളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റോള്? ഫിലിഫോം അപ്പാരറ്റസ്. ക്ലിയർ ആണോ? ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഗൈഡിങ് ദി പൊള്ളൻ ട്യൂബ് ടുവാർഡ് ദി എഗ്. ക്ലിയർ? സോ ഏതിലൂടെയാണ്? ത്രൂ എ കെമിക്കൽ സെക്രീഷൻ ആണ് കേട്ടോ. ത്രൂ എ കെമിക്കൽ സെക്രീഷൻ. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഓർത്തു വെക്കണം. മറന്നു പോയത് എന്താണ്? കെമിക്കൽ സെക്രീഷൻ. സോ ഫിലിഫോം അപ്പാരറ്റസ് which will secrete certain chemical for the guiding the pollen tube toward the egg. Okay, next. In angiosperm, the female gametophyte is known as embryo sac. നോക്കൂ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എംബ്രിയോ സാക്ക്. എക്സ്പ്ലെയിൻ ദി ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ്? അപ്പോൾ നോക്കുക, എംബ്രിയോ സാക്ക് അതിൻ്റെ ഒറിജിൻ നിങ്ങൾക്കറിയാം മെഗാസ്പോറിൽ നിന്നല്ലേ? മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോ സാക്കിൻ്റെ ഒറിജിൻ. മെഗാസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? MMCക്ക് മിയോസിസ് നടന്ന്. ഇപ്പോൾ ഇതാണ് മെഗാസ്പോർ മദർ സെൽ എന്ന് വിചാരിക്കുക, MMC. അതിന് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 4 ഹാപ്ലോയിഡായ മെഗാസ്പോർസ് ഉണ്ടാവും. 4 ഹാപ്ലോയിഡായ മെഗാസ്പോർ. പറയാം മെഗാസ്പോർ ടെട്രാ. എവിടെ ഉണ്ടാവുക? ഒരു ഓവ്യൂളിനുള്ളിൽ അല്ലേ? എന്നിട്ട് ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഡിവിഷൻ നടന്നുണ്ടായ, അപ്പോൾ ഇത് MMC ആയിരുന്നു, മെഗാസ്പോർ മദർ സെൽ. അതിന് മിയോസിസ് നടന്ന് മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടായി. മെഗാസ്പോർ ടെട്രാഡ്. അതിൽ 3 ഡീജനറേറ്റ് ചെയ്തു, 1 മാത്രം ഫങ്ഷണലായി. ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഇതിൽ നിന്നും നോക്കുക, ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ആദ്യം മൈറ്റോട്ടിക് ഡിവിഷനാണ്. ഫസ്റ്റ് മൈറ്റോസിസ് നടന്ന് എന്താവും? ഇത് 2 ന്യൂക്ലിയസ് ആവും. 2 ന്യൂക്ലിയസ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും അല്ലേ? സോ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ, ഫസ്റ്റ് മൈറ്റോസിസ്.
ദെൻ സെക്കൻഡ് മൈറ്റോസിസിൽ എന്താവും, ഇതെന്താവും, 4 ന്യൂക്ലിയസ് ആയിട്ട് ഉണ്ടാവും. ഒരു 4 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്ക് ആവും സെക്കൻഡ്. ദെൻ അടുത്തതല്ലോ തേർഡ് മൈറ്റോസിസിൽ എന്താവുന്നു, 8 ന്യൂക്ലിയസ് സ്റ്റേജ് ഫോം ചെയ്യും. 8 ന്യൂക്ലിയസ് സ്റ്റേജ് അല്ലേ, 4 ഇൻ ഈച്ച് പോൾ, 4 ന്യൂക്ലിയസ് ഇൻ ഈച്ച് പോൾ. ഇത് 8 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്ക്. തേർഡ് മൈറ്റോസിസിൽ 8 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്കായി. പിന്നീടാണ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്, ഇവിടെ നോക്കൂ, ഒരു എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ പോയിന്റ്സ് ഓർത്ത് വെക്കണം. ഇവിടെ ഓരോ ന്യൂക്ലിയസ് സെൻട്രലോട്ട് മൂവ് ചെയ്തു അല്ലേ. വൺ ഓഫ് ദി ന്യൂക്ലിയസ് ഫ്രം ഓപ്പോസിറ്റ് പോൾ മൂവ് ടുവാർഡ് ദി സെൻറ്റർ വിച്ച് ഈസ് ടേംഡ് ആസ് പോളാർ ന്യൂക്ലിയായി അല്ലേ. എന്താ പറയുക, പോളാർ ന്യൂക്ലിയായി. ഇവരെ പറയുന്ന പേരാണ് എന്ത്, പോളാർ ന്യൂക്ലിയായി. പോളാർ ന്യൂക്ലിയായി. ദെൻ മുകളിൽ 3 ന്യൂക്ലിയസിൽ നിന്നും 1 എഗ്ഗായി, ബാക്കി 2 സൈനൻസിൽ. സോ ഇതിനെന്താ പറയുക, എഗ് അപ്പാരറ്റസ്. ശരിയല്ലേ, ഒരു എഗ് ഉണ്ട്, 2 സൈനൻസിൽ. സോ ഇത് ഓവറോൾ പറയാം നമുക്ക് എഗ് അപ്പാരറ്റസ്. ക്ലിയർ, എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിൽ എന്താ ഉള്ളത്, 1 എഗ് ആൻഡ് 2 സൈനൻസിൽ. ഒരു എഗ്ഗുണ്ട്, 2 സൈനൻസിലുണ്ട്. ദെൻ താഴെ 3 ന്യൂക്ലിയസിൽ നിന്നും ആൻറ്റിപോഡൽസിലുണ്ടാവും, 3 ആൻറ്റിപോഡൽസ്. ആൻറ്റിപോഡൽസ്. ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഇതാണ് ശരിക്കും ഒരു എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഡിസ്ക്രിപ്ഷനായിട്ട് എങ്ങനെ എഴുതാം, എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾ എന്ത് ചെയ്തു, എംബ്രിയോ സാക്ക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോ കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് ബിക്കം 8 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്ക് അല്ലേ. ഔട്ട് ഓഫ് 8 ന്യൂക്ലിയസ്, 3 of them differentiate into egg apparatus in micropylar region consisting 1 egg and 2 cynacin. Then 3 nucleus in cell pole differentiate into antipodals and 2 nucleus containing large cell is termed as central cell. അല്ലേ, സെൻട്രലോട്ട് വന്ന 2 ന്യൂക്ലിയസ്, അതിനെന്താ പറയുക, പോളാർ ന്യൂക്ലിയസ്. ദാറ്റ് 2 പോളാർ ന്യൂക്ലിയസ് containing large cell is termed as central cell. Clear ആണോ? Okay, next, observe the relationship between the first 2 terms and fill in the blank. Funicle, stalk of the ovule. Funicle എന്ന് പറഞ്ഞാൽ എന്താണ്, stalk of ovule. The protective envelopes of the ovule, എന്താ പറയുക, protective envelope of ovule എന്താണ് പറയൂ, integuments. Integuments. ശരിയല്ലേ, പ്രൊട്ടക്റ്റീവ് എൻവലപ്പിന് ഒവ്യൂൾ പറയുന്ന പേരെന്താണ്, ഇൻഡഗ്യുമെന്റ്സ്. നെക്സ്റ്റ്, given below is the diagram showing the transfer of pollen grains. Identify 1 and 2 with technical term. ഇവിടെ ഡയഗ്രത്തിൽ നിന്ന് കാര്യം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഈ ഒരു ഫ്ലവറിൽ, ഇതിൽ സെയിം ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്കല്ലേ പോളൻ ഗ്രെയിൻ്റെ ട്രാൻസ്ഫർ, ഫ്ലവർ മാറിയില്ലല്ലോ, ഡയറക്ഷൻ ഇതാ ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ. സിമിലർ ഫ്ലവറിൽ തന്നെയാണ് പോളിനേഷൻ. സോ ഇതിനെന്താ പറയുക, ഓട്ടോകെമി. ഇതാണ് ഓട്ടോകെമി. എന്നാ 1 ഫ്ലവർ ടു അനദർ ഫ്ലവറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്താ പറയുക, ഗേറ്റനോകെമി. ഗേറ്റനോകെമി. ഓക്കെ, ക്ലിയർ. അപ്പം ഇവിടെ ഐഡൻറ്റിഫൈ 1 and 2 വിത്ത് ടെക്നിക്കൽ ടേം. 1 ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഓട്ടോഗമി ആൻഡ് 2 ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ഗേറ്റനോകെമി. ക്ലിയർ. ദെൻ ക്രിട്ടിക്കലി വാല്യുവേറ്റ് 1 and 2. സോ എന്താണ് 1 എന്ന് പറഞ്ഞാൽ, ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒന്ന് നോക്ക്, എന്താണ് ഓട്ടോഗമി എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ ആണ് എന്ത്, ഓട്ടോഗമി. ഓക്കെ അല്ലേ, റെഡി അല്ലേ? എന്നാൽ ഗേറ്റനോഗമി, എന്താണ് ഗേറ്റനോഗമി എന്ന് പറയുന്നത്? ഗേറ്റനോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് സെയിം പ്ലാന്റ്. ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് സെയിം പ്ലാന്റ് ആണ് എന്ത്, ഗേറ്റനോഗമി. ഓക്കെ, ക്ലിയർ ആണല്ലോ. സെയിം ഫ്ലവർ ആകുമ്പോൾ ഓട്ടോഗമി, ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് സെയിം പ്ലാന്റ് ആകുമ്പോൾ ഗേറ്റനോഗമി. എന്നാൽ ഡിഫറെൻറ്റ് ഫ്ലവർ ഡിഫറെൻറ്റ് പ്ലാന്റ് ആകുമ്പോൾ എന്താ പറയുക, അതിന് പറയുന്നത് എന്താണ്, സീനോഗമി. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവർ ഡിഫറെൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ അതെന്താണ്, സീനോഗമി.
ഇതിൽ ഏതാ ബെറ്റർ മോഡ് ഓഫ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഏതാണ്? സീനോഗമി അല്ലേ? അറിയാലോ സീനോഗമി. സീനോഗമിയാണ് ഇവിടെ ഏറ്റവും ബെറ്റർ, കാരണം ഇത് രണ്ട് പ്ലാന്റ് അല്ലേ. സോ എന്തിന് കാരണമാവും? വാരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ ഓട്ടോഗമി ഗേറ്റനോഗമി എന്ന് പറഞ്ഞാൽ ഫങ്ഷണലി ഡിഫറെൻ്റ് ആണെങ്കിലും അത് ജനറ്റിക്കലി എന്താണ് സിമിലറാണ്. ജനറ്റിക്കലി സെയിം അല്ലേ, പ്ലാന്റ് മാറിയിട്ടില്ലല്ലോ. സോ ജനറ്റിക്കലി എന്താണ് സിമിലറാണ്. ഓക്കെ, ക്ലിയർ? പോയിന്റ് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, sunflower is pollinated by insects while rice is pollinated by winds. How these plants are adapted to their respective type of pollination method? എങ്ങനെയാണ്? വിൻഡ് പോളിനേഷനും ഇൻസെക്ട് പോളിനേഷനും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്? വിൻഡ് പോളിനേഷൻ ആകുമ്പോൾ എന്തൊക്കെയാണ് പറയുക? പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി അല്ലേ? ഒരു അഡാപ്റ്റേഷൻ ഇല്ല. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി ആണല്ലേ വിൻഡ് പോളിനേഷൻ കാണിക്കുന്നില്ല റൈസിൽ. ഇനി അതുപോലെ എന്ത് പറയാം? ഫ്ലവേഴ്സ് ഹാവിങ് വെൽ എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ അല്ലേ? ഫ്ലവേഴ്സ് ഹാവിങ് വെൽ എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ആന്തർ സ്റ്റിഗ്മ എന്തായിരിക്കും? പുറത്തോട്ട് നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിരിക്കും. ദെൻ മൂന്നാമതായിട്ട് നമുക്ക് പറയാം ഫ്ലവർ കൺസിസ്റ്റിംഗ് ഓൺലി സിംഗിൾ ഓവ്യൂൾ അല്ലേ? ദെൻ സ്മോളർ ഫ്ലവേഴ്സ് ആർ കോമ്പാക്ട്ലി അറൈസ്ഡ് അറൗണ്ട് ഫ്ലോറൽ ആക്സിസ്. ഇതൊക്കെയാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻ. എന്നാൽ ഇൻസെക്ട് പോളിനേഷൻ ആകുമ്പോഴോ ഫ്ലവേഴ്സ് ആർ ലാർജ്, കളർഫുൾ അല്ലേ, റിച്ച് ഇൻ നെക്ടർ ആൻഡ് ഫ്രാഗ്രൻറ്റ് റിച്ച്. ഫ്രാഗ്രൻ്റ് ആണ്, നെക്ടർ റിച്ച് ആണ്. ഇതാണ് ഇൻസെക്ട് പോളിനേഷൻ ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻ. വൺസ് അഗെയിൻ ഫ്ലവേഴ്സ് ആർ ലാർജ് ഇൻ സൈസ്, കളർഫുൾ ആണ്, റിച്ച് ഇൻ നെക്ടർ ആണ്, ഫ്രാഗ്രൻ്റ് ആണ്. If flowers are in small size, they are grouply arranged or compactly arranged to make into conspicuous അല്ലേ? ആ ഫ്ലവറിനെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ ചെറിയ ഫ്ലവേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും? ഒരു കൂട്ടമായിട്ടായിരിക്കും അറേഞ്ച്മെൻറ്റ്. ഇപ്പം നമുക്കറിയാം ഒരു കണിക്കൊന്നയുടെ ഫ്ലവർ ചെറിയ ഫ്ലവറാണ്, നല്ല കളർഫുള്ളാണ്, പക്ഷേ അതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ശരിക്കും നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നത് അല്ലേ? ഇപ്പോൾ അത് ഒറ്റ ഒന്നാണെങ്കിലും അതിലൊരു അട്രാക്ഷൻ ഉണ്ടാവുമോ? നോ. Then plants can be self or cross pollinated. Write any two mechanisms existing in nature to promote cross pollination. നോക്ക്, ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള മെക്കാനിസം അതിലൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, ഇതൊരു ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ആണ്. എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി? ടെക്സ്റ്റിൽ പറയുന്ന ഒന്നാണ് അല്ലേ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് സെൽ പോളൻ പോളിനേറ്റഡ് ഓൺ ദി സ്റ്റിഗ്മ then pollen dissemination is inhibited through gene interaction. സെൽഫ് പോളൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ ഫ്ലവറിലെ ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസ് സെയിം സ്റ്റിഗ്മയിലേക്ക് സെയിം ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു സെൽഫ് പോളിനേഷനാണ്. ആ പോളൻ സെൽഫ് പോളൻ. ഇനിയല്ല, ഫ്ലവർ ഡിഫറെൻ്റ് ആണ്, പ്ലാന്റ് സെയിം ആണ്, വേറൊരു ഫ്ലവറാണ് ബട്ട് പ്ലാന്റ് സെയിം ആണ്, അപ്പോഴും സെൽഫ് പോളനാണ്. സെയിം പ്ലാന്റിലെ പോളൻ ഗ്രെയിൻ, അവരുടെ ജെനറ്റിക്സ് സെയിം ആയിരിക്കും. സിമിലർ ജെനറ്റിക്സ് ഉള്ള പോളൻ ഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോളൻ ട്യൂബ് ജെർമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും ത്രൂ ജീൻ ഇൻട്രാക്ഷൻ. ഇതാണ് ക്രോസ് പോളിനേഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അല്ലേ ഒരു ഡിവൈസ്. ഇതാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് അല്ലേ? ഇനി അതുപോലെ വേറൊന്നാണ് എന്ത്? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രോണസ്. അടുത്തൊരു അഡാപ്റ്റേഷനാണ് പ്ലാന്റ്സിൽ. പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും ഒന്നിച്ച് നടക്കുന്നില്ല, രണ്ട് വേറെ വേറെ ടൈമിലാവാം. അപ്പോൾ എന്താവും? രണ്ട് ടൈമിലാണെങ്കിൽ ആ പ്ലാന്റിലും ഡിഫറെൻറ്റ് ടൈമിലായിട്ടാണ് പോളൻ റിലീസ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി എങ്കിൽ അതിലും ക്രോസ് പോളിനേഷനേ ചാൻസ് ഉള്ളൂ. ഇതെല്ലാം സെൽഫ് പോളിനേഷൻ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് പറയുന്ന ഡിവൈസ് നെയിം ഇങ്ങനെയാണ്, ഡൈക്കോഗമി അല്ലേ? രണ്ടുമാണ് ഞാനിവിടെ പറയുന്നത്. ഇനിയും വേറെയും പല ഇതുണ്ട്. അതായത് മൊണേഷ്യസ് ഡയേഷ്യസ് പ്ലാന്റ്സിലാവുമ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ പ്രൊഡക്ഷൻ ആകുമ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കാറുള്ളൂ. ഇനി അതുപോലെ വേറെ ഒന്നാണ് നമുക്ക് ആന്തറിൻ്റെയും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ടൊരു ഫ്ലവറിൽ അറൈസ് ചെയ്യാം. അതിന് പറയാറുണ്ട് ഹെട്രോസ്റ്റൈലി അല്ലെങ്കിൽ ഹെർക്കോഗമി ഒക്കെ. അപ്പോൾ ഈ ടേം NCERT ബേസ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ കേസ് എന്താണെന്ന് പറയേണ്ടതേ ഉള്ളൂ. സോ ഇവിടെ എന്താ പറഞ്ഞ്? പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രോണസ്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്താണ്? സെൽഫ് പോളൻ ഈസ് പ്രിവെൻറ്റഡ് ഫ്രം പോളിനേഷൻ ഓൺ സെയിം ഫ്ലവർ ത്രൂ ജീൻ ഇൻട്രാക്ഷൻ അല്ലേ? Next, most of the plants produce single type of flowers, but Viola, Commelia and Oxalis produce two type of flower. Explain. കൂടുതൽ എന്താണ്?
ഒറ്റ ടൈപ്പ് ഫ്ലവറേ ഉള്ളൂ. ബട്ട് ഈ പ്ലാന്റ്സിൽ 2 തരം ഫ്ലവേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 2 തരം ഫ്ലവേഴ്സ്? ചാസ്മോഗ്യാമസ് ഫ്ലവർ ആണ് ഒന്ന്. ചാസ്മോഗ്യാമസ് ഫ്ലവർ. വേറൊന്നാണ് എന്താണ്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. ഇതാണ് 2 തരം ഫ്ലവേഴ്സ്. അറിയാലോ, ചാസ്മോഗ്യാമസ് ഫ്ലവർ ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. എന്താ ചാസ്മോഗ്യാമസ്? ഫ്ലവർ വിത്ത് വെൽ എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മയാണ് എന്ത്? ചാസ്മോഗ്യാമസ്. എന്നാൽ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ വെൽ എൻക്ലോസ്ഡ് ഇൻ കൊറോളയാണ് എന്ത്? ക്ലീസ്റ്റോഗ്യാമസ്. രണ്ടും എന്തിനുള്ള അഡാപ്റ്റേഷനാണ് നിങ്ങൾ പറ? ഇതാണ് സെൽഫ് പോളിനേഷൻ, അതായത് ഓട്ടോഗമിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള 2 തരം ഫ്ലവേഴ്സ് ആണ് എന്ത്? ചാസ്മോഗ്യാമസ് ഫ്ലവർ ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. ഓക്കെ, ക്ലിയർ? മനസ്സിലായല്ലോ. Then Raju went to rice research station on his study tour. There he noticed a scientist working on rice plant using scissors and forceps. To his surprise, he saw the scientist covering the inflorescence with a paper bags. Name the technique the scientist was doing. എന്താണ്? ബാങ്കിങ്. ഇത് അദ്ദേഹം ചെയ്യുന്നത് ബാങ്കിങ്. എന്തിനാണ് ബാങ്കിങ് ചെയ്യുന്നത്? ടു അവോയ്ഡ് പോളിനേഷൻ ഓഫ് അൺഡിസൈഡ് പോളൻ ഗ്രെയിൻസ്. എന്താണ് ബാങ്കിങ് ഇതിനെ ചെയ്യുന്നത്? ടു അവോയ്ഡ് പോളിനേഷൻ ഓഫ് അൺഡിസൈഡ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റിഗ്മ ഒരു പേപ്പർ ബാഗ് വെച്ച് കവർ ചെയ്യണം. ശരിയല്ലേ? ശരിയല്ലേ? യെസ്. ദെൻ ഗീവ് ദി പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് പറഞ്ഞു. ഇതാണ് ടു അവോയ്ഡ് ദി പോളിനേഷൻ ഓഫ് അൺഡിസൈഡ് പോളൻ ഗ്രെയിൻസ്. നെക്സ്റ്റ്, നേച്ചർ ഹാസ് മെക്കാനിസം ടു പ്രൊമോട്ട് outbreeding in plants. Explain any 2 mechanism existing in plant to promote outbreeding. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. അതിലൊന്നാണ് ഡൈക്ലൈനി എന്ന് പറയുന്നത്. ഡൈക്ലൈനി എന്ന് പറയുമ്പം അതിൽ ആ ഡിവൈസിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒന്നുകിൽ മൊണേഷ്യസ് പ്ലാന്റിലോ അല്ലെങ്കിൽ ഡയഷ്യസ് പ്ലാന്റിലോ പ്രൊഡ്യൂസ് ചെയ്യലാണ് എന്ത്? ഡൈക്ലൈനി എന്ന് പറയുന്നത്. ഡൈക്ലൈനിയാണ് ഒരു ഡിവൈസ്. ദെൻ സെക്കൻഡ് ഡിവൈസ് പറയാം. നോക്കുക, ഡൈക്കോഗമി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൈക്കോഗമി എന്താണ്? പോളൻ റിലീസ്, സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി, നോൺ സിങ്ക്രോണസ്. ദെൻ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ദെൻ ഹെട്രോസ്റ്റൈലി ഹെർക്കോഗമി. സ്റ്റൈലിലെ ലെങ്ത്തിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ പറയുന്നതാണ് ഹെട്രോസ്റ്റൈലി. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ ഹെർക്കോഗമി എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് എ ബാരിയർ ഇൻ ബിറ്റ്വീൻ ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത, ഇൻ മെയ്സ് ക്രോമസോം നമ്പർ പ്രസൻറ്റ് ഇൻ ദി മിയോസൈറ്റ് ഈസ് 20. ഗീവ് ദി നമ്പർ ഓഫ് ക്രോമസോം പ്രസൻറ്റ് ഇൻ ഫോളോയിങ്. മെയ്സ് പോളൻ എത്ര ക്രോമസോം നമ്പർ? എത്രയായിരിക്കും? മിയോസൈറ്റ് 20 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 10. ഹാപ്ലോയിഡ് അല്ലേ? ദെൻ മെയ്സ് എൻഡോസ്പേം എത്രയാ? 30. കാരണം എന്താ? ട്രിപ്ലോയിഡ് അല്ലേ? പുറത്തേക്ക് മെയ്സ് പൊള്ളൻ ഗ്രെയിൻ എപ്പോഴും എന്താണ്? ഹാപ്ലോയിഡ് ആണ് അല്ലേ? എന്നാൽ എൻഡോസ്പേം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? ട്രിപ്ലോയിഡ് ആണ്. സോ 20 ആണ് മിയോസൈറ്റ് എങ്കിൽ മിയോസൈറ്റ് ഡിപ്ലോയിഡ് അല്ലേ? സോ ഹാപ്ലോയിഡ് പൊള്ളൻ 10 ആണ്. എന്നാൽ ട്രിപ്ലോയിഡ് എൻഡോസ്പേം 30. In flowering plant during double fertilization 2 events takes place in embryo sac, namely ഏതാണ്? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. Okay, next. The chromosome number of onion is 16. Diploid ആണ്. Find the chromosome number in the following cells with reasons. Endosperm cell എത്രയായിരിക്കും? 16 ആണെങ്കിൽ എന്തുകൂടെ ആഡ് ചെയ്യണം? 8 കൂടെ അല്ലേ? സോ 24. 24 ആണ് എൻഡോസ്പേം. സൈഗോട്ട് എത്രയാണ്? 16. ശരിയല്ലേ? ഡിപ്ലോയിഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. സോ സൈഗോട്ട് എത്രയായിരിക്കും? 16. Fill up the blanks after reading the statement. The post-fertilization events in angiosperm. സൈഗോട്ട് എംബ്രിയോ ആയി. സോ ഒവ്യൂൾ എന്താവും? പറയൂ. സീഡ്. ഒവ്യൂൾ എന്താണ്? സീഡ്. ദെൻ ഓവറി എന്താണ്? ഫ്രൂട്ട്. ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. ഫോളോ ചെയ്യുന്നില്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, രാമൻ is learning the post-fertilization changes of an angiosperm embryo sac with the help of slides. He identified the egg nucleus and polar nucleus with the help of his teacher. നോക്കുക, name the other nuclei present in the embryo sac.
ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത്? എഗ് ന്യൂക്ലിയസ് ഐഡൻറ്റിഫൈ ചെയ്തു, പോളാർ ന്യൂക്ലിയായി. ഇനി ഏതൊക്കെ ന്യൂക്ലിയസ് ഉണ്ടാവും? സൈനർജിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും, സൈനർജിഡ് ന്യൂക്ലിയസ് ഉണ്ട്, സൈനർജിഡ് ന്യൂക്ലിയസ്. പിന്നെ ഏതാണ്? ആൻറ്റിപോഡൽ ന്യൂക്ലിയസ് ഉണ്ട്, ആൻറ്റിപോഡൽ ന്യൂക്ലിയസ്. ഓക്കെ. Help Raman by giving the changes that takes place with the egg nucleus and polar nuclei after fertilization. എഗ് ന്യൂക്ലിയസ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സൈഗോട്ട് ആയിട്ട് മാറും അല്ലേ? സൈഗോട്ട് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ദെൻ പോളാർ ന്യൂക്ലിയസ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. അപ്പോൾ ഒന്ന് സൈഗോട്ട് ന്യൂക്ലിയസ് ആവും, സൈഗോട്ട് ന്യൂക്ലിയസ് അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് പറയാം. ദെൻ അടുത്ത എന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, PEN അല്ലേ? ഓക്കെ. ദെൻ after syngamy, the triple fusion in embryo sac, embryo will be diploid and endosperm will be triploid. Very simple. Endosperm will be എന്താണ്? Triploid. ആണോ? കാരണം എന്താണ്? This is a product of triple fusion അല്ലേ? ട്രിപ്പിൾ ഫ്യൂഷൻ പ്രൊഡക്റ്റ് ആണ്. സോ എന്താ പറയുക? ട്രിപ്ലോയിഡ്. Observe the figure and label the parts A, B, C and D. A എന്താണ്? A പ്ലിമ്യൂൾ അല്ലേ? A പ്ലിമ്യൂൾ. B ഏതാണ്? കോട്ടിലിഡൻസ്, കോട്ടിലിഡൻ. ദെൻ ഇത് ഹൈപ്പോക്കോട്ടയിലാണ്. C എന്ന് പറയാം റാഡിക്കൽ. ദെൻ D റൂട്ട് ക്യാപ്പ്. ആണോ? ശരിയല്ലേ? അപ്പോൾ ഇതൊരു ഡൈക്കോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചറാണ്. സോ അറിഞ്ഞു വെക്കണം ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോയുടെ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാവും, 2 കോട്ടിലിഡൻസ് ഉണ്ടാവും. ആ എംബ്രിയോണൽ ആക്സിസിൻ്റെ അപ്പർ പാർട്ട് അതാണ് എന്ത്? എപ്പികോട്ടൈൽ. ലോവർ പാർട്ടാണ് എന്ത്? ഹൈപ്പോകോട്ടൈൽ. എപ്പികോട്ടൈൽ വിസെൻസിൻ അല്ലേ? പ്ലിമ്യൂൾ അല്ലേ? ഷൂട്ട് ടിപ്പാണ് അല്ലെങ്കിൽ പ്ലിമ്യൂളിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ലോവർ പാർട്ട് ഹൈപ്പോകോട്ടൈൽ അത് റൂട്ടിലാണ് എൻഡ് ചെയ്യുന്നത്. റൂട്ട് ടിപ്പ് അതായത് റാഡിക്കൽ. ദെൻ റൂട്ടിൻ്റെ ഏറ്റവും ടിപ്പിൽ കവർ ചെയ്യുന്ന ക്യാപ്ലൈസ് സ്ട്രക്ചറാണ് എന്ത്? റൂട്ട് ക്യാപ്പ്. ഓക്കെ അല്ലേ? ഈ ഡയഗ്രാം ലാബിലിംഗ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ശ്രദ്ധിക്കണേ. Then after the figure given below, name the process. എന്താണ് ഈ പ്രോസസ്സ്? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു അല്ലേ? സോ ഇതെന്താണ്? എംബ്രിയോജനി അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. എംബ്രിയോ ഡെവലപ്മെൻ്റ് ആണ്. എംബ്രിയോ ഡെവലപ്മെൻറ്റ്. ഏർലിയസ്റ്റ് സ്റ്റേജിലെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് പറയുന്ന പേരാണ് എന്ത്? എംബ്രിയോജനി. റൈറ്റ് ദി സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായത് എന്താണ്? ഇതാ ഈ സംഭവം. ഇതെന്താണ്? പ്രോ എംബ്രിയോ ആണ്. ഇതിന് പറയുന്നത് എന്ത്? പ്രോ എംബ്രിയോ. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? ഗ്ലോബുലാർ എംബ്രിയോ. ഗ്ലോബുലാർ എംബ്രിയോ. ഗ്ലോബുലാർ എംബ്രിയോ അല്ലേ? ദെൻ എന്താവും? ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പുള്ള എംബ്രിയോ. ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ദെൻ മെച്യൂർ എംബ്രിയോ. അപ്പോൾ ഇതാണ് എന്ത്? മെച്യൂർ എംബ്രിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെയാണ് നോക്കാം. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായ ഏർലിയർ സ്റ്റേജിൽ നമ്മൾ പറയുന്ന പ്രോ എംബ്രിയോ എന്നാണ്. ഏർലിയർ സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഈസ് ടീംഡ് ആസ് പ്രോ എംബ്രിയോ. ദെൻ അടുത്തതാണ് ഗ്ലോബുലാർ എംബ്രിയോ. ദെൻ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ. ദെൻ എ മെച്യൂർ എംബ്രിയോ. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് എപ്പോഴും ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ റിപ്പീറ്റേഷൻ ഉണ്ട്. ആ റിപ്പീറ്റേഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഓരോ ടോപ്പിക് ടച്ച് ചെയ്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തതാണ് പ്രീവിയസ് ഇയറിൽ നിന്നും. സോ നിങ്ങൾ ശരിക്കും ഒന്ന് കവർ ചെയ്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 പാർട്സ് ഓഫ് മോണോക്കോട്ട് എംബ്രിയോ ആൻഡ് റൈറ്റ് 1 പെക്യുലാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദീസ് 3 പാർട്സ്. ഏതൊക്കെയാണ് മോണോക്കോട്ട് എംബ്രിയോയുടെ 3 പാർട്ട്? ഒന്ന് പ്ലിമ്യൂളാണ് അല്ലേ? പ്ലിമ്യൂളിൽ നിന്നും എന്ത് നൽകും? ഷൂട്ട്. പ്ലിമ്യൂളിൽ നിന്ന് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഷൂട്ട്. ദെൻ അടുത്തൊരു ഭാഗം എന്താണ്? റാഡിക്കൽ. റാഡിക്കലിൽ എന്താണ്? റൂട്ട്. ഇസ് ഗിവ് റൈസ് ടു റൂട്ട്. ദെൻ കോട്ടിലിഡൻ, അത് ഗ്രാസ് ഫാമിലിയിൽ പറയും എന്ത്? സ്ക്യൂട്ടല്ല.
എന്താണ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫങ്ഷൻ എന്താണ്? ഫുഡ് സ്റ്റോറേജ് ആണ് അല്ലേ. ഫങ്ഷൻ ഓഫ് കോട്ടിലിഡൻ ഫുഡ് സ്റ്റോറേജ് ആണ്. സോ ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് എംബ്രിയോ അല്ലേ. അതായത് ഡെവലപ്പിംഗ് എംബ്രിയോ മീൻസ് ഡ്യൂറിങ് സീഡ് ജെമിനേഷൻ. സീഡ് ജെമിനേഷൻ ടൈമിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് നറിഷ്മെൻറ്റ് കൊടുക്കാൻ എവിടെ ഫുഡുണ്ട്? കോട്ടിലിഡനിൽ ഫുഡുണ്ട്. സോ ഇറ്റ് ഈസ് ദി സ്റ്റോറേജ് സൈറ്റ് ഓഫ് ഫുഡ്. ഏത്? കോട്ടിലിഡൻ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു 3 പാർട്ടാണ് ചോദിച്ചത്. സോ 3 പെക്യുലാരിറ്റി വളരെ സിമ്പിളായിട്ട് മാത്രം മെൻഷൻ ചെയ്താൽ മതി. പ്രിമ്യൂൾ, റാഡിക്കൽ, കോട്ടിലിഡൻ, അതിൻ്റെ ഫങ്ഷൻ എന്താണ്. Then, after fertilization in flowering plants, seeds bearing embryos found inside the fruit. If seeds are developed from ovule, name the parts that give rise to embryo and fruits. Embryo നൽകുന്ന എന്തിൽ നിന്നാണ്? സൈഗോട്ടിൽ നിന്നാണ് അല്ലേ. സൈഗോട്ടാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ. ഇവിടെ തന്നെ എഴുതാം. സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. ഫ്രൂട്ടോ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. What is the thick wall of fruit that is protective in function called? എന്താ പറയുക? ഫ്രൂട്ട് വാളിന് പെരിക്കാം അല്ലേ. thick wall of fruit that protective in function called പെരിക്കാം. Next, in some seeds the nucellus may be persistent. Such nucellus is called. ചില സീഡ്സിൽ എന്താണ് ന്യൂസലസ് പെർസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ പെർസിസ്റ്റൻ്റ് ആയ ന്യൂസലസിനെ പറയുന്നതാണ് എന്ത്? പെരിസ്പെം. ഇതാണ് പെരിസ്പെം. പെർസിസ്റ്റൻ്റ് ന്യൂസലസ് അല്ലേ. പെർസിസ്റ്റൻ്റ് ന്യൂസലസ് ഓർമ്മയുണ്ടല്ലോ. ഏതായിരുന്നു പെരിസ്പെമിന് എക്സാമ്പിൾ? ഒന്ന് ബീറ്റ് ആയിരുന്നു. ബീറ്റ് ആൻഡ് ബ്ലാക്ക് പെപ്പർ. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഫാൾസ് ഫ്രൂട്ട്? സൈഡ് ആൻ എക്സാമ്പിൾ. ഏതാണ് ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ? എ ഫ്രൂട്ട് ഡെവലപ്ഡ് നോട്ട് ഓൺലി ഫ്രം ദി ഓവറി ബട്ട് ആൾസോ സം അതർ പാർട്സ്, ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫാൾസ് ഫ്രൂട്ട്. അഥവാ ഫ്രൂട്ട് ഉണ്ടായത് ഒരു ഓവറിൽ നിന്ന് മാത്രമല്ല, വേറെ പാർട്ടും കൂടെ അതിൽ ഇൻവോൾവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്രൂട്ട് ഫോർമേഷനിൽ തലാമസും കൂടെ ഇൻവോൾവ് ചെയ്യുക. തലാമസിൽ നിന്നും ഫ്രൂട്ട് പാർട്ടുകൾ ഉണ്ടാവാം. ഓവറി മാത്രമല്ല, തലാമസും കൂടെ ഇൻവോൾവ് ആണെങ്കിൽ അതാണ് എന്ത്? ഫാൾസ് ഫ്രൂട്ട്. ഏതാ എക്സാമ്പിൾ? ഏതാ എക്സാമ്പിൾ? ഏതാ എക്സാമ്പിൾ പറ? കാഷ്യൂ നട്ട്. കാഷ്യൂ നട്ട്. ദെൻ പിന്നെ ഏതാണ്? ആപ്പിൾ. ദെൻ സ്ട്രോബെറി. സ്ട്രോബെറി, കാഷ്യൂ നട്ട്, ആപ്പിൾ, സ്ട്രോബെറി ഏതാണ് എക്സാമ്പിളാണ്? ഫാൾസ് ഫ്രൂട്ട്സ്. ഓക്കെ. ഇപ്പോൾ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്രൂട്ട് ഡെവലപ്ഡ് ഓൺലി ഫ്രം ദി ഓവറി. ഫ്രൂട്ട് ഡെവലപ്ഡ് ഓൺലി ഫ്രം ദി ഓവറി ആണ് എന്ത്? ട്രൂ ഫ്രൂട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് നോൺ ആസ്. എന്തായിരുന്നു? പറയൂ. ഏതാണ്? പാർത്തനോ കാർപ്പി അല്ലേ. ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആ സീഡ്ലെസ് ഈസ് നോൺ ആസ് പാർത്തനോ കാപ്പി. പാർത്തനോ കാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഒരു ഓവറി ഫ്രൂട്ട് ആവാം. അപ്പോൾ അതിലെന്തുണ്ടാവില്ല? ഒരിക്കലും സീഡ് ഉണ്ടാവില്ല. കാരണം ഫെർട്ടിലൈസേഷൻ ഉണ്ടായാലേ സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഉണ്ടായാലേ എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോ ഓവ്യൂൾ ഫോം ചെയ്യുമ്പോഴേ ഓവ്യൂൾ എന്താവും? സീഡായി മാറുള്ളൂ. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് സൈഗോട്ട് ഇല്ല, എംബ്രിയോ ഇല്ല. സോ ഇങ്ങനെ എംബ്രിയോ ഫോർമേഷൻ ഇല്ലാതെ ഒരു ഓവറി ഫ്രൂട്ടായാൽ അതിൽ ഒവ്യൂള് സീഡ് ആവുന്നില്ല. സോ അതെന്തായിരിക്കും? സീഡ്ലെസ് ആയ ഫ്രൂട്ടായിരിക്കും. എക്സാമ്പിൾ ഏതാണ്? ബനാന. നാച്ചുറൽ ആയ പാർത്തനോ കാപ്പിക്ക് എക്സാമ്പിളാണ് ഇത് ബനാന. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇഫ് യു ഗോട്ട് എ ചാൻസ് ടു ഇൻഡ്യൂസ് പാർത്തനോ കാപ്പി ദെൻ വിച്ച് ഫ്രൂട്ട് വുഡ് യു സെലക്ട്? നിങ്ങൾ ഏത് ഫ്രൂട്ടാണ് സെലക്ട് ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഏത് ഫ്രൂട്ടിലാണോ സീഡ് കൊണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളത്? അപ്പോൾ ഫ്രൂട്ട് കഴിക്കുമ്പോൾ സീഡ് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഫ്രൂട്ട് ഏതാ? അതിലല്ലേ നമ്മൾ പാർത്തനോ കാപ്പി ഇൻഡ്യൂസ് ചെയ്യാം. ഒരാൾ വാട്ടർ മെലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വാട്ടർ മെലൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാണ്. കാരണം വാട്ടർ മെലൺ സീഡ്സ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് സീഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സീഡ്ലെസ് ആക്കാൻ വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ശരിയല്ലേ? അവിടെ ആപ്പിൾ പറയാൻ പറ്റുമോ? സോറി, അവിടെ നമുക്ക് ബനാന പറയാൻ പറ്റുമോ? നോ, ബനാന ഓൾറെഡി സീഡ്ലെസ് ആണ്.
പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിയുമ്പോൾ സെലക്ട് ചെയ്യുക, സീഡഡ് ഫ്രൂട്ടുകളാണ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡേറ്റ് പാം സീഡ് ഈസ് ഡിസ്കവർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ retained viability even after 10,000 years. The retention of viability is due to state of inactivity of embryo is called. Okay? Due to state of, അതിനെന്താ പറയുക, ഡേറ്റ് പാം സീഡ് ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടി, വയബിലിറ്റി റീറ്റെയിൻ ആണ് 10,000 വർഷം കഴിഞ്ഞപ്പോഴും. ദ റിട്ടൻഷൻ ഓഫ് വയബിലിറ്റി ഈസ് ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ. അതാണ് എന്ത്, സീഡ് ഡോർമെൻസി അല്ലേ. ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ, അപ്പോൾ അവരെന്തായിരിക്കും, എംബ്രിയോ ഇനാക്റ്റീവ് ആണെങ്കിൽ എന്താ പറയുക നമ്മൾ, സീഡ് ഡോർമെൻസി. സീഡ് ഡോർമെൻസി. ഓക്കെ. In many grasses, seeds are formed only after fertilization. Seeds ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷന് ശേഷമാണ്. There are reports that in some grasses, seeds are formed without fertilization. Explain the phenomenon. ഏതാണ്, അപ്പോമിസിസ്. ഫിനോമിനൻ എന്താ പറയുക, അപ്പോമിസിസ്. എന്താണ് അപ്പോമിസിസ്? ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻസൈഡ് ദി ഒവ്യൂൾ. എന്താ അതിന് റീസൺ എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ലാക്ക് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, ഡിപ്ലോയിഡ് എഗ് ഈസ് ഫോംഡ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. ഇതാണ് എന്ത്, അപ്പോമിസിസിന് റീസൺ. അഥവാ ഡിപ്ലോയിഡ് ആയ ഒരു എഗ് ഉണ്ടായി. ഇപ്പോൾ എംബ്രിയോ സാക്കിൽ എഗ് ഫോം ചെയ്യുന്നത് മിയോസിസ് ഇല്ലാതെയാണ്, റിഡക്ഷൻ ഡിവിഷൻ ഇല്ലാതെയാണ് എന്ന് പറയുമ്പോൾ എന്താണ്, മെഗാസ്പോറോജനസിസ് നടക്കുമ്പോൾ എന്തില്ല, മിയോസിസ് ഇല്ല, മൈറ്റോസിസാണ്. അപ്പോൾ അങ്ങനെ ഒരു മെഗാസ്പോർ ഉണ്ടായി എംബ്രിയോ സാക്ക് ആകുമ്പോൾ ആ എഗ് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെ ഡിപ്ലോയിഡ് എഗ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എംബ്രിയോ ആവില്ല ചെയ്യുക. ഡിപ്ലോയിഡ് എഗ്ഗിന് ഇനി ഫെർട്ടിലൈസേഷൻ്റെ ആവശ്യമുണ്ടോ? നോ. ഡിപ്ലോയിഡ് എഗ് എന്താവും, നേരിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ആവും, എംബ്രിയോ ആവും. ക്ലിയർ? ഇങ്ങനെ എംബ്രിയോ ആയി സീഡ് ഉണ്ടാകുമ്പം അതിനെന്താ പറയുക, അപ്പോമിസിസ്. നെക്സ്റ്റ്, ഇൻ എ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ബീ കീപ്പിംഗ്. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കയറുകയാണ്. ഏതാ ചാപ്റ്റർ? ഏതാണ്? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഏതാണ്? സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മെമ്പേഴ്സ് വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ബീ കീപ്പിംഗ് ഇൻഡസ്ട്രി. വാട്ട് ആർ യുവർ സജഷൻസ് ഫോർ സക്സസ്ഫുൾ ബീ കീപ്പിംഗ്? സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യാം? 5 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു NCERT-യിൽ. സ്റ്റെപ്സ് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നോളജ് ഓഫ് നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ഹണി ബീസ്. ഇതാണ് നോളജ് ഓഫ് നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ഹണി ബി. ദെൻ സെക്കൻഡ് വൺ, selection of suitable location for keeping beehives. Then casting and hiving of swarms. Management of beehives during different season. Then collection and handling of honey and bee wax. അല്ലേ, handling and collection of honey and bee wax. ഇപ്പോൾ ടെസ്റ്റിൽ നോക്കിയെന്ന് കാണാം 1 to 5 5 സ്റ്റെപ്പായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. ബീ കീപ്പിങ്ങിന് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്, ബീ കീപ്പിങ്ങിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത, ഐഡൻറ്റിഫൈ ദി ഫ്രഷ് വാട്ടർ ഫിഷ് ഫ്രം ദി ഫോളോയിങ്. ഏതൊക്കെയാണ് ഫ്രഷ് വാട്ടർ ഫിഷ് ഇതിൽ? സാർഡൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറൈൻ ഫിഷ് അല്ലേ? യെസ്. മാക്രൽ മെറൈൻ ആണ്. സാർഡൈൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, മത്തി അല്ലേ. മാക്രൽ എന്ന് പറഞ്ഞാൽ എന്താ? അയല. ദെൻ രോഹു, അതൊരു ഫ്രഷ് വാട്ടർ ഫിഷാണ് അല്ലേ. രോഹു ഫ്രഷ് വാട്ടർ ഫിഷാണ്. ദെൻ ഹിൽസ ഒരു മറൈൻ ഫിഷാണ്. ഹിൽസ സാർഡൈൻ പോലെ തന്നെ വരുന്ന ഒന്നാണ്, മറൈൻ ഫിഷാണ്. വൺസ് അഗെയിൻ ഫ്രഷ് വാട്ടർ ഫിഷസിൽ വരുന്ന ഏതൊക്കെയാണ്? കട്ട്ല, രോഹു, കാം അല്ലെങ്കിൽ മൃഗാൾ, ഇതൊക്കെ എന്താണ്? ഫ്രഷ് വാട്ടർ ഫിഷസ്. എന്നാൽ സാർഡൈൻസ്, മാക്രൽ, പോംഫ്രെറ്റ്, ഹിൽസ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് മറൈൻ ആണ്. സോ ഇവിടെ ഓപ്ഷൻ ഇതാണ്, സി ആണ്. ഇത് ഒബ്ജക്റ്റീവിൽ മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓർത്ത് വെക്കുക. ദെൻ beekeeping requires some special knowledge for success. What is the alternate name for beekeeping? Apiculture. Alternate name എന്താണ്? Apiculture. Give your suggestion for successful beekeeping. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 5 സ്റ്റെപ്സ് അല്ലേ, പറയണ്ടല്ലോ അല്ലേ. MOET is a program for herd improvement. Expand MOET. എന്താണ്? മൾട്ടിപ്പിൾ ഓവുലേഷൻ. പഠിച്ചു വെക്കണേ, മൾട്ടിപ്പിൾ ഓവുലേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. Ovulation embryo transfer technology. Multiple ovulation embryo transfer technology.
Okay. Then, controlled breeding experiments can be carried out using artificial insemination. What are the advantages of this process? എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഒന്നെന്താ, സെമൻ കളക്റ്റഡ് സെമൻ ക്യാൻ ട്രാൻസ്പോർട്ട് ഇൻ ഫ്രോസൺ കണ്ടീഷൻ ടുവേർ ദി ഫീമെയിൽ ഈസ് ഹൗസ്ഡ്. കളക്റ്റഡ് ആയ സെമൻ നമുക്ക് എവിടേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ഡിഫിക്കൽട്ടീസ് ഓഫ് നോർമൽ മേറ്റിംഗ്. നോർമൽ മേറ്റിങ്ങിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മൂന്നാമതായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഡിസീസ് കൺട്രോൾ ചെയ്യാം അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ എന്ത് ചെയ്യാം, നാച്ചുറൽ മേറ്റിങ്ങിലൂടെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഡിസീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിസീസ് ക്യാൻ ബി കൺട്രോൾഡ്. ഇനി ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ അത് ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നതല്ല, കളക്റ്റഡ് സെമൻ ഫ്രം സിംഗിൾ മെയിൽ ക്യാൻ യൂസ്ഡ് ഫോർ ഇൻസെമിനേഷൻ ഓഫ് നമ്പർ ഓഫ് ഫീമെയിൽ. ഒരൊറ്റ മെയിൽ നിന്നും കളക്ട് ചെയ്ത സെമൻ നമുക്ക് ഒത്തിരി ഫീമെയിൽസിൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കാം. പോയിന്റ്സ് ഓർത്ത് വെക്കണേ, പഠിച്ചു വെക്കണേ. മെയിനായിട്ട് 2 പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, കളക്റ്റഡ് സെമൻ ക്യാൻ ട്രാൻസ്പോർട്ട് ഇൻ ഫ്രോസൺ കണ്ടീഷൻ ടുവേർ ദി ഫീമെയിൽ ഈസ് ഹൗസ്ഡ്. രണ്ടാമതായിട്ട് എന്ത് പറയാം, രണ്ടാമത് എന്ത് പറയാം, ഒന്ന് ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ഡിഫിക്കൽട്ടീസ് ഓഫ് നാച്ചുറൽ മേറ്റിംഗ്. ഓക്കെ, ഈ 2 പോയിന്റ് ടെസ്റ്റ് ബേസ്ഡ് ആണ്, കൃത്യമായിട്ട് അറിയണം കേട്ടോ. നെക്സ്റ്റ്, ഇൻബ്രീഡിങ്. എന്താണ് ഇൻബ്രീഡിങ്? മേറ്റിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽ ഓഫ് വിത്തിൻ സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ. ശരിയല്ലേ? യെസ്. ഔട്ട്ക്രോസിംഗ്, മേറ്റിംഗ് ഓഫ് ആനിമൽസ് വിത്തിൻ സെയിം ബ്രീഡ് ബട്ട് ഹാവിംഗ് നോ കോമൺ ആൻസെസ്റ്റർ. ക്രോസ് ബ്രീഡിംഗ് എന്താണ്? superior males of one breed are mated with superior females of another breed. അല്ലേ? Endospecific hybridization എന്താണ്? Mating of more closely related individual within same breed. എന്താണ്? Endospecific hybridization ഏതാണ്? Male and females of animals of 2 different species are mated. അല്ലേ? ഓക്കെ, റെഡിയാണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്നതാണ്, ഓർത്തേക്കണം. ഇത് 4ൻ്റെയും ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻബ്രീഡിങ്, മീറ്റിംഗ് ഓഫ് മോർ ക്ലോസ്ലി റിലേറ്റഡ് ആനിമൽ ഓഫ് സെയിം ബ്രീഡ് ഫോർ 4 to 6 ജനറേഷൻ. മറ്റേതാകുമ്പോഴോ ഔട്ട് ക്രോസിംഗ് ആകുമ്പോൾ ഹാവിങ് നോ കോമൺ ആൻസെസ്റ്റർ ആണ്. കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവോ? നോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ബ്രീഡ് സെയിം ആണ്, എന്തില്ല, കോമൺ ആൻസെസ്റ്റർ ഇല്ല. ദെൻ ക്രോസ് ബ്രീഡിങ് ആകുമ്പോൾ ഡിഫറെൻറ്റ് ബ്രീഡാണ്. ഇൻഡോസ്പെസിഫിക് ആകുമ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. നെക്സ്റ്റ്, Johnny, a +2 student, is from a tribal colony with a lower level of vitamins, minerals and proteins deficiency. He wishes to be a plant breeder to help the public by producing new crops with the high levels of vitamins, minerals, protein. Identify the phenomenon. ഇതാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ഏതാണ് ഫിനോമിനൻ? ബയോഫോർട്ടിഫിക്കേഷൻ. എന്തായിരുന്നു ബയോഫോർട്ടിഫിക്കേഷൻ? ഡെഫിനേഷൻ അറിയണം. ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽസ് ഓഫ് വൈറ്റമിൻസ്, മിനറൽസ്, ഹയർ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ്സ്. അല്ലേ? ഓർക്കുക കേട്ടോ. നെക്സ്റ്റ്, രാജു ഈസ് സോഴ്സിങ് എ ബ്ലൈറ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ് ഫോർ ഹിസ് ക്രോസിംഗ് എക്സ്പെരിമെൻറ്റ്സ്. അൺഫോർച്ചുനേറ്റ്ലി നോ സച്ച് വെറൈറ്റീസ് ആർ അവൈലബിൾ. സജസ്റ്റ് എ പ്രോസസ് ടു ക്രിയേറ്റ് സച്ച് പ്ലാന്റ്സ്. ഇപ്പോൾ നോക്കുക, ഒരു ബ്ലൈറ്റ് റെസിസ്റ്റൻ്റ് ആയ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒരു ബ്ലൈറ്റ് റെസിസ്റ്റൻ്റ് ആയ പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ, അല്ലേ, കൺവെൻഷണൽ ബ്രീഡിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളൊരു പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാം. ജസ്റ്റിഫൈ യുവർ സജസ്റ്റഡ് മെത്തേഡ്. എന്തുകൊണ്ടാണ്? പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സുപ്പീരിയർ ആയ പ്ലാന്റ്സിനെ കമ്പൈൻ ചെയ്തൊരു ഹൈബ്രിഡായ വെറൈറ്റി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? പ്ലാന്റ് ബ്രീഡിംഗ്. സോ ഈ ഡിസീസ് റെസിസ്റ്റൻസ് ഒരു ജനറ്റിക്കലി കൺട്രോൾഡ് ക്യാരക്ടർ. ഡിസീസ് റെസിസ്റ്റൻസ് ഈസ് എ ജനറ്റിക്കലി കൺട്രോൾഡ് ക്യാരക്ടർ. സോ വി ക്യാൻ ഇംപ്രൂവ് ഡിസീസ് റെസിസ്റ്റൻസ് ത്രൂ പ്ലാന്റ് ബ്രീഡിംഗ്. ശരിയല്ലേ? ഓക്കെ. ദെൻ observe the relation in the first pair and fill up the blank in the second. നോക്കണേ, ബ്രാസിക്ക വെറൈറ്റി ഏതാണ്? പ്യൂസ സ്വർണി വൈറ്റ് റസ്റ്റ്. അപ്പോൾ ചില്ലി ഏതാ വെറൈറ്റി? പ്യൂസ സദാബാഹർ. പ്യൂസ സദാബാഹർ അല്ലേ? ദെൻ ഫ്ലാറ്റ് ബീൻ ഒക്ര പ്യൂസ സവാനിയാണ്. ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറൻ. ഫ്ലാറ്റ് ബീൻ ഏതാണ്? പ്യൂസ സെം 2. വേറൊന്ന് ഏതാണ്? സെം 2, സെം 3. സെം 2 ആവാം അല്ലെങ്കിൽ സെം 3 ആവാം അല്ലേ?
ശരിയല്ലേ? നെക്സ്റ്റ്, ബയോഫോർട്ടിഫിക്കേഷൻ ഈസ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. നെയിം എനി ഫോർ സച്ച് ക്രോപ്സ് റിലീസ്ഡ് ബൈ IARI. ഏതൊക്കെയാണ്? ഒന്ന്, ലൈസിൻ ട്രിപ്റ്റോഫാൻ എൻഡിസിഡായ മെയ്സ് അല്ലേ. ഇപ്പം IARI എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഓർക്കേണ്ടത് എന്താണ്? വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുമ്പോഴല്ല IARI എന്ന് NCERT പറയുന്നത്. സോ നമുക്ക് പറയാം വൈറ്റമിൻ A എൻഡിസിഡ് എന്തൊക്കെയുണ്ടായിരുന്നു? ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ അല്ലേ. ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ ഇതെന്താണ്? വൈറ്റമിൻ A എൻഡിസിഡാണ്. എന്നാൽ വൈറ്റമിൻ C എൻറിച്ച്ഡ് പറ മക്കളെ. വൈറ്റമിൻ C എൻറിച്ച്ഡ് ഏതാണ്? ബിറ്റർ ഗോഡ്, പഠിച്ചേക്കണം കേട്ടോ. ബിറ്റർ ഗോഡ്, മസ്റ്റാർഡ്, ബത്തുവ, ടൊമാറ്റോ. ബിറ്റർ ഗോഡ് അല്ലേ. പിന്നെ ഒന്ന് ഏതാണ്? ഇപ്പം 4 ക്രോപ്സ് ഓൾറെഡി ആയി കഴിഞ്ഞു കേട്ടോ. 4 ചോദിച്ചത്. സോ ഓൾറെഡി ഇപ്പം 4 ഇനി അതുപോലെ വരുന്നതാണ് മസ്റ്റാർഡ്, ടൊമാറ്റോ, ബത്തുവ. ഒരു ലീഫ് എഡിബിളായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ബത്തുവ എന്ന് പറയുന്നത്. അതുപോലെ കാൽഷ്യം അയൺ എൻറിച്ച്ഡായ സ്പിനാച്ച്, ബത്തുവ ഇതൊക്കെ അതിന് നമുക്ക് പറയാവുന്ന എക്സാമ്പിളാണ്. കാരണം IARIയിൽ റിലീസ് ചെയ്തെന്ന് പറയുന്നത് ഏതിലേ ഉള്ളൂ? വൈറ്റമിൻ എൻറിച്ച്ഡായ വെജിറ്റബിൾസിൽ മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. അല്ലെങ്കിൽ കാൽഷ്യം അയൺ എൻറിച്ച്ഡായ വെജിറ്റബിൾ ആ ഭാഗത്താണ് എന്ത് പറയുന്നത്? വെജിറ്റബിൾ റിലീസ്ഡ് ഇൻ IARI എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റീഡ് ലൈക്ക് ദിസ്. Conventional agriculture products like cereals, pulses, and other seeds may not be able to meet the demand of food according to the increase in population. So focus has to be shifted to alternate the food sources like SCP. What are SCP? എന്താണ് SCP എന്ന് പറഞ്ഞാൽ? മൈക്രോബിയൽ ബയോമാസ് കൺസിസ്റ്റിംഗ് റിച്ച് എമൗണ്ട് പ്രോട്ടീൻസ്. മൈക്രോബിയൽ ബയോമാസ് കൺസിസ്റ്റിംഗ് റിച്ച് എമൗണ്ട് പ്രോട്ടീൻസ് യൂസ്ഡ് ആസ് ഹ്യൂമൻ ഡയറ്റ്. ഹ്യൂമൻ ഡയറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോബിയൽ ബയോമാസ്, റിച്ച് പ്രോട്ടീൻസ് ഉള്ള മൈക്രോബിയൽ ബയോമാസിനെ എന്ത് പറയാം? SCP. ഗിവ് വൺ എക്സാമ്പിൾ. ഏതാണ്? സ്പൈറുലിന. സ്പൈറുലിന. What are the advantages of SCP? Advantages എന്ത് പറയാം? ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ ബിക്കോസ് ദി കൾട്ടിവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ്. അറിയാലോ, ഇൻഡസ്ട്രിയലായ വേസ്റ്റ് വാട്ടറിലാണ് പൊതുവെ എന്ത് ചെയ്യാറ്? SCPയുടെ കൾച്ചറിങ് ചെയ്യാറ്. സോ ഇത് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് പ്രഷർ ഫോർ ഡെവലപ്പിംഗ് പ്രോട്ടീൻ എൻറിച്ച്ഡ് ക്രോപ്സ്. പ്രോട്ടീൻ എൻറിച്ച്ഡായ ക്രോപ്സ് ഉണ്ടാക്കേണ്ട വലിയൊരു പ്രഷർ കുറച്ചത് എന്താണ്? SCP. ഇനി അതുപോലെ പറയാം ഇറ്റ് കണ്ടെയ്ൻസ് നോട്ട് ഓൺലി പ്രോട്ടീൻസ് ബട്ട് ആൾസോ ഹാവിങ് വൈറ്റമിൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. സോ ഇറ്റ് ക്യാൻ യൂസ്ഡ് ആസ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇപ്പോൾ ടെസ്റ്റിൽ 2-3 പോയിന്റ്സ് നമുക്കറിയണം. അപ്പോൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് SCP ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ. These plantlets which are genetically identical to each other is called എന്താ പറയുക? സോമക്ലോൺസ്. സോമക്ലോൺ അല്ലേ. ദ റീജനറേഷൻ ഓഫ് ഹോൾ പ്ലാന്റ് ഫ്രം എനി പാർട്ട് ഓഫ് പ്ലാന്റ് എന്താണ് നോക്ക്? കണ്ടീഷൻ ഈസ് കോൾഡ് ടിഷ്യൂ കൾച്ചർ. അതേതായിരുന്നു? ടിഷ്യൂ ടോട്ടിപൊട്ടൻസി അല്ലേ. റീജനറേഷൻ ഓഫ് ഹോൾ പ്ലാന്റ് ഫ്രം എനി പാർട്ട് ഓഫ് പ്ലാന്റ് ഗ്രോൺ അണ്ടർ സ്റ്റെറൈൽ കണ്ടീഷൻ ഈസ് കോൾഡ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അത് ഏത് പ്രോപ്പർട്ടി ബേസ് കൊണ്ടാണ്? ടോട്ടിപൊട്ടൻസി ബേസ് ചെയ്തുകൊണ്ട്. Then general term for the part of plant taken out from tissue culture is എന്താണ്? Explant. The capacity to generate whole plant from any plant cell എന്താ പറയുക? ടോട്ടിപൊട്ടൻസി അല്ലേ, നമ്മൾ പറഞ്ഞു. Consider you are appointed as a biotechnologist in a national institute. What are the basic steps to be designed to produce a genetically modified organism? ഏതൊക്കെയാണ് ബേസിക് സ്റ്റെപ്സ്? ടെസ്റ്റിൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കേണ്ടത് എവിടെയാണ്? ടൂൾസ് ഓഫ് റീകോമിനൻറ്റ് DNA ടെക്നോളജി എന്ന ഹെഡിങ് കണ്ടോ? ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ ആ ടൂൾസിൻ്റെ ഹെഡിങ്ങിന് നേരെ മുകളിൽ പറയുന്ന 3 സ്റ്റെപ്സ് ഇല്ലേ? GMO ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട 3 സ്റ്റെപ്സ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. അതെന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. 2, introduction of identified DNA into host cell. Then 3 എന്താണ്?
മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസ്ഡ് DNA in host cell and transfer to its progeny cell. കിട്ടിയില്ലേ? ഈ 3 സ്റ്റേജ് 3 സ്റ്റെപ്പ് പഠിച്ചു വെക്കണം കേട്ടോ. ദിസ് ആർ ദി ബേസിക് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ GMO, genetically modified organism. Next, restriction endonuclease are the enzyme used to cut the DNA molecule. Give the general term for the specific sequence where this enzyme cut DNA. ഏതാണ്? Recognition sequences. റെക്കഗ്നീഷൻ സീക്വൻസസ് അല്ലെങ്കിൽ വേറെ പേരെന്താണ്? പാലൻഡ്രോം സീക്വൻസ്. ഞാൻ ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കാണ്, നമുക്ക് ടൈം കുറവായതുകൊണ്ട് കേട്ടോ. റെക്കഗ്നീഷൻ സീക്വൻസസ് അല്ലെങ്കിൽ എന്താ പറയുക? പാലൻഡ്രോം സീക്വൻസസ്. നെയിം ദി എൻസൈം ദാറ്റ് ജോയിൻ ഇൻ ദി ഫോറിൻ DNA ആൻഡ് വെക്ടർ DNA. ആരാണ് എൻസൈം? ആരാണ്? DNA ലിഗേസ്. ഗീവ് എനി 2 പ്രൊസീജിയർ ടു ഇൻട്രൊഡ്യൂസ് ദി റീകോംബിനന്റ് DNA ഇൻ ടു ഹോസ്റ്റ് സെൽ. ഏതാണ്? റീകോംബിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള 2 പ്രൊസീജിയർ എന്താ? ഒന്ന് ബയോലിസ്റ്റിക്സ് ആണ്. എന്താണ് ബയോലിസ്റ്റിക്സ്? അതായത് ജീൻ ഗൺ. നമുക്ക് എന്ത് ചെയ്യാം? പ്ലാന്റ്സിലേക്ക് ഒരു ജീൻ ഡെലിവർ ചെയ്യാം. എന്തുപയോഗിച്ചിട്ട്? ബയോലിസ്റ്റിക്സ്. എന്നാൽ ആനിമൽ സെല്ലിലേക്ക് ഒരു ജീൻ ഇൻസെർട്ട് ചെയ്യാം. എന്തുപയോഗിച്ചിട്ട്? മൈക്രോ ഇൻജെക്ഷൻ. ഒരു ആനിമൽ സെല്ല് എഗ്ഗ് അല്ലേ, ഇനി അല്ലെങ്കിൽ എന്താ പറയാം, എഗ്ഗ് ആവാം, സൈഗോട്ട് ആവാം, ഇങ്ങനെ ഏതായാലും ഒരു ആനിമൽ സെല്ലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ജീന് ഈ മൈക്രോ ഇൻജെക്ഷൻ ഉപയോഗിച്ച് ഡെലിവർ ചെയ്യാം. ഇപ്പോൾ 2 ടെക്നിക്ക് ഞാൻ പറഞ്ഞു. ബയോലിസ്റ്റിക്സ് അതായത് ജീൻ ഗൺ, വേറൊന്ന് എന്താണ്? മൈക്രോ ഇൻജെക്ഷൻ. ഇനി വേറൊരു മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഡിസാംഡ് പാത്തോജൻസ് ആവാം, ഇനാക്റ്റീവായ പാത്തോജൻസ് യൂസ് ചെയ്യാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ്സ് ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA വിത്ത് ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. എക്സ്പ്ലെയിൻ ദി റീകോംബിനന്റ് DNA ടെക്നോളജി. എന്താണ് റീകോംബിനന്റ് DNA ടെക്നോളജി? ഇറ്റ്സ് എ ടെക്നിക് ഓഫ് ഡെലിവറിങ് എ ഫോറിൻ ജീൻ ഇൻ ടു എ ഹോസ്റ്റ് സെൽ ത്രൂ എ കാരിയർ ഓർ വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോറിൻ ജീന് ഹോസ്റ്റ് സെല്ലിലേക്ക് ഡെലിവർ ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് അല്ലേ. ഓട്ടോ റെസ്ട്രിക്ഷൻ എൻസൈം, ദ എൻസൈം യൂസ്ഡ് ഫോർ ദി മേക്കിംഗ് കട്ട് ഇൻ DNA അല്ലേ. ഒരു DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്? റെസ്ട്രിക്ഷൻ എൻസൈം. നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് പറയാം? ഈക്വാർ ഫസ്റ്റ് പറഞ്ഞൂടെ? ഈക്വാർ ഫസ്റ്റ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈം. ക്ലിയർ? ഇനി അതുപോലെ വേറെ ഒന്ന് ഏതാണ്? BAMS1 പറയാം. BAMS1 ഉണ്ട്, ഹിൻതേർഡ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിരുന്നു എന്ത്? പറ. ഏതാണ്? ഹിൻഡ് 2. ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം ആയിരുന്നു എന്ത്? ഹിൻഡ് 2. ഓക്കെ. ഐഡന്റിഫൈ ദി പാലൻഡ്രോം സീക്വൻസ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ്? GAATTC. ഇതല്ലേ കറക്റ്റ് വേണമല്ലേ? ബാക്കിയെല്ലാം പാലൻഡ്രോം ആണോ? നോ. എന്താണ് പാലൻഡ്രോം സീക്വൻസ് വിളിക്കാനുള്ള കാരണം? We can read same on both strands when we get orientation of reading same. നമുക്ക് 2 സ്റ്റാൻഡിലും ഒരുപോലെ വായിക്കാം. നമ്മൾ വായിക്കുന്ന ഓറിയന്റേഷൻ സെയിം ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. Why the recognition sequence is also called palindrome sequences. മനസ്സിലായല്ലോ? Then dash are the enzyme used for cutting the DNA molecule into fragments. ഏതാ enzyme? Restriction enzyme. An example of this type of enzyme is EcoFirst. And what do EcoR and first stand for? E എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു കോമൺ ഉണ്ട് അല്ലേ? E എന്താണ്? ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി ജീനസ് എസ്ക്രീഷ്യ. ദെൻ CO, ഫസ്റ്റ് 2 ലെറ്റർ ഓഫ് ദി സ്പീഷീസ് കൊളായി. ദെൻ R, ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി നെയിം ഓഫ് സ്ട്രെയിൻ RY13. ദെൻ 1, അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റോമൻ നമ്പർ വിച്ച് ഡിനോട്ട് preferential order of isolation. That means order in which enzyme isolated from that strain. ആ സ്ട്രെയിനിൽ നിന്നും എൻസൈം ഐസൊലേറ്റ് ചെയ്ത ഓർഡർ ആണ് എന്ത്? ഇവിടെ ഫസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്ത ദ സീക്വൻസ് ഓഫ് ബേസ് പേഴ്സ് ഇൻ DNA ദാറ്റ് റീഡ് സെയിം ഓൺ ബോത്ത് സ്റ്റാൻഡ് വെൻ ദി ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് ഈസ് ഗെറ്റ് സെയിം ആർ കോൾഡ് പറ പാലിൻഡ്രോം സീക്വൻസ്. ഏതാണ്ട് ആവശ്യമില്ലല്ലേ? പാലിൻഡ്രോം സീക്വൻസ് ഇപ്പോൾ പറഞ്ഞോളൂ നമ്മളല്ലേ. ഓക്കെ അല്ലേ? The discovery of restriction endonuclease is considered as milestone in the history of genetic engineering. Which is the first discovered restriction endonuclease? ഏതാണ്? ഹിൻഡ് 2. ഫസ്റ്റ് ഡിസ്കവേർഡ് വൺ ഏതാണ്? ഹിൻഡ് 2. What are the criteria for naming restriction endonuclease? Already discuss ചെയ്തു അല്ലേ? Match the item of column A with B. Cloning vector PBM322A.
separation of DNA fragments ഏതാണ് electrophoresis B PCR tag polymerase C convert raw material into specific product ഏതാണ് bioreactor so D. Okay, the given figure shows the sequence of DNA that can be cut down by restriction endonuclease. Name the sequence. ഏതാ സീക്വൻസ് ഏതാണ് GATTC അല്ലേ. ഈ സീക്വൻസിന് എന്താ പറയുക പാലിൻഡ്രോം സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ സീക്വൻസ്. റൈറ്റ് ഡൗൺ ദി നെയിം ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ് ഈക്വാർ ഫസ്റ്റ്. ഇതാണ് ഈക്വാർ ഫസ്റ്റ് വിച്ച് റെക്കഗ്നൈസ് ദ എബവ് സീക്വൻസ്. ക്ലിയർ? ഈക്വാർ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നതല്ലേ. യെസ്. ഐഡൻറ്റിഫൈ ദി ഫിഗർ ഗിവൺ ബിലോ. എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുക. നെഗറ്റീവ് ചാർജ്ഡ് DNA fragments are forced to move toward the anode. ഇവിടെ ആനോഡ് പോസിറ്റീവ് ചാർജ്, ഇവിടെ എന്താണ് കാഥോഡ് നെഗറ്റീവ് ചാർജ്. ഇവിടെ DNA ഫ്രാഗ്മെൻസിൻ്റെ ചാർജ് എന്താ നെഗറ്റീവ് ചാർജ് അല്ലേ. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് അവരെ ഫോഴ്സ് ചെയ്യും. എങ്ങോട്ടേക്ക്? ആനോഡിലേക്ക് ഫോഴ്സ് ചെയ്യും. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA fragments are forced to move toward anode under an electric field through a medium or matrix. ഒരു മീഡിയം അല്ലെങ്കിൽ മെട്രിക്സ് അതിലൂടെ എന്ത് ചെയ്യണം? ഈ നെഗറ്റീവ് ചാർജുള്ള ഫ്രാഗ്മെൻസിനെ ഫോഴ്സ് ചെയ്യണം. എങ്ങോട്ടേക്ക്? നെഗറ്റീവ് ചാർജിലോട്ട്, പോസിറ്റീവ് ചാർജിലോട്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താവും? ദെൻ ദി DNA fragments are separated according to their size. കാരണം എന്താ? The media, agarose gel is usually used as a media which has been perforated. It shows a sieving effect. So that smaller fragments will move farther than larger fragments. Smaller fragments അവർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും ആരേക്കാൾ ലാർജർ ഫ്രാഗ്മെൻറ്റ്സിനേക്കാൾ. സോ ഇറ്റ് ബിക്കം സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലേ. മനസ്സിലായല്ലോ? ഓക്കെ. ദ DNA fragments can be separated using gel electrophoresis. Name the gel used in this technique. ഏതാണ്? അഗറോസ് ജെൽ. ഏതാണ്? അഗറോസ്. Write the name of technique used to remove DNA from the gel. എന്താണ്? എല്യൂഷൻ. ആ ടെക്നിക്കിന് എന്താ പറയുന്നത്? എല്യൂഷൻ. ടേം മറന്നുപോലെ. ജെൽ ഏതാണ്? അഗറോസ്. ടെക്നിക് ഓഫ് ഐസൊലേഷൻ ഓഫ് DNA fragment from cut gel piece is elution. Okay. In gel electrophoresis, that separated DNA fragments can be visualized after staining. Name the stain used for it. ഏതാണ്? സ്ട്രെയിൻ ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ്. സ്ട്രെയിൻ ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ്. During genetic engineering, vector with the foreign DNA is transferred into host bacterium. Vector with the foreign DNA is transferred to host bacterium. The next target will be the selection of transformants from non-transformants. How antibiotic resistance in and insertion activation are exploited for this purpose? Okay, we can select transformants from non-transformant by selecting addition of ampicillin antibiotic into culture plate. Then the transformants will grow in ampicillin consisting media and it will restrict the growth of non-transformant. അല്ലേ? ആംബിസിലിൻ കൺസിസ്റ്റന്റ് മീഡിയയിൽ എന്താവും? നോൺ ട്രാൻസ്ഫോർമെൻറ്റിൻ്റെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. എന്നാൽ ആരെ പെർമിറ്റ് ചെയ്യും? ട്രാൻസ്ഫോർമെൻറ്റിൻ്റെ ഗ്രോത്തിനെ പെർമിറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ട്രാൻസ്ഫോർമെൻറ്റ് ബാക്ടീരിയ ഹാവിങ് ആംബിസിലിൻ റെസിസ്റ്റൻസി അവർക്ക് എന്തുണ്ട്? പ്ലാസ്മിഡ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതിൽ ആംബാർ ഉണ്ട്, ആംബിസിലിൻ റെസിസ്റ്റൻസ്. എന്നാൽ നോൺ ട്രാൻസ്ഫോർമെൻ്റ് ആയ ആൾക്കാർ എന്താവും? ആംബിസിലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് അവരെന്താവും? ഡെഡ് ആവും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമെൻറ്റ്സ് പോസിബിൾ ആവും. ക്ലിയർ? ഇനി ഇൻസേർഷൻ ഇനാക്ടിവേഷൻ എവിടെയാ? ഫോർ ദി സെലക്ഷൻ ഓഫ് റീകോമ്പിനൻസ്. റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ദോസ് കോളനീസ് ആർ ഡെഡ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റന്റ് മീഡിയ ആൻഡ് അലൈവ് ഇൻ ആംബിസിലിൻ കൺസിസ്റ്റന്റ് മീഡിയ ആർ ദി റീകോമ്പിനൻസ്. കാരണം എന്താണ്? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന് എന്താണ്? ഇൻസേർഷൻ ഇനാക്ടിവേഷനിലൂടെ ഇനാക്റ്റീവ് ആയിരിക്കുക. സോ റീകോമ്പിനൻസിൽ ഇൻസേർഷൻ ഉള്ളത് കൊണ്ട് അവരുടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇനാക്റ്റീവായി. സോ അവരെന്താവും? ടെട്രാസൈക്ലിൻ അടങ്ങിയ മീഡിയയിൽ ഡെഡ് ആവും. സോ സെയിം പൊസിഷനിൽ ആരാണ് ആംബിസിലിൻ കൺസിസ്റ്റന്റ് മീഡിയയിൽ അലൈവ് ആയത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് സെലക്ട് ചെയ്യാറ്? റീകോമ്പിനെ സെലക്ട് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത് ട്രാൻസ്ഫോർമെൻറ്റിൻ്റെ നോൺ ട്രാൻസ്ഫോർമെൻറ്റിൻ്റെ സെലക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ. അടുത്ത
Jaya read in biotechnology book that alien DNA can be introduced into host cell by microinjection and bioelectricity. Explain these methods. Microinjection is a use of microinjector to deliver a gene into animal cell. But bioelectricity is a technique to deliver a gene into plant cell. Plant cell-ലേക്ക് ജീൻ ഡെലിവർ ചെയ്യാനുള്ള ടെക്നിക്കാണത് ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ. എങ്ങനെയാണ് ബയോളിസ്റ്റിക്സിൻ്റെ വർക്കിംഗ്? In bioelectricities, plant cells are bombarded with high velocity particles of gold or tungsten coated with DNA fragments. DNA fragments coated ആയ പാർട്ടിക്കിൾസ് ഏതിൻ്റെയാ? ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ ടെങ്സ്റ്റൻ. അത് ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ്സിലേക്ക് ബൊമ്പാർഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്? പറ. ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ്. There are many features required to facilitate the successful cloning into a vector. Write shortly any two such features required by vector. ഒന്നെന്താണ്? ഒറിജിനോ റെപ്ലിക്കേഷൻ. എന്താണ് ഒറിജിനോ റെപ്ലിക്കേഷൻ? A set of base pairs where the replication process starts if any piece of DNA ligated into site of ori, it can be made into replicate into many copies. അല്ലേ? ഒറിയിൽ നിന്നാണ് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഒറിയുടെ സൈറ്റിലേക്ക് എവിടെയും നമ്മളൊരു DNA ഫ്രാഗ്മെൻറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അതിന് റെപ്ലിക്കേഷൻ നടന്ന് മെനി കോപ്പീസ് ആയി മാറും. അല്ലേ? ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു റെപ്ലിക്കേറ്റ് ഇൻ ടു മെനി കോപ്പീസ്. ദെൻ തേർഡ് വൺ എന്താ? തേർഡ് പോയിന്റ് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് വിൽ കൺട്രോൾ ദി കോപ്പി നമ്പർ. ഇതാണ് ഒറിയുടെ കാര്യം. ഇനി അടുത്ത എന്താണ്? സെലക്റ്റബിൾ മാർക്കർ. സെലക്റ്റബിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ മാർക്കർ ജീൻസ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനുകളാണ്. ക്ലോറാംഫെനിക്കോൾ, കനാമൈസിൻ, അതായത് ടെട്രാസൈക്ലിൻ ഓർ ആംബിസിലിൻ. അല്ലേ? വൺസ് അഗെയിൻ ക്ലോറാംഫെനിക്കോൾ ആവാം, അല്ലെങ്കിൽ ആംബിസിലിൻ ആവാം, അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ ഓർ കനാമൈസിൻ. ഇതിൻ്റെ റെസിസ്റ്റൻസ് ജീനുകളാണ് മാർക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ വാട്ട്? ഫോർ ദി സെലക്ഷൻ ഓഫ് ട്രാൻസ്ഫോർമെൻറ്റ് ആൻഡ് എലിമിനേഷൻ ഓഫ് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ്. ഓക്കെ ആണോ? റെഡി? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഹാവ് ബീൻ സജസ്റ്റഡ് ടു introduce alien DNA into host cell. Give and explain any three methods adapted to this purpose. നോക്കുക, ഏതൊക്കെയാണ് മൂന്ന് മെത്തേഡ്? ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ബയോളിസ്റ്റിക്സിൻ്റെ ഉപയോഗമാണ് ഒന്ന്. ദെൻ വേറൊന്നതാണ് മൈക്രോ ഇഞ്ചക്ഷനാണ്. വേറൊന്നാണ് യൂസ് ഓഫ് ഡിസാംഡ് പാത്തോജൻസ്. ഇനാക്റ്റീവായ പാത്തോജൻ, ഒരു ജീൻ ഡെലിവർ ചെയ്ത പാത്തോജനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ്, origin of replication and selectable markers are two important features required for cloning vector. Explain their role in facilitating cloning. നോക്കുക, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഫംഗ്ഷൻ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ മനസ്സിലാക്കിയതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം കേട്ടോ. ഏത്? ഫീച്ചേഴ്സ് ഓഫ് എ വെക്ടർ. ക്ലോണിങ് വെക്ടറിനുണ്ടാവേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എപ്പോഴും ചോദിക്കുന്ന 3 ഫീച്ചർ അറിയണം. ഇപ്പോൾ 2 നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒന്ന് എന്തായിരുന്നു? ക്ലോണിങ് സൈറ്റ്. എന്താ ക്ലോണിങ് സൈറ്റ്? ഇറ്റ് ഈസ് ദി ക്ലീവേജ് സൈറ്റ് ഓഫ് ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ഇൻ വെക്ടർ. വെക്ടറിൽ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സൈറ്റുകൾക്ക് എന്ന് പറയുന്നത് ക്ലോണിങ് സൈറ്റ്. ഓക്കെ, റെഡി? ഒബ്സർവ് ദി ഫിഗർ ഓഫ് എ ക്ലോണിങ് വെക്ടർ. നോക്കുക, ഇതേതാണ്? PBr322 അല്ലേ? PBr322. ഐഡൻറ്റിഫൈ ദി ക്ലോണിങ് വെക്ടർ. ഇവിടെ നമ്മൾ ഓൾറെഡി ഡയഗ്രത്തിലുണ്ട്. ഏതാണ്? ദ ക്ലോണിങ് വെക്ടർ ഈസ് PBr322. എന്താണ് PBr322? പ്ലാസ്മിഡ് ഓഫ് ബൊളിവർ ആൻഡ് റോഡ്രിഗസ്. 2 സയൻറ്റിസ്റ്റാണ് എന്തുണ്ടാക്കിയത്? PBr322. ദെൻ റൈറ്റ് ഡൗൺ ദി 3 ക്യാരക്ടർ ഫീച്ചർ ഓഫ് എബവ് ക്ലോണിങ് വെക്ടർ. ഏതൊക്കെയാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ, ക്ലോണിങ് സൈറ്റ്. അല്ലേ? അറിയാലോ, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഏതാണ്? ഒറി. ഇതാ ഇവിടെയാണ് ഒറി അല്ലേ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആംബാറും ടെട്ടാറും എന്താണ്? മാർക്കർ ജീൻസുകളാണ്. ആംബാർ ആൻഡ് ടെട്ടാർ. ദെൻ റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജീൻ ഓർ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബേസ് പെയർസ് കോഡഡ് ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് റിക്വയർഡ് ഫോർ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന് വേണ്ട പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് ബേസ് പെയർസ് ആണ് എന്ത്? റോപ്പ് എന്ന് പറയുന്നത്. Okay, next, the picture given below show the technique used in generating multiple copies of the gene of interest. What is the technique called? ഇതാണ് പറയാ ടെക്നിക്കിന് PCR. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 ഡിനാച്ചുറേഷൻ, സ്റ്റെപ്പ് 2 അനീലിംഗ്, സ്റ്റെപ്പ് 3 എന്താണ്? എക്സ്റ്റൻഷൻ അല്ലേ?
എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ അണ്ടർലൈൻ ദി ടെക്നിക് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ. അല്ലേ, എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഒന്ന് നോക്കുക. We can replicate or duplicate any DNA fragments into billions of copies by using PCR with the help of a DNA polymerase enzyme called a Taq polymerase and two set of primers and also ഏതാണ് deoxynucleotide. ഇത് മൂന്നുമാണ് റിക്വയർമെൻറ്റ്. ഒന്ന് ടാക് പോളിമറേസ് എന്ന DNA പോളിമറേസ് വേണം, പിന്നെ ഏതാണ് ടു സെറ്റ് ഓഫ് പ്രൈമേഴ്സ് വേണം, ദെൻ ഡിയോക്സിന്യൂക്ലിയോടൈഡ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു DNA ഫ്രാഗ്മെൻറ്റ്സിനെ ബില്യൺസ് ഓഫ് കോപ്പീസ് ആക്കി മാറ്റുന്ന ടെക്നിക്കായത് PCR. ഇപ്പോൾ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും ആദ്യം ഡിനാച്ചുറേഷൻ ആണ്, സ്പ്ലിറ്റിംഗ് ഓഫ് DNA into two single standard templates. Then primer annealing. Primers are binded on the 3' end of DNA templates. Then extension. എക്സ്റ്റൻഷനിലാണ് ഇത് ആര് ഇൻവോൾവ് ചെയ്യുന്നത്? ടാക് പോളിമറേസും ഡിയോക്സിന്യൂക്ലിയോടൈഡും ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നീട് എന്താ സംഭവിക്കുക? അതിൻ്റെ ആംപ്ലിഫിക്കേഷനാണ് അല്ലേ. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത സൈക്കിളിലോട്ട് പോകും. ഇങ്ങനെ ഓവറോൾ വിത്തിൻ എ സ്പാൻ ഓഫ് ഡേ എത്ര സൈക്കിൾസ് വരെ ആവാം? 30 സൈക്കിൾസ് വരെ ആവാം. ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന PCR സൈക്കിൾസ് എത്രയാണ്? 30 സൈക്കിൾസ്. അടുത്ത്, എ മൾട്ടിനാഷണൽ കമ്പനി സക്സസ്ഫുള്ളി ക്ലോൺഡ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ആൾസോ ഒപ്റ്റിമൈസ്ഡ് condition to induce expression of a target protein. Name the apparatus for large scale production of such protein. ഏതാണ്? ബയോറിയാക്ടർ. അല്ലേ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി അപ്പാരറ്റസ്. എന്താണ് അപ്പാരറ്റസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് എ ലാർജ് ടാങ്ക് വിത്ത് എ കൗഡ് ബേസ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രൊഡക്ട്സ് ഓർ എൻസൈം. ഇതൊരു വലിയ ടാങ്ക്. അതെന്ത് ചെയ്യും? റോ മെറ്റീരിയലിനെ ബയോളജിക്കലി കൺവേർട്ട് ചെയ്ത് ഒരു സ്പെസിഫിക് പ്രൊഡക്ട്സ് ആക്കാം, അല്ലെങ്കിൽ എന്താക്കാം? എൻസൈംസ് ആക്കാം. ഓക്കെ. ഒബ്സർവ് ദി സ്കെച്ച് ഓഫ് ദി സ്റ്റീറിയോ ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് ലാബിൾ ദി പാർട്സ് A, B, C and D. A എന്താണ്? മോട്ടോർ. B ഫോം ബ്രേക്കർ. Then C flattened bladed impeller. Then D acid or base for pH control. അല്ലേ? ഇപ്പോൾ ഒരു മോട്ടർ വേണം. എന്തിനാണ്? അജിറ്റേഷന് വേണ്ടിയിട്ട് മോട്ടർ വേണം. ദെൻ ഫോം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോം ബ്രേക്കർ ഉണ്ട്. ദെൻ ഫ്ലാറ്റൻഡ് ബ്ലേഡഡ് ഇമ്പല്ലേഴ്സ് ഉണ്ട്. ദെൻ ഇതിലൂടെ എന്ത് ചെയ്യണം? ആസിഡ് അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? pH കൺട്രോളിങ് അല്ലേ. ഇതാണ് അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് അല്ലേ. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ മെനി വേസ്. Give any 4 advantages of such plants. To make crops more tolerant to different abiotic stresses. To reduce reliance on chemical pesticide. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പോയിന്റ്സ് പഠിച്ചു വെക്കണേ. ഒന്ന്, സ്ട്രെസ് റെസിസ്റ്റൻ്റ് ആയ ക്രോപ്സിൽ ഉണ്ടാക്കിയെടുക്കാനാണ്. രണ്ട്, പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ടു റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്. ദെൻ ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. ഇപ്പോൾ ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഷെൽഫ് ലൈഫ് പീരീഡ് കൂടിയ ടൊമാറ്റോ ആണ്. ദെൻ ഫോർത്ത് വൺ പറയാം, ടു ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. മിനറൽ യൂസേജിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ. അതുകൊണ്ട് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ദി ഏർലി എക്സോഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. ഇനി അതുപോലെ എന്ത് പറയാം? ടു എൻഹാൻസ് ദി ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്സ്. ഓക്കെ. നെക്സ്റ്റ്, BT cotton is well-known example of application of biotechnology in agriculture. BT cotton reduces the use of pesticide. Explain. BT cotton having a crystal protein called the BT toxin. It released as a protoxin, but it get active in alkaline pH. So, in all pests and insects having alkaline pH in their midgut. So, this BT toxin, crystal protein, it get activated, it gets solubilized, create pores in epithelial cells, leads to inflammation, swelling and the death of insects. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം BT കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ BT ടോക്സിൻ ഉണ്ട്. അത് ക്രിസ്റ്റൽ ഫോമിലാണ്, അത് ഇനാക്റ്റീവ് ഫോമിലാണ്. അത് ആക്റ്റീവ് ആവാൻ എന്ത് വേണം? ആൽക്കലൈൻ pH വേണം. ആൽക്കലൈൻ pHൽ അത് ആക്റ്റീവ് ആവും. ആക്റ്റീവായ BT ടോക്സിൻ എന്ത് ചെയ്യും? എപ്പിത്തീലിയൽ സെൽസിലെ പോർസ് ഉണ്ടാക്കി ഇൻഫ്ലമേഷനായി പിന്നെ അവരുടെ ഡെത്ത് ഓക്കർ ചെയ്യും. BT toxin produced by bacillus that kill
certain insect അല്ലേ. നെയിം ദി ബാക്ടീരിയൽ ജീൻ ദാറ്റ് പ്രൊഡ്യൂസ് ദിസ് ടോക്സിൻ. ഏതാണ്? ക്രൈസിൻ. ക്രൈസിൻ. Why the toxin produced by bacterium is not toxic to it? Because in bacteria doesn't have either alkaline pH. Bacteria have only acidic pH. അല്ലേ. അപ്പോൾ ആൽക്കലൈൻ പി എച്ചിൽ മാത്രമേ ഇതിനെന്തുള്ളൂ? ആക്ടിവേഷൻ ഉള്ളൂ. Observe the relation in the first pair and fill up the blank in the second. Cry first AC, control cotton bollworms. എന്നാൽ cry second AC എന്താണ്? കൺട്രോൾ അതായത് ക്രൈ ഫസ്റ്റ് എ ബി അല്ലെങ്കിൽ ക്രൈ സെക്കൻഡ് എ സി എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്. സോ ഇവിടെ ഞാൻ എഴുതുന്നത് ക്രൈ ഫസ്റ്റ് അല്ല സെക്കൻഡ് എ ബി. സോറി, ക്രൈ ഫസ്റ്റ് എ സി കൺട്രോൾ കോട്ടൺ ബോൾവംസ് ആണ്. സോ ക്രൈ ഫസ്റ്റ് എ ബി ആണ് എന്ത്? കോൺബോറസ്. എക്സ്പാൻഡ് കോമൺ ഷോർട്ട് ഫോം യൂസ്ഡ് ഇൻ ബയോടെക്നോളജി GEAC, GMO, PCR, ELISA. നമുക്ക് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, genetically modified organism, polymerase chain reaction, then enzyme linked immunosorbent assay. Okay അല്ലേ. ഇപ്പോൾ നമുക്ക് farmer approach to agriculture officer to tell us in agreements, reduction in tobacco yield due to root damage by nematode. What is your suggestion to prevent the infestation? എന്താണ്? Pest resistance through RNA interference അല്ലേ. Briefly explain this process. Okay, nematode specific genes introduced into root of tobacco plant. It releases both sense and antisense RNA. They are being complementary to each other. So these two RNAs hybridize to form a double stranded RNA or dsRNA. അല്ലേ. ഒരു nematode specific gene റൂട്ട് സെൽസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? രണ്ട് RNA ഉണ്ടാവും. അവർ കോംപ്ലിമെൻ്ററി ആണ്. ഇങ്ങനെ കോംപ്ലിമെൻ്ററി ആയ രണ്ട് RNA ഹൈബ്രിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? dsRNA ആയിട്ട് മാറും. This dsRNA will initiate RNA interference, which prevents the translation of mRNA so that parasite cannot survive in host plants. Observe the figure. ഇതെന്താണ്? പ്രോ ഇൻസുലിൻ ആണ്. എന്നാൽ ഫസ്റ്റ് വൺ എന്താണ്? പ്രോ ഇൻസുലിൻ. സെക്കൻഡ് വൺ എന്താണ്? മെച്ചൂർ ഇൻസുലിൻ. എന്താ ഡിഫറൻസ്? പ്രോ ഇൻസുലിൻ ഗെറ്റ് മെച്ചൂർഡ് ബൈ ദ റിമൂവൽ ഓഫ് സി പെപ്റ്റൈഡ്. സി പെപ്റ്റൈഡ് റിമൂവലാണ് എന്ത്? പ്രോ ഇൻസുലിൻ. ഓക്കെ. Then 1983, American company Eli Lilly produced a human insulin artificially. Write down the method followed in this technique. ഏതാണ്? They synthesized separate sequences of gene polypeptide chain A and chain B. Then it introduced into plasmid of Escherichia coli separately. They separately synthesized chain A and chain B in separate bioreactor. Then after that collected chain A and chain B hybridized by using disulfide bonds to form a mature insulin. അല്ലേ. ഇതാണ് എന്ത്? ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇത് ഓർത്ത് എങ്ങനെ കേട്ടോ? വെരി സിമ്പിൾ. ടെസ്റ്റിൽ പ്രത്യേകം പറയുന്ന ഒരു ലാസ്റ്റിൽ പറയുന്ന ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചേക്കണം കേട്ടോ. ഇത് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് 78. Sophie was born with a genetic disorder ADA deficiency. What is ADA deficiency? ADA deficiency എന്ന് പറഞ്ഞാൽ എന്താ? Deficiency of adenosine deaminase enzyme, an enzyme crucial for human immune system. Can you suggest method to treat this ADA deficiency? എന്താണ്? ഒന്ന് enzyme replacement therapy, രണ്ട് bone marrow transplantation, then third one പറയാം gene therapy. ഇവിടെ 1990 4-year-old ഗേൾ അതിൽ അപ്ലൈ ചെയ്ത് എന്തായിരുന്നു? ജീൻ തെറാപ്പി ആയിരുന്നു. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയ ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്തു? പേഷ്യൻ്റ് ബോഡിയിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്തു. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഇസ് ദി ബേസിസ് ഓഫ് ടെക്നിക് കോൾഡ് ELISA. Animals that had their DNA manipulated to possess and express foreign DNA are called a transgenic animal. Write briefly any 3 benefits as transgenic animal to human being. ഒന്നെന്താണ്? We can check the vaccine safety. Then we can check the drug safety. That means chemical safety. Then another one പറയാം എന്ത്? Synthesis of biological products like alpha-1 antitrypsin or alpha-lactalbumin. ഇനി അതുപോലെ എന്താണ്? സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലേ. ഡിസീസ് മോഡലായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പോൾ ഇവിടെ 3 ചോദിച്ചത്. സോ ഓർത്തേക്കണേ. ദെൻ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. ഏതാണ് ലാക്ടാൽബുമിൻ? റോസി.
A. Antigen antibody reaction B. ജനറ്റിക്കൽ എലീസയാണ് അല്ലേ. ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ഏത് പറയാം, എലിലില്ലി സി. ക്രൈ ഫസ്റ്റ് എ ബി കൺട്രോൾ എന്താണ്, കോൺബോറസ് ഡി. Alpha-1 antitrypsin, alpha-lactam 2 biological products produced from transgenic animal. Right, uses of these two products. എന്താണ്, alpha-1 antitrypsin used for the treatment of emphysema. ഓർത്തേക്കണം കേട്ടോ. alpha-1 antitrypsin എവിടെയാണ്, emphysema. Alpha-lactalbumin is a human milk protein used for human babies. ഇത് എങ്ങനെയാണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിലൂടെയാണ്, റോസി കൗവിലൂടെയാണ്. ഇപ്പം മദറിൻ്റെ ആബ്സെൻസിൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, റോസി കൗവിൻ്റെ ഈ മിൽക്കിൽ നിന്ന് ഇത് സെപ്പറേറ്റ് ചെയ്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. In 1997, an American company got the patent rights on basmati rice. Through the US Patent and Trademark Office, variety of basmati had actually been derived from Indian farmers' varieties. If so, what is biopiracy? The biopiracy, use of bioresources by multinational companies or organization without proper authorization from countries or people concerned, without giving any compensatory payment. Okay അല്ലേ, റെഡിയാണോ? By observing the relationship of the first fill in the blanks, organism tolerate the wide range of temperature. ഏതാണ്, യൂറിതെർമൽ. നാരോ റേഞ്ച് ആകുമ്പോൾ എന്താ പറയുക, സ്റ്റീനോതെർമൽ. ഇതാണ് സ്റ്റീനോതെർമൽ. In summer we use air condition, in winter we use heaters. Explain the 4 ways by which other living organisms cope with the situation. ഏതൊക്കെയാണ്, ഒന്ന് റെഗുലേറ്റ് ആണ്, ദെൻ റെസ്പോൺസ്, റെഗുലേറ്റ്, കൺഫോം, ദെൻ മൈഗ്രേറ്റ്, ദെൻ സസ്പെൻഡ്. വൺസ് അഗെയിൻ, റെഗുലേറ്റ്, കൺഫോം, മൈഗ്രേറ്റ്, സസ്പെൻഡ്. Under unfavorable condition, many zooplankton species in lakes and ponds are known to enter a stage of suspended development. എന്താ പറയുക, diapause. എന്താ പറയുന്നത്, diapause. Then, many desert plants have the adaptation to prevent loss of water from their body. Mention any 2 adaptation to minimize the water loss from plant body. എന്താണ്, പ്ലാന്റ് ബോഡിയിൽ നിന്നും വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ ഒന്ന് തിക് ക്യൂട്ടിക്കിൾ ഉണ്ടാവും, രണ്ടേതാണ് സങ്കൺ സ്റ്റൊമാറ്റ അല്ലേ. തിക് ക്യൂട്ടിക്കിൾ ആൻഡ് സങ്കൺ സ്റ്റൊമാറ്റ. തിക് ക്യൂട്ടിക്കിൾ ഇവാപറേറ്ററി ലോസ് മിനിമൈസ് ചെയ്യും, സങ്കൺ സ്റ്റൊമാറ്റ ട്രാൻസ്പിറേറ്ററി ലോസ് മിനിമൈസ് ചെയ്യും. Given below the bar diagram showing age structure of 3 different populations, observe the diagram carefully and answer the following question. ഇതേതാണ്, select the stable population. ഏതാണ് സ്റ്റേബിൾ പോപ്പുലേഷൻ, സ്റ്റേബിൾ ആയത് ഏതാണ്, ബി ആണ് സ്റ്റേബിൾ. കാരണം എന്താണ്, റീപ്രൊഡക്റ്റീവിലും പ്രീ റീപ്രൊഡക്റ്റീവിലും ഒരുപോലെയാണ് അല്ലേ. റീപ്രൊഡക്റ്റീവ് പ്രീ റീപ്രൊഡക്റ്റീവ് ഒരുപോലെയാണ്, സ്റ്റേബിളാണ്. സോ ഓപ്ഷൻ എവിടെ ഏതാ പറയാം, ബി. കമ്പയർ ദി നേച്ചർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് എ ആൻഡ് ബി ആൻഡ് സി. എയിൽ എന്താണ്, എക്സ്പാൻഡിങ് ആണ്, ബി സ്റ്റേബിൾ ആണ്, സി എന്താണ്, ഡിക്ലൈൻ ആണ്. കാരണം എന്താണ്, റീപ്രൊഡക്റ്റീവിൽ പ്രീ റീപ്രൊഡക്റ്റീവിൽ റീപ്രൊഡക്റ്റീവിനേക്കാൾ ആൾക്കാർ എന്താണ്, കുറവാണ് അല്ലേ. സോ ഇത് ഡിക്ലൈനിങ് ആണ്. എ പോപ്പുലേഷൻ ഹാസ് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഡസ് നോട്ട്. വാട്ട് ആർ ദേ? ഇതൊക്കെയാണ് പോപ്പുലേഷന് ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്നാൽ ഇൻഡിവിജ്വൽ ഓർഗാനിസിന് ഇല്ല. ഇതാണ് ഒന്ന് ബർത്ത് റേറ്റ്, ദെൻ ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, ഇതൊന്ന് 5 പോയിന്റ് കേട്ടോ. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. Given below the schematic representation with circles and squares show 4 factors or processes that influence the population density. Write the positive factors in circles and the negative factors in squares. ഏതൊക്കെയാണ് പോസിറ്റീവ് ഫാക്ടേഴ്സ്? ഒന്ന് നാച്ചാലിറ്റി, പോസിറ്റീവ് ആണ് അല്ലേ. എന്നാൽ ഇമിഗ്രേഷൻ അല്ലേ, നാറ്റാലിറ്റി പോസിറ്റീവാണ്. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവാനുള്ള അടുത്ത് വന്ന് എന്താ, ഇപ്പോൾ ഇവിടെ ശരിക്കും ആരോ ഇങ്ങനെ ഇട്ടത് കൊണ്ട് നമ്മൾ പ്ലസ് തന്നെ ഇവിടെ കാണിക്കണം അല്ലേ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നത് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഇൻ സർക്കിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലും ഇവിടെ എങ്ങനെ എഴുതാം, പോസിറ്റീവ് ഫാക്ടേഴ്സ് സർക്കിളിൽ വരുന്നത്, പോസിറ്റീവ് ഫാക്ടേഴ്സ് സർക്കിൾ ഏതാണ്, നാറ്റാലിറ്റിയും ഇമിഗ്രേഷനുമാണ്. ഇമിഗ്രേഷൻ എന്നാ ഇവിടെ എന്താണ് നെഗറ്റീവ് ഫാക്ടേഴ്സ്, എന്താണ്
mortality, emigration. Emigration അല്ലെ മോർട്ടാലിറ്റി എമിഗ്രേഷൻ ഇത് രണ്ടും എന്താണ് കൊറിയസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. സർക്കിളിൽ പോസിറ്റീവും നെഗറ്റീവ് സ്ക്വയറിലുമായിട്ട് എഴുതിയതാണ് കേട്ടോ. മനസ്സിലായില്ലേ? നെക്സ്റ്റ്, വിത്ത് റിഗാർഡ് ടു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വെൻ റെസ്പോൺസസ് ആർ ലിമിറ്റിംഗ് ദി പ്ലോട്ട് in logistic, whereas the logistic growth is represented by the equation R എന്താണ് intrinsic rate of natural increase, K എന്താണ് carrying capacity അല്ലേ, K എന്താണ് carrying capacity. The following graph shows two types of population growth curves. ഏതാണ് name the growth curve. ഇതേതാണ് J shaped curve ആണ്, ഇത് sigmoid curve അല്ലേ. ഇവിടെ എന്താ പറയുക exponential growth curve ആണ്, ഇത് logistic growth curve ആണ്. Okay. On Earth, life exists in extreme harsh conditions. Mention any two major biomes in India. Major biomes in India, on the tropical rainforest, then tropical deciduous forest. പിന്നെ ഒന്ന് ഏതാ പറയുന്നത് seacoast ഉണ്ട് desert ഉണ്ട്. Desert and seacoast. ഇപ്പം 4 എണ്ണം പറയുന്നുണ്ട്, ഇപ്പം 2 എണ്ണമാണ് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ. So once again, tropical rainforest, tropical deciduous forest. Read this statement below. Identify the mode of interaction between the species. Tiger eating deer ഏതാണ് predation. Butterfly feeding pollen ഏതാണ് mutualism അല്ലേ. Pollination ഏതാണ് mutualism അല്ലേ. Human liver fluke feeding on snail ഏതാണ് parasitism. Lies on humans parasitism. Orchid attached to tree commensalism. Mycorrhizal association of fungi and roots of higher plants ഏതാണ് mutualism. Sparrow eating seed predation. Egrets foraging close to cattle commensalism അല്ലേ. ഓക്കെ അല്ലേ. In a forest ecosystem, different plant species are occupied in different levels. That arrangement എന്താ പറയുക stratification. Rate of biomass production is called productivity and can be divided into GPP and NPP. എന്താണ് GPP? Gross primary productivity. എന്താണ് NPP? Net primary productivity. എന്താ gross primary productivity? Amount of biomass produced by plants in a particular area over a period of time. അല്ലേ. NPP. ഇപ്പോൾ ടോട്ടൽ ബയോമാസ് ആണ് GPP. എന്നാൽ NPP എന്ന് പറഞ്ഞാൽ എന്താ GPP minus R. ഓക്കെ. Which of the following is a detritivore? Earthworm is a detritivore. Earthwormസിന് എന്ത് പറയുന്നത് detritivore. Earthworms are commonly referred as farmers' friends. Define the fragmentation. In the fragmentation, breakdown of organic material into simple fragments. With the help of detritivore is the fragmentation. Steps involved in process of decomposition are given below. Okay, detritus. അത് കഴിഞ്ഞാൽ എന്താ detritus കഴിഞ്ഞാൽ എന്ത് പറയാം fragmentation. ഇപ്പോൾ detritus ആണ് 1, then 2 എന്താണ് fragmentation, 3 leaching, 4 catabolism, then 5 humidification, 6 mineralization അല്ലേ. ഇപ്പോൾ പ്രോസസ്സിൽ ഏറ്റവും ആദ്യം എന്താ പറയുക ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇവിടെ നമുക്ക് ഡെറ്റിറ്റസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത while learning
Next question. While learning trophy levels in classroom, teacher asked you to explain standing crop to Raman. എന്താണ് നമുക്ക് സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻ എ പർട്ടിക്കുലർ ട്രോഫി ലെവൽ ഓഫ് എ ഫുഡ് ചെയിൻ അറ്റ് പർട്ടിക്കുലർ ടൈം. ഒരു ഫുഡ് ചെയിനിലെ പർട്ടിക്കുലർ ട്രോഫി ലെവലിൽ ആ പ്രസൻ്റ് ആയ ഓർഗാനിസിൻ്റെ ടോട്ടൽ ബയോമാസ് അല്ലെങ്കിൽ നമ്പറിനാണ് നമ്മൾ എന്താ പറയുക? Standing crop. Okay, then slide change on. Natural interlinked food chains food web. അല്ലേ? ഫുഡ് വെബ്. One or two. A list of different organisms in an ecosystem are given below. Arrange them in first, second, third, fourth trophy level. പറ ഏറ്റവും ആദ്യം എന്ത് പറയാം? ഫൈറ്റോപ്ലാങ്ക്ടോൺ, then zooplankton, then fish, then man. അല്ലേ? സോ ഫസ്റ്റ് വൺ എന്താണ്? ഫൈറ്റോപ്ലാങ്ക്ടോൺ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. By observing the relationship of the first pair, fill up the blanks. Grazing food chain consists of producers and consumers, whereas deduced food chain comprises dead organic matter and എന്താണ്? Saprotrophs. അല്ലെങ്കിൽ എന്ന് പറയാം decomposers. Saprotrophs or decomposers. Nitrogen gaseous cycle ആണ്. Sulfur sedimentary cycle. Okay. Then consider a pond as an ecosystem showing the number of individuals in the following categories. Draw the pyramid of number in the ecosystem. അപ്പോൾ നോക്ക് ഏറ്റവും ആദ്യം എന്താണ്? പ്രൊഡ്യൂസേഴ്സ് അല്ലേ? പ്രൊഡ്യൂസേഴ്സ്, then herbivores, then carnivores. ശരിയല്ലേ? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എത്രയുണ്ട്? 15,000 അല്ലേ? 15,000. ദെൻ പ്രൈമറി കൺസ്യൂമേഴ്സ് അതായത് ഹെർബിവോസ്, ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് carnivores. Comment on the energy flow in the ecosystem. Energy flow always occupy the 10% law. Next, fill up the blanks with the appropriate terms in the given pyramid of trophy level. നോക്കുക, ടേഴ്സറി ഇവിടെ പ്രൊഡ്യൂസർ ആണ് ഫസ്റ്റ്, ദെൻ അത് കഴിഞ്ഞ് എന്താണ്? പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമർ. ഞാൻ ഷോർട്ട് ചെയ്താണ്. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ദെൻ ടേഴ്സറി കൺസ്യൂമർ അല്ലേ? A gradual change in the species composition of given area leading to formation of climax community is called ecological succession. In a rocky area, what is expected type of pioneer species? എന്താണ്? ലൈക്കൺസ് ആണ്. ഏതാണ്? ലൈക്കൺ. റോക്കി ഏരിയ എന്താണ്? ലൈക്കൺ. How this pioneer species leads to establishment of a stable climax community? എന്താണ്? Lichens which causes to weathering of rocks and leads to formation of a fertile soil, then followed by herbaceous plants lead to a forest stage, that is the climax community. അതിനെന്താ പറയുക? ക്ലൈമാക്സ്. ഏറ്റവും ആദ്യം ലൈക്കണ് റോക്സിന് വെതറിങ് നടത്ത് സോയിൽ ഉണ്ടാവും. സോയിലിൽ പിന്നെ എന്ത് ചെയ്യും? ബാക്കി പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവും. അപ്പം ലൈക്കൺ മാത്രമല്ല, മോസസും അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട്, പ്ലാന്റ് കിടത്തിലുണ്ടായിരുന്നു എന്ത്? ലൈക്കൺസ് ആൻഡ് മോസസ് അല്ലേ? ഇവരാണ് ശരിക്കും വെതറിങ് ഓഫ് റോക്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. Give the sequence of events in and climax community in hydra succession. എന്താണ്? Phytoplankton, submerged plant stage, submerged free floating stage, marsh meadow stage അല്ലേ? reed swamp stage, then marsh meadow stage, then scrub stage, then forest stage. സ്റ്റേജിൻ്റെ ഒരു സീക്വൻസ് ഓർമ്മയുണ്ടല്ലോ. Phytoplankton stage, submerged plant stage, submerged free floating stage, reed swamp stage, marsh meadow stage, scrub stage, then forest stage. It is a point in the forest said long back the place was a pond. The gradual change is an example of എന്താണ്? ഹൈഡ്രാർ സക്സഷൻ അല്ലേ? ഹൈഡ്രാർസ് സക്സഷൻ.
Gradual sequential changes of a given area including species composition known as ecological. If so, name the first two stages of succession in hydric area. ഇതാണ് phytoplankton stage, then submerged plant stage. The products of ecosystem process are named as ecosystem services. Okay, list out any 4 such services. എന്താണ് ഒന്ന്? Mitigation of drought and flood, purification of air and water, then generate fertile soil, അല്ലേ? ഇനി അതുപോലെ എന്താ? Pollinate crops, മെയിൻറ്റെയിൻ ബയോഡൈവേഴ്സിറ്റി, മെയിൻറ്റെയിൻ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്. ഇപ്പോൾ നമ്മൾ 5 ഫംഗ്ഷൻ പറഞ്ഞു. ഇനിയും സർവീസിൻ്റെ ആസ്തറ്റിക് വാല്യൂ ഉണ്ട്, അല്ലേ? റിലീജിയസ് ആയ വാല്യൂ ഉണ്ട്, കൾച്ചറൽ വാല്യൂ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ സർവീസിൽ വരുന്നത് തന്നെയാണ്. അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ മേജർ പൊല്യൂഷൻ ഇൻ ദി എൻവയോൺമെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ഓട്ടോമൊബൈൽ. എക്സ്പാൻഡ് ദി ടേം CNC. എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറ. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. മെൻഷൻ എനി 2 ഓഫ് ഇറ്റ്സ് മെറിറ്റ്സ്. എന്താ മെറിറ്റ്? It is an efficient fuel where little of it is left as unburned, cheaper than petrol and diesel, cannot be siphoned by thieves. ഇതൊക്കെയാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. Particulate matter in polluted air is removed by the application of electrostatic precipitator. Explain the working principle of electrostatic precipitator. Many electrode wires are parallelly arranged with thousands of voltage. Then it releases a corona discharge, that means electrical discharge, so that dust particles are deposited with the electrons and become net negative charge. This negative charged particles are deposited on the parallelly arranged metal plate which has been grounded. ഓർമ്മയുണ്ടല്ലോ, ഇലക്ട്രോഡ് വയേഴ്സിൽ ആയിരക്കണക്കിന് വോൾട്ടേജ് ആണ് അതിലൂടെ ഡസ്റ്റ് പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോൾ അതിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ അതിന് നെഗറ്റീവ് ചാർജ് ആവും. ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു മെറ്റൽ പ്ലേറ്റ്സിൽ, അല്ലേ? യെസ്. എമംഗ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദി എമിഷൻ ഓഫ് പോയിസണസ് ഗ്യാസ് ഫ്രം ഓട്ടോമൊബൈൽസ്? ഇതാണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. മാച്ച് കോളം എ വിത്ത് ബി. നോക്ക്, കാറ്റലിറ്റിക് കൺവേർട്ടർ ഏതാ വരാം? കാറ്റലിറ്റിക് കൺവേർട്ടർ പ്ലാറ്റിനം പലേഡിയം. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ ഏതാണ്? തെർമൽ പവർ പ്ലാന്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ഡിപ്ലീഷൻ. ദെൻ ജൂം കൾട്ടിവേഷൻ ഏതാണ്? ഡീഫോറസ്റ്റേഷൻ. അറേഞ്ച് ദി ഫോളോയിങ് വേർഡ്സ് ഇൻ ടു സൂട്ടബിൾ കാറ്റഗറീസ് ഇൻ ദി ഗിവൺ ടേബിൾ. ആൽഗൽ ബ്ലൂം ഏതാണ്? വാട്ടർ പൊല്യൂഷൻ, അല്ലേ? ആൽഗൽ ബ്ലൂം ഏതാണ്? വാട്ടർ പൊല്യൂഷനാണ്. കാറ്റലിറ്റിക് കൺവേർട്ടർ എയർ പൊല്യൂഷനാണ്. ഐക്കോർണിയ വാട്ടർ പൊല്യൂഷനാണ്. Electrostatic precipitator air pollution. In a study conducted, the concentration of DDT was found to increase in the successive trophic level. The result of study is shown below. Name the phenomenon. ഇതാണ് biomagnification. How does DDT accumulation in birds affect their population? Okay, എങ്ങനെയാണ്? It causes to premature death of birds due to thinning of calcareous shell. 25 ppm പാർട്സ് ഇതുള്ളത് കൊണ്ട് എന്തായി? കാൽഷ്യം മെറ്റബോളിസം എഫക്റ്റഡ് ആയി. സോ ഇറ്റ് കോസസ് ടു പ്രിമച്യൂർ ഡെത്ത് ഓഫ് ബേർഡ്സ്. ഡ്യൂറിംഗ് ദി പാസ്റ്റ് സെഞ്ചുറി ദ ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഹാസ് ഇൻക്രീസ്ഡ് 0.6 degrees Celsius, the most of it during the last few decades. Rise in temperature causes deleterious change in the environment. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: സജസ്റ്റ് എനി 2 control measures that will reduce global warming. Cutting down of use of fossil fuels, then reducing deforestation, planting trees, then slow down of growth of human population. Which among the following is not a greenhouse gas? ഏതാണ്? Ozone. Observe the figure showing the relative contribution of various greenhouse gases to global warming. Identify A and B. A എന്താണ്? Methane. B എന്താണ്? Carbon dioxide. അല്ലെ, carbon dioxide, methane. Write any 2 consequences of global warming. It causes to melting of ice caps and coastal area may be flooded. അല്ലേ, ഇതാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് പറയുന്നത്. The increased use of chemicals like CFC cause adverse ecological impact. Why CFC are considered as harmful to environment? UV rays act on CFC and release chlorine, which act as a permanent catalyst for the breakdown of ozone into O2 plus half O2. That means O3 into O2 plus half O2.
സോ ഇങ്ങനെ ഡിപ്ലേറ്റിംഗ് റിയാക്ഷൻ ഫാസ്റ്റ് ആയത് കാരണം എന്തായി, തിക്നെസ് കുറഞ്ഞു, ഈ UV റേസ് SFSലേക്ക് വന്നു. അത് നമുക്ക് പല രീതിയിലുള്ള ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കി. നമ്മൾ പഠിക്കുന്നുണ്ട് സ്നോ ബ്ലൈൻഡ്നെസ്, അല്ലെങ്കിൽ കാട്രാക്ട്, സ്കിൻ ക്യാൻസേഴ്സ്, ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെല്ലാം കാരണം എന്തായിരുന്നു, UVBയുടെ SFSലേക്കുള്ള കമ്മിങ് ആണ്. അതിന് കാരണം എന്താണ്, ഓസോണിൻ്റെ ലെയറിൽ തിക്നെസ് കുറഞ്ഞത്. സോ നമ്മൾ 120 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരുന്നു, കാരണം സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത്. സോ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇത് നിങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, പോയിന്റ്സ് പഠിച്ചു വെക്കണം. പഠിക്കാത്ത ആൾക്കാർ എളുപ്പം പഠിച്ച് നിർബന്ധമായിട്ടും നിങ്ങൾ ബയോളജിയിൽ A+ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫുൾ മാർക്ക് വാങ്ങിക്കൽ ഈസി ആയിട്ട് പോസിബിൾ ആണ്. സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് സുവോളജിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഈസ് കോൾഡ്. നമുക്കറിയാം യൂട്രസിന് 3 ലെയറുകളാണുള്ളത്, പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഔട്ടർമോസ്റ്റ് ലെയറാണ് പെരിമെട്രിയം, മിഡിൽ ലെയറാണ് മയോമെട്രിയം, ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോമെട്രിയം. നമ്മൾ ചോദിക്കുന്നത് മിഡിൽ ലെയർ ഓഫ് യൂട്രസ് ഈസ് മയോമെട്രിയം എന്നാണ് ആൻസർ വരിക. പിന്നെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുകയാണ്, കുറച്ച് ഫാസ്റ്റായിട്ടായിരിക്കും പറയണത്, നമ്മളതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ദ മിഡിൽ ലെയർ ഓഫ് യൂട്രസിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സെൽ ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസിസ് ആൻഡ് സിക്രീസ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോൺസുകളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻ. മെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടാക്കുന്ന ടെസ്റ്റിസിൽ കാണുന്ന സെല്ലുകളുടെ പേരാണ് ലെഡിക് സെൽസ്. അത്ര എഴുതിയാൽ മതി. നിങ്ങളോട് ഉത്തരം ചോദിച്ചോളൂ, നെയിം ദ സെൽസ് ഇൻ ടെസ്റ്റിസ് വിച്ച് സിന്തസിസ് ആൻഡ് സിക്രീറ്റ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഹോർമോണുകളാണ്, അതുണ്ടാക്കുന്ന ടെസ്റ്റിസിലെ സെല്ലുകളുടെ പേരാണ് ലെഡിക് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ലൂസ് പൗച്ച് ഓഫ് സ്കിൻ വിച്ച് സസ്പെൻഡ് ടെസ്റ്റിസ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ട് ടെസ്റ്റിസ് ഒരു സാക്കിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. ആ സാക്കിൻ്റെ പേരാണ് സ്ക്രോട്ടം. അത് എഴുതി ഞങ്ങളെ മാർക്കായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് ദ സെക്ഷണൽ വ്യൂ ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് നെയിം ദ പാർട്സ് ലേബിൾഡ് ABCD. ഇതിൽ എ എന്താ മക്കളെ, യൂട്രസ് ആണ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലെയർ എന്ന് എടുത്ത് എഴുതിയാൽ ശരി തന്നെയാണ്, യൂട്രസ് എന്ന് മാത്രം എഴുതിയാലും തെറ്റൊന്നുമില്ല. ബി ഓവറിയാണ്. സി ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ഈസ്തുമസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഡി ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുള്ള എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതാണ് നമ്മോട് ചോദിക്കുന്നത്. ലേബലിംഗ് ആണ് നമ്മോട് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഒബ്സർവ് ദ ഡയഗ്രാം പ്രൊവൈഡഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്രോസസ്. ഇവിടെ നോക്കുക, സെല്ല് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈമറി ഊസൈറ്റ് ഉണ്ടാവുന്നുണ്ട്, അത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. പ്രൈമറി ഊസൈറ്റ് എന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഊജനസിസ് ആണ്. എങ്ങനെ ഊജനസിസ് നടക്കണേ ഞാൻ നിങ്ങൾ ഓർമ്മാക്കാം. ഫീമെയിൽസിൻ്റെ ബോഡിയ ഊഗോണിയ എന്ന് പറഞ്ഞ സെല്ലുകൾ ഉണ്ടാവും. ആ ഊഗോണിയാണ് ഈ കാണുന്നത്. ആ ഊഗോണിയങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഊഗോണിയൻ്റെ എണ്ണം കൂടും. ഈ കാണുന്ന ഒക്കെ ഊഗോണിയങ്ങളാണ്. ഈ ഊഗോണിയ ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് ഡിവിഷൻ നടന്നുണ്ടായ ഊഗോണിയങ്ങളാണിത്. അത് എത്രയേ ഉള്ളൂ. ഊജനസിസിൻ്റെ പ്രോസസ്സ് ഇതാണ്. ഊഗോണിയ അണ്ടർഗോസ് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. അങ്ങനെ ഊഗോണിയങ്ങളുടെ എണ്ണം കൂടും. പിന്നെ ആ ഊഗോണിയങ്ങൾ, ചില ഊഗോണിയങ്ങൾ വലുതാവും. എല്ലാ ഊഗോണിയങ്ങളും വലുതാവില്ല, കുറച്ച് ഊഗോണിയങ്ങൾ വലുതാവും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. ആ പ്രൈമറി ഊസൈറ്റാണ് ഈ കാണിച്ചത്. ചില ഊഗോണിയങ്ങൾ വലുതാകും, അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 നടക്കും. പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 നടന്നു കഴിഞ്ഞാൽ അത് 2 സെല്ലുകളായിട്ട് മാറും. അതിൽ ഒന്ന് സെക്കൻഡറി ഊസൈറ്റും വേറൊന്ന് പോളാർ ബോഡി ആയിരിക്കും. ആ പോളാർ ബോഡി ഫസ്റ്റ് പോളാർ ബോഡി എന്ന് പറയും. ശ്രദ്ധിക്കുക, ഈ പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 നടക്കുമ്പം അത് സെക്കൻഡറി ഊസൈറ്റും ഒരു പോളാർ ബോഡിയായിട്ട് മാറും. പിന്നെ അടുത്തതിൽ ഈ സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 നടക്കും. അതാണ് ഈ കാണുന്നത്. പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്ത് പോകും. ഈ പോളാർ ബോഡി നശിച്ചു പോകും. സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 നടക്കും. അപ്പോൾ അത് വീണ്ടും ഡിവൈഡ് ചെയ്തൊരു സെല്ലുണ്ടാവും. അതാണ് ഓവാം. അതിൻ്റെ കൂടെ ഒരു സെല്ലും കൂടെ ഉണ്ടാവും. അത് സെക്കൻഡ് പോളാർ ബോഡിയാണ്. അപ്പോൾ ഈ കാണുന്നതും പോളാർ ബോഡിയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇങ്ങനെയാണ്. ഊഗോണിയങ്ങൾ റിപ്പീറ്റായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ ഊഗോണിയങ്ങളുടെ എണ്ണം കൂടുന്നു. ചില ഊഗോണിയങ്ങൾ വലുതാകുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് പ്രൈമറി ഊസൈറ്റ്. ആ പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ അത് സെക്കൻഡറി ഊസൈറ്റും പോളാർ ബോഡിയായിട്ട് മാറണം. ഈ പോളാർ ബോഡി ഡീജനറേറ്റ് ചെയ്യും. ഈ സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 സംഭവിക്കും. അപ്പോൾ അത് 2 സെല്ലുകളായിട്ട് മാറും. അതിൽ ഒന്നാണ് ഓവം, മറ്റേതാണ് രണ്ടാമത്തെ പോളാർ ബോഡി. അതാണ് ഇവിടെ കാണിച്ചത്. ഇതൊക്കെ ഊഗോണിയങ്ങളാണ്. ആ ഊഗോണിയങ്ങൾ റിപ്പീറ്റായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ ഊഗോണിയം തന്നെയാണ്. അത് വലുതായി പ്രൈമറി ഊസൈറ്റായി. ആ പ്രൈമറി ഊസൈറ്റ് ഡിവിഷൻ നടന്ന് അപ്പം 2 സെല്ലുകളുണ്ടായി. ഇത് പോളാർ ബോഡിയും ഇത് സെക്കൻഡറി ഊസൈറ്റുമാണ്. ഈ സെക്കൻഡറി ഊസൈറ്റിന് മിയോസിസ് 2 ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ അത് ഓവവും പോളാർ ബോഡിയായിട്ട് മാറണു. അപ്പോൾ നോക്കുക, ലേബൽ ABCD. അങ്ങ് കിട്ടി. ഊഗോണിയ, ബി പോളാർ ബോഡി, സി സെക്കൻഡറി ഊസൈറ്റ്, ഡി ഓവമാണ്. വൈ ആർ ദ ഗാമീറ്റ് പ്രൊഡ്യൂസ്ഡ് ഹാപ്ലോയിഡ് ഈവൻ ദോ ഗാമീറ്റ് മദർ സെൽസ് ആർ ഡിപ്ലോയിഡ്. നോക്കുക, ഗാമീറ്റ് മദർ സെൽ എന്ന് പറഞ്ഞാൽ ഊഗോണിയ ഡിപ്ലോയിഡ് ആണ്. പക്ഷേ ഉണ്ടായ ഓവ ഹാപ്ലോയിഡ് ആവാനുള്ള കാരണം ഇവിടെ നോക്കുക. പ്രൈമറി ഊസൈറ്റിന് മിയോസിസ് 1 നടക്കുമ്പോൾ അവിടെ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായിട്ട് കുറയും. മിയോസിസ് 1 നടന്നാൽ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാവും. അത് സെൽ സൈക്കിളിൽ നിങ്ങൾ കേൾക്കുന്നതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഊഗോണിയങ്ങൾ ഡിപ്ലോയിഡ് ആണെങ്കിൽ പോലും ഉണ്ടായ ഓവ ഹാപ്ലോയിഡ് ആവാനുള്ള കാരണം ഈ പ്രൈമറി ഊസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അതിന് 2 സെറ്റ് ക്രോമസോമുകളുണ്ട്. അതിന് മിയോസിസ് 1 നടക്കുമ്പോൾ അത് ഹാപ്ലോയിഡായിട്ട് മാറുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ദ പ്രോസസ് ഓഫ് ഊജനസിസ് ആൻഡ് സ്പെർമാറ്റോജനസിസ്. വിച്ച് വൺ ഈസ് നോട്ട് ട്രൂ? പ്രൊഡക്ഷൻ ഓഫ് ഓവം സീസസ് അറ്റ് സർട്ടൻ ഏജ് ബട്ട് സ്പേം പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ഈവൻ ഇൻ ഓൾഡ് മാൻ. ശരിയല്ലേ? നോട്ട് ട്രൂ. തെറ്റേതാണ് അങ്ങോട്ട് ചോദിക്കുന്നത് കേട്ടോ. പ്രൊഡക്ഷൻ ഓഫ് ഓവം സീസസ് അറ്റ് ഒരു പ്രായമായ ഫീമെയിൽസിൽ ഓവം ഉണ്ടാക്കൽ നിൽക്കും. പറഞ്ഞത് ശരിയാണ്. 45 അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ഫീമെയിൽസ് പിന്നെ ഓവം ഉണ്ടാക്കില്ല. ബട്ട് സ്പേം പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ഈവൻ ഇൻ ഓൾഡ് മാൻ. വയസ്സായ ആണുങ്ങൾ പോലും സ്പേം ഉണ്ടാക്കും. പറഞ്ഞത് ശരിയാണ്. ഊജനസിസ് ബിഗിൻ ഇൻ എംബ്രിയോണിക് സ്റ്റേജ്. ഊജനസിസ് ചെറിയ പ്രായത്തിലെ എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങും. ബട്ട് സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് അറ്റ് ദ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. പക്ഷേ സ്പേം പ്രൊഡക്ഷൻ പ്യൂബർട്ടി പ്രായപൂർത്തി ആയതിന് ശേഷമേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ്. മിയോട്ടിക് അറസ്റ്റ് ബോത്ത് ഒക്കറിൻ ഊജനസിസ് ആൻഡ് സ്പെർമാറ്റോജനസിസ്. അത് തെറ്റാണ്. അറസ്റ്റ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഊജനസിസ് മാത്രമാണ് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. മിയോട്ടിക് അറസ്റ്റ് നടക്കുന്നത് എന്തിൽ മാത്രമാണ്? ഊജനസിസ് മാത്രമാണ്. ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഊജനസിസേ ഉള്ളൂ. ആരില്ല? സ്പെർമാറ്റോജനസിസ് ഇല്ല. അതുകൊണ്ട് സി ഓപ്ഷൻ തെറ്റാണ്. പോളാർ ബോഡീസ് ആർ ഫോംഡ് ഇൻ ഊജനസിസ്. അത് ശരിയാണ്. സ്പെർമാറ്റോജനസിസിൽ എന്തില്ല? പോളാർ ബോഡി ഉണ്ടാവണില്ല. സ്പെർമാറ്റോജനസിസ് എങ്ങനെ ഉണ്ടാവണത്?
ഒരു സെല്ല്, ആ സെല്ലിൻ്റെ പേരാണ് സ്പെർമാറ്റോഗോണിയം. ആ സ്പെർമാറ്റോഗോണിയങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ ചില സ്പെർമാറ്റോഗോണിയങ്ങൾ വലുതാകുന്നു. അപ്പോൾ അതിൻ്റെ പേര് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സ്പെർമാറ്റോജനസിസ് ഞങ്ങളൊന്ന് ഓർമ്മാക്കാണ്. സ്പെർമാറ്റോഗോണിയങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ സ്പെർമാറ്റോഗോണിയങ്ങളുടെ എണ്ണം കൂടുന്നു. ഒരുപാട് സ്പെർമാറ്റോഗോണിയങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഡിവിഷൻ നടക്കുന്ന മൈറ്റോസിസ് ആണ്. ചില സ്പെർമാറ്റോഗോണിയങ്ങൾ വലുതായിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 നടക്കുന്നു. അപ്പോൾ അത് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ പോളാർ ബോഡി അല്ല ഉണ്ടാവണേ. 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. അതിന് മിയോസിസ് 2 നടക്കുമ്പോൾ ഓരോന്നിനും മിയോസിസ് 2 നടക്കും. അങ്ങനെ മൊത്തം 4 സെല്ലുകൾ ഉണ്ടാവും. ആ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റീഡ്. ആ ഓരോരോ സ്പെർമാറ്റിഡും പിന്നെ സ്പേമായിട്ട് മാറുകയാണ് ചെയ്യുക. ഓരോരോ സ്പെർമാറ്റിഡും ഓരോ സ്പേമായിട്ട് മാറുക ചെയ്യുക. ഇതാണ് സ്പെർമാറ്റോജനസിസ്. ഇവിടെ ഒരു സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമുകൾ ഉണ്ടാവും. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 നടന്നിട്ട് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നു. അതിന് മിയോസിസ് 2 നടന്നാൽ സ്പെർമാറ്റിഡ് ആവുന്നു. അങ്ങനെ മൊത്തം 4 സ്പെർമാറ്റിഡ് ഉണ്ടാവുന്നു. അതൊക്കെ ഓരോരോ സ്പേം ആവുന്നു. എന്നാൽ ഊജനസിസ് ഞങ്ങൾക്ക് പറഞ്ഞെന്ന് ഒരു ഊജനസിസിൻ്റെ സമയത്ത് ഒരു ഓവേ ഉണ്ടാവണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പോളാർ ബോഡികളാണ് ഉണ്ടാവുന്നത്. മനസ്സിലായി കാണും നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയഗ്രാം ഓഫ് എ മെമാലിയൻ സ്പേം ഈസ് ഗിവൺ. ലേബൽ ദ പാർട്സ് മാർക്ക്ഡ്. എ അക്രോസോം ആണ്. സ്പേമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ അക്രോസോം ആണ്. ബി ന്യൂക്ലിയസ് ആണെന്ന് ഡിവൈഡ് മാർക്ക് ചെയ്ത് നിങ്ങളെ ആൻസറായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കീമാറ്റിക് റെപ്രസെൻറ്റേജ് ഓഫ് ഗാമിറ്റോജനസിസ് ഈസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഇവിടെ നോക്കി ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ എ ആരാണ്? 4 സ്പേമുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് സ്പെർമാറ്റോജനസിസ് ആണ്. എന്നാൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊജനസിസ് ആണ്. എ സ്പെർമാറ്റോജനസിസും ബി ഊജനസിസും ആണ്. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഒരു മെയിൻ ഡിഫറൻസ് ഒന്ന് തന്നെയാണ്. ഒരു സ്പെർമാറ്റോജനസിസിൻ്റെ സമയത്ത് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേമുകൾ ഉണ്ടാവും? 4 സ്പേമുകൾ ഉണ്ടാവും. എന്നാൽ പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരു ഓവ ഉണ്ടാവുള്ളൂ. അത് എഴുതാൻ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. സ്പെർമാറ്റോജനസിസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഊജനസിസ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എഴുതാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ബിലോ ഷോസ് ദ ലെവൽ ഓഫ് LH ആൻഡ് FSH അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് മെൻസ്ട്രുവൽ. ഇവിടെ നോക്കുക. നെയിം ദ സോഴ്സ് ഓഫ് LH ആൻഡ് FSH. എൻ്റെ ബോഡിയിൽ LH ഉം FSH ഉണ്ടാക്കണ ഗ്ലാൻഡ് ഏതാ? പിറ്റ്യൂട്ടറി എന്ന് എഴുതിയാൽ നിങ്ങളെ ആൻസറായി. LH ഉം FSH ഉണ്ടാക്കണ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ദ ലെവൽ ഓഫ് LH ഈസ് മാക്സിമം ഡ്യൂറിങ് ദ മിഡിൽ ലേ ഓഫ് സൈക്കിൾ. മെൻഷൻ ഇറ്റ്സ് ഇഫക്റ്റ്. LH 14ാമത്തെ ദിവസം പെട്ടെന്ന് കൂടും. നിങ്ങൾക്ക് അറിയാം. 14ാമത്തെ ദിവസം LH പെട്ടെന്ന് കൂടും. അതിനെ വിളിക്കണ പേരാണ് LH സർജി. ആ കാരണത്താലാണ് ഒവുലേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ചോദിച്ചാൽ ഒവുലേഷനാണ്. നോട്ട് ദ ഫങ്ഷൻ ഓഫ് LH ഇൻ മെയിൽസ്. മെയിൽസിൽ LH എന്ത് ചെയ്യുന്നു? ഇറ്റ് സ്റ്റിമുലേറ്റ് ടെസ്റ്റീസ്. ടെസ്റ്റിസിലുള്ള ലെഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. LH സ്റ്റിമുലേറ്റ് ലെഡിക് സെൽസ്. ടെസ്റ്റിസിനുള്ളിലുള്ള ലെഡിക് സെൽസിനെ കൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യിപ്പിക്കും. എന്താണ് LHന് മെയിൽസിൽ ചെയ്യുന്ന ജോലി? LH സ്റ്റിമുലേറ്റ് ലെഡിക് സെൽസ് ഇൻ ടെസ്റ്റീസ് ടു പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം പ്രൊവൈഡഡ്. ഡു നോട്ട് കോപ്പി ദ പിക്ചർ. നിങ്ങൾ കോപ്പി ചെയ്യേണ്ട. ലേബൽ എ ആൻഡ് ബി. ഇതിൽ എ എന്താണ്? ബി എന്താണ്? ഇതൊക്കെ ഇത് നിങ്ങൾക്ക് ഗ്രാഫിയൻ ഫോളിക്കിളാണ് തന്നിട്ടുണ്ട്. അപ്പം ബി ഏത് ഫോളിക്കിളായിരിക്കും? ടെർഷറി ഫോളിക്കിളായിരിക്കും. അപ്പോൾ എ ഏത് ഫോളിക്കിളായിരിക്കും? പ്രൈമറി ഫോളിക്കിളായിരിക്കും. എ പ്രൈമറി ഫോളിക്കിളാണ്. ബി ടെർഷറി ഫോളിക്കിളാണ്. ഇത് ഗ്രാഫിയൻ ഫോളിക്കിളാണ്. ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യണതിനാണ് ഒവുലേഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്നത് 14ാമത്തെ ദിവസമാണ്. 14th ഡേ ആണ്. അപ്പോൾ അവിടെ 14th ഡേ എഴുതിയാൽ ആൻസറായി. നെയിം ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ LH ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ 14th ഡേ. അന്നാണ് ഓവുലേഷൻ നടക്കുക. നെയിം ദ പ്രോസസ് ഇൻഡ്യൂസസ് ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അതിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ. റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഫോമിങ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവുലേഷൻ നടന്നതിന് ശേഷം പിന്നെ ഓവറിയിലുള്ള ഈ സാധനത്തിന് വിളിക്കുന്ന പേര് കോർപ്പസ് ലൂട്ടിയം എന്നാണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഓവ ഇറങ്ങിപ്പോയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ കോർപ്പസ് ലൂട്ടിയായിട്ടുമാണ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കോർപ്പസ് ലൂട്ടിയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് സ്പേം വിത്ത് ഓവം. സ്പേമും ഓവും കൂടെ കൂടിച്ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ്
ഫെർട്ടിലൈസേഷൻ. സ്പേമും ഓവും കൂടെ കൂടി ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ഇസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഈ തന്നത്. അതിൽ എ ഇന്നർ സെൽമാസ് ആണ്, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽമാസ് ആണ്. ബി ട്രോഫോബ്ലാസ്റ്റ് ആണ്. എന്താണ് ട്രോഫോബ്ലാസ്റ്റിൻ്റെ ജോലി? ഈ ഐഡൻറ്റിഫൈ എ ആൻഡ് ബി, അത് നിങ്ങൾക്ക് കിട്ടി. എന്താണ് എ ഇന്നർ സെൽമാസ് ആണ്, ബി ട്രോഫോബ്ലാസ്റ്റ് ആണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ ആൻഡ് ബി. എ ചെയ്യണ ജോലി ഇന്നർ സെൽമാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്, കുട്ടിയായിട്ട് മാറുന്നത്. എംബ്രിയോ ഇന്നർ സെൽമാസ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ്. ഇന്നർ സെൽമാസ് ആണ് കുട്ടിയായിട്ട് മാറുന്നത്. ട്രോഫോബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തേക്ക് ഒട്ടുന്നത്, യൂട്രസ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഒട്ടുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഇംപ്ലാന്റേഷൻ. ട്രോഫോബ്ലാസ്റ്റ് ബി എന്ന് പറഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ഇംപ്ലാന്റേഷൻ. കുട്ടിയെ എൻഡോമെട്രിയത്തിനുള്ളിൽ ഒട്ടിക്കുക അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുക. ആരെ? നമ്മളെ ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്, കുട്ടിയെ എംബ്രിയോനെ ഒട്ടിക്കുക. അതിന് വേണ്ടി അതാണ് ആരുടെ ജോലി? ട്രോഫോബ്ലാസ്റ്റിൻ്റെ ജോലി. ഇറ്റ് ഹെൽപ്പ് ഇൻ ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ദ യൂറിൻ സാമ്പിൾ ഓഫ് എ ലേഡി ഈസ് ടെസ്റ്റഡ്, പ്രസൻസ് ഓഫ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഈസ് ഡിറ്റക്റ്റഡ്. ഒരു ഫീമെയിലിൻ്റെ മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ പ്രഗ്നൻ്റ് ആണെന്നാണ്. വാട്ട് ഡസ് ദ പ്രസൻസ് ഓഫ് SCG ഇൻഡിക്കേറ്റ്? കാരണം SCG പ്രഗ്നൻസിയിൽ മാത്രം കാണുന്ന ഹോർമോണാണ്. ദ ഫീമെയിൽ ഈസ് പ്രഗ്നൻറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി. ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി വിച്ച് ഈസ് ദ സോഴ്സ് ഓഫ് SCG. പ്ലാസൻ്റ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. പ്ലാസൻ്റ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് പ്രഗ്നൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ റീപ്രഡക്റ്റീവ് സിസ്റ്റം ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഒക്കർ? ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുക? ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് അറിയാം, അത് ഫെല്ലോപ്പിയൻ ട്യൂബിൻ്റെ ആംബുള്ളയിൽ വെച്ചിട്ടാണ്. ആംബുള്ള ഓഫ് ഫെല്ലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാലും മതി. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിലാണ്. യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ നിന്ന് എടുത്തു വേണേൽ പറയാം, എൻഡോമെട്രിയം ഓഫ് യൂട്രസ് എന്ന് പറയാം. ഇത് ആംബുള്ള ഓഫ് ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് വേണേൽ എടുത്ത് പറയാം, ഫെല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സീക്വൻസ്. എന്താ സീക്വൻസ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സ്പേമും ഓവും കൂടെ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അപ്പോൾ സൈഗോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ടിന് ഡിവിഷൻ നടക്കും. ആ ഡിവിഷൻ്റെ പേരാണ് ക്ലീവേജ്. അപ്പോൾ ആ സെല്ല് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളാവും. അങ്ങനെ 4 സെല്ലുകളാവും, 8 സെല്ലുകളാവും. 8 സെല്ലാവും അതിനെ വിളിക്കുന്ന പേരാണ് മോറുല. ആ മോറുല പിന്നെ 62 സെല്ല് സ്റ്റേജ് ആവും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റുല. ആ ബ്ലാസ്റ്റുല യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിൽ ഒട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഓർഡർ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാവണു, ക്ലീവേജ് നടക്കുന്നു, മോറുലുണ്ടാവണു, ബ്ലാസ്റ്റിലുണ്ടാവണു, അതിനെ ഇംപ്ലാന്റ് ചെയ്യണു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മദേഴ്സ് മിൽക്ക് ഈസ് കൺസിഡേർഡ് ആസ് വെരി എസെൻഷ്യൽ ഫോർ എ ന്യൂ ബോൺ ബേബി. നെയിം ദ ഫസ്റ്റ് മിൽക്ക് റിലീസ്ഡ് ഫ്രം മദർ ജസ്റ്റ് ആഫ്റ്റർ ബർത്ത്. ആ പാലിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രാം. ആദ്യം ഉണ്ടാവുന്ന പാല്, പ്രസവം കഴിഞ്ഞ ഉടനെ ആദ്യം ഉണ്ടാവുന്ന പാലിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രാം. വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? ഇറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റിബോഡീസ്. ഇറ്റ് ഗേവ് ഇമ്മ്യൂണിറ്റി ടു ദ ന്യൂ ബോൺ ബേബി. ന്യൂ ബോൺ ബേബിക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ വേണ്ടി അതിൽ ഒരുപാട് ആൻറ്റിബോഡീസ് ഉണ്ട്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ആൻറ്റിബോഡീസ്. ആദ്യം ഉണ്ടാവുന്ന പാലിനെ വിളിക്കുന്ന പേരാണ് കൊളസ്ട്രാം. ഇതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അടുത്ത റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സാധാരണ പരീക്ഷകൾക്ക് കണ്ടുകൊണ്ടിരുന്നത്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. അടുത്ത ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഡയഗ്രാം ഷോൺ ഗീവൺ ഈസ് എ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. വാട്ട് ഈസ് ദ മെത്തേഡ് ഷോൺ ഇൻ ദ ഡയഗ്രാം? ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ വിളിക്കുന്ന പേരാണ് ട്യൂബക്ടമി. മെയിൽ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി. മെയിൽ സ്റ്റെറിലൈസേഷൻ ആണ് നിങ്ങളെ ക്വസ്റ്റ്യൻ എങ്കിൽ അത് വാസക്ടമിയാണ്. സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ, അതുകൊണ്ടാണ് എടുത്ത് പറയണത്. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ വിളിക്കുന്ന പേര് ട്യൂബക്ടമി. മെൻഷൻ എനി 2 ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ടു പ്രിവെൻറ്റ് കൺസെപ്ഷൻ. പ്രഗ്നൻ്റ് ആവാതെക്കാളുള്ള 2 ഇൻട്രായൂട്രൈൻ ഡിവൈസ്, യൂട്രസിൻ്റെ ഉള്ളിലിടുന്ന 2 ടൈപ്പ് ഡിവൈസുകൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് അറിയാം. ഒന്ന് കോപ്പറേറ്റീവാണ്, വേറൊന്ന് ലിപ്പീസ് ലൂപ്പാണ്. ഇങ്ങനെ ഒരുപാട് ഇൻട്രായൂട്രൈൻ ഡിവൈസുകളുണ്ട്. 2 എണ്ണമാണ് ഇങ്ങോട്ട് എഴുതാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ സർജിക്കൽ മെത്തേഡ് ഓഫ് മെയിൽ സ്റ്റെറിലൈസേഷൻ കോൾഡ്? അതിനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി. ഫീമെയിൽ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരാണ് ട്യൂബക്ടമി. മെയിൽ സ്റ്റെറിലൈസേഷനെ വിളിക്കുന്ന പേരാണ് വാസക്ടമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
One among the contraceptive method is peculiar. Find the odd one which is common. What is common among others? Periodic abstinence, coitus interruptus, lactation amenorrhea. ഇതൊക്കെ നാച്ചുറൽ മെത്തേഡുകളാണ്. അതിൽ വരാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ IUD. വേറെയുള്ളൊക്കെ നാച്ചുറൽ മെത്തേഡ്സോ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് വന്നത്. ഇതിൽ വരാത്ത ഒരാൾ IUD ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്, റൈറ്റ് ദ റീസൺ. കോപ്പർ കോപ്പർ റിലീസിങ് IUD ആണ്. കോപ്പർ 7 കോപ്പർ റിലീസിങ് IUD ആണ്. മൾട്ടിലോഡ് 375 കോപ്പർ റിലീസിങ് IUDസുകളാണ്. ഇവന്മാർ മൂന്നാളും കോപ്പർ റിലീസിങ് IUDകളാണ്. എന്നാൽ LNG ഈസ് ഹോർമോൺ റിലീസിങ് IUD. LNG-20 ഈസ് ഹോർമോൺ റിലീസിങ് IUD. അതുകൊണ്ട് അവനാണ് ഓഡ് വൺ. LNG-20 ആണ് ഓഡ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. ഈ കാണുന്നത് കോപ്പറിറ്റിയാണ്. ഹൗ ഇറ്റ് വർക്ക്? ഇറ്റ് റിലീസസ് കോപ്പർ അയോൺസ്. ആൻഡ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറക്കും. ഇറ്റ് റിലീസ് കോപ്പർ അയോൺസ് ആൻഡ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. ഈ കാണുന്നത് കോപ്പറിറ്റിയാണ്. അതിൽ വന്ന് കോപ്പർ അയോൺസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്പേം മോട്ടിലിറ്റി കുറക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, categorize the given birth control methods into 3 groups with a proper heading. ഇവിടെ നോക്കുക, സർവിക്കൽ ക്യാപ്പ് ഉണ്ട്, വാസക്ടമി ഉണ്ട്, കോപ്പറിറ്റി ഉണ്ട്, ട്യൂബക്ടമി ഉണ്ട്, ഡയഫ്രം ഉണ്ട്, കോണ്ടംസ് ഉണ്ട്, ലിപ്പ് സ്ലൂപ്പ് ഉണ്ട്. പേര് കേട്ടാൽ തന്നെ അറിയാം. ഇതിനെ നമുക്ക് 3 ഹെഡിങ്ങുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാണ് ബാരിയർ മെത്തേഡ്സ്. ബാരിയർ മെത്തേഡ്സിലാണ് സർവിക്കൽ ക്യാപ്പുകളും കോണ്ടംസും ഡയഫ്രംസും ഇത് 3ഉം ബാരിയർ മെത്തേഡ്സിൽ വന്ന്. പിന്നെ ഉള്ളതാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ്, സർജിക്കൽ മെത്തേഡുകളാണ് വാസക്ടമി, ട്യൂബക്ടമി. സർജിക്കൽ മെത്തേഡുകൾ എന്ന് പറയാട്ടോ, സർജിക്കൽ മെത്തേഡുകളാണ്. പിന്നെ IUDസുകളാണ് 2 ഉള്ളത്, കോപ്പറിറ്റി, ലിപ്പി സ്ലൂപ്പ്. അങ്ങനെ ഈ 3 ഹെഡിങ് ആയിട്ട് എഴുതാം. ഒന്നാണ് ബാരിയർ മെത്തേഡ്, അതിൽ സർവിക്കൽ ക്യാപ്പ് വന്ന്, ഡയഫ്രം വന്ന്, കോണ്ടം വന്ന്. സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡിലാണ് വാസക്ടമി, ട്യൂബക്ടമി വരുന്നത്. IUDസിലാണ് കോപ്പറിറ്റി, ലിപ്പി സ്ലൂപ്പ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ കപ്പിൾ came to know that they have a girl child during the 4th month of pregnancy. 4ാം മാസത്തിലാണ് അവരറിയണത്. And they decided to do MTP. What is MTP? MTP is medical termination of pregnancy. അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അറിഞ്ഞുകൊണ്ട് അബോർട്ട് ചെയ്യുക. ഈ കുട്ടി എനിക്ക് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് അബോർട്ട് ചെയ്യുക, അതിനെ വിളിക്കുന്ന പേരാണ് MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഈസ് MTP റിലേറ്റീവ്ലി സേഫ്? 3 മാസത്തിൻ്റെ മുമ്പ്, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയാം. 3 മാസത്തിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ബിഫോർ 12 വീക്സ് അതാണ് സേഫ്. 12 ആഴ്ചയുടെ മുമ്പ്, അല്ലെങ്കിൽ 3 മാസത്തിന് മുമ്പ്, അല്ലെങ്കിൽ 1ാമത്തെ ട്രൈമസ്റ്ററിൽ, 3ാം മാസം വരെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഹൗ വുഡ് യു റെസ്പോണ്ട് ടു ദ ഡിസിഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസൈഡ് ബൈ ദ കപ്പിൾ? ആ കുട്ടീനെ അബോർട്ട് ചെയ്യാൻ ആ കപ്പിൾസ് ചെയ്തത്, നിങ്ങൾ എങ്ങനെ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യും? യു വിൽ റെസ്പോണ്ട് നെഗറ്റീവ്ലി. യു വാണ്ട് ടു റെസ്പോണ്ട് നെഗറ്റീവ്ലി. നിങ്ങളെ ഉത്തരതാണ് ഐ വിൽ. നിങ്ങൾ എഴുതാട്ടോ, ഐ വിൽ റെസ്പോണ്ട് നെഗറ്റീവ്ലി. ആൻഡ് യു വിൽ അവെയർ ദ കപ്പിൾസ്. ആ കപ്പിൾസിന് നിങ്ങൾ എന്ത് ചെയ്യും? അവെയർനെസ് കൊടുക്കുന്നതാണ് നിങ്ങൾ എഴുതേണ്ട ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, STDs present a major health concern in both industrialized and developing countries. What you mean by STD? STD എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇണ ചേർന്നാൽ പകരുന്ന രോഗങ്ങൾ, അതാണ് STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നെയിം 2 STDs സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. നെയിം 2 STDs. ഗൊണോറിയ എഴുതാം, സിഫിലിസ് എഴുതാം, എയ്ഡ്സ് എഴുതാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. എയ്ഡ്സ് എഴുതാം, ഹെപ്പറ്റൈറ്റിസ് B എഴുതാം. അങ്ങനെ ഒരുപാട് ഡിസീസുകളുണ്ട്. സജസ്റ്റ് 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ്. STDs പ്രിവെൻറ്റ് ചെയ്യാൻ യൂസ് ഓഫ് കോണ്ടംസ്. 1. 2, അവോയ്ഡ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ. ഒന്നിൽ കൂടുതൽ സെക്ഷൽ പാർട്ട്നേഴ്സിനെ ഇല്ലാതാക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യാതാക്കുക. അവോയ്ഡ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്ണർ ആൻഡ് യൂസ് ഓഫ് കോണ്ടംസ്. ഇതാണ് 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് STDs. 2 STDസിൻ്റെ പേരാണ് ഗൊണോറിയ ആൻഡ് സിഫിലിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് ദാറ്റ് യൂസസ് എൻ ഏർലി എംബ്രിയോ
വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമീസ്. ഇതിൽ 8 ബ്ലാസ്റ്റോമീസ് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണ് ഉള്ളത്? അതാണ് ZIFT, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ IVF ചെയ്യുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ചെയ്യുമ്പോൾ ലാബിൽ ഉണ്ടാക്കി വെച്ച സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിൽ കൊണ്ടിട്ട് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്നാൽ ഒന്നെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൽ സൈഗോട്ടിനെ കൊണ്ടിടും, അല്ലെങ്കിൽ എംബ്രിയോ വിത്ത് ലെസ് ദാൻ 8 ബ്ലാസ്റ്റോമിയേസ്. 8 ബ്ലാസ്റ്റോമിയേസും കുറവുള്ള ആൾക്കാരെ എവിടെ കൊണ്ടിടുക? ഫലോപ്പിയൻ ട്യൂബിലാണ് കൊണ്ടിടുക. അതിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേസ് ആണെങ്കിൽ യൂട്രസിൽ കൊണ്ടിടും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. GIFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. അവിടെ സൈഗോട്ട് അല്ല ഉപയോഗിക്കുന്നത്, ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. അത് എപ്പോഴാണ് ചെയ്യാൻ ഞങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. അടുത്ത IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷനാണ്. യൂട്രസിൻ്റെ ഉള്ളിലേക്ക് സെമൻ എത്തിച്ചു കൊടുക്കുക, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ് IUI. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം 8 ബ്ലാസ്റ്റോമിയേസ് ഉപയോഗിക്കുന്ന മെത്തേഡ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സജസ്റ്റ് ദ ART വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ദ ഫോളോയിങ് കണ്ടീഷൻ. എ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ഓവം. ഒരു ഫീമെയിലിന് ഓവം ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവിറോൺമെൻറ്റ് ഫോർ ഫെർട്ടിലൈസ് ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ്. വേറെ ഒരു പ്രശ്നമൊക്കെ ഇല്ല, അവളുടെ പ്രശ്നം അവൾക്ക് ഓവം ഉണ്ടാക്കാൻ കഴിവില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡോണറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഓവം അവളുടെ ഫലോപ്പിയൻ ട്യൂബിൽ കൊണ്ടിട്ട് കൊടുക്കുക. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ എൻ്റെ വൈഫിന് ഓവം ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ ഒരു ഡോണറിനോട് ഒരു ഓവം വാങ്ങിയിട്ട് അവളുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഇട്ട് കൊടുക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഗാമീറ്റ്. അതിൻ്റെ വൈഫിൻ്റെ ഫലോപ്പിയൻ ട്യൂബിൽ ഇട്ട് കൊടുക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഗാമീറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. മെയിൽ പാർട്ട്ണർ. അടുത്ത ക്വസ്റ്റ്യൻ. മെയിൽ പാർട്ട്ണർ ഈസ് അണേബിൾ ടു ഇൻസെമിനേറ്റ്. സെമൻ വജൈനയിലോട്ട് എത്തിക്കാൻ കഴിവില്ലെങ്കിൽ ദ ഫീമെയിൽ ഓർ ആസ് ലോ സ്പെർം കൗണ്ട് ആണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഒരു മെയിലിന് സെമന് ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിൽ എത്തിക്കാൻ കഴിവില്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഡു നോട്ട് ഒക്കർ വിത്തിൻ ദ ബോഡി ഓഫ് ഫീമെയിൽ. അത് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിലാണ്. ഉള്ളിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കണില്ലെങ്കിൽ നിങ്ങൾ അവിടെ IVF ചെയ്യുക. ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഡു നോട്ട് ഒക്കർ വിത്ത് ദ ബോഡി. ആ ഫീമെയിലിൻ്റെ ബോഡിയിൽ സൈഗോട്ട് ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ സ്പേമും ഓവും കൂടെ എടുത്തിട്ട് ലാബിൽ വെച്ച് കൂട്ടിച്ചേർക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fetal sex can be determined by a test based on the chromosomal pattern from the amniotic fluid. Amniotic fluid എന്നുള്ള ക്രോമസോമൽ പാറ്റേൺ നോക്കിയാൽ കുട്ടിയുടെ സെക്സ് നമുക്ക് അറിയാൻ പറ്റും. വാട്ട് ഈസ് ദിസ് ടെസ്റ്റ്? ആ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് അമ്നിയോസിന്തസിസ്. കുട്ടിയുടെ സെക്സ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് അമ്നിയോസിന്തസിസ്. റിലീവിങ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ത്രൂ ദിസ് ടെസ്റ്റ് ഈസ് ബാൻഡ്. കുട്ടീനെ ഇങ്ങനെ നമ്മൾ സെക്സ് കണ്ടുപിടിക്കുന്നത് ബാൻഡ് ചെയ്തിട്ടുണ്ട്. ഈസ് ദിസ് ബാൻ നെസസറി? കമൻറ്റ് നിങ്ങൾ എഴുതണം. യെസ്, ബാനിങ് ഓഫ് അമ്നിയോസിന്തസിസ് ഈസ് നെസസറി ബിക്കോസ് ഇഫ് വി ആർ യൂസിങ് അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ വേണ്ടി നമ്മൾ അമ്നിയോസിന്തസിസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുട്ടി, ഇഫ് ഇറ്റ് ഈസ് ഫൈൻഡ് ദാറ്റ് ദ ഫീറ്റസ് ഈസ് ഫീമെയിൽ, ഇറ്റ് ലീഡ് ടു ഫീമെയിൽ ഫീറ്റിസൈഡ്, അല്ലെങ്കിൽ ഇറ്റ് മേ ലീഡ് ടു അബോർഷൻ. ആ ഇപ്പോൾ കുട്ടി പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിനെന്ത് ചെയ്യും? അബോർട്ട് ചെയ്യും. അതുകൊണ്ട് അമ്നിയോസിന്തസിസ് സെക്സ് ഡിറ്റർമിനേഷനും വേണ്ടി ബാൻ ചെയ്യൽ നിർബന്ധമാണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോവഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ ഈസ് നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അതിനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, അല്ലെങ്കിൽ in vitro fertilization. In vitro fertilization followed by embryo transfer is known as test tube baby program. Next question. Genetics എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജെനറ്റിക്സ് 1-ലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ പീ പ്ലാന്റ് ദ ജീൻ ഫോർ യെല്ലോ സീഡ് കളർ ഈസ് ഡോമിനൻ്റ് ഓവർ ഗ്രീൻ ആൻഡ് റൗണ്ട് സീഡ് ഷേപ്പ് ഈസ് ഡോമിനൻ്റ് ഓവർ റിങ്കിൾഡ്. The 4 types of gametes formed in a heterozygous pea plant with yellow and round. ഇയാൾ ഉണ്ടാക്കണ ഗാമീറ്റുകൾ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളോട് ഗാമീറ്റ് എഴുതാൻ പറയുമ്പോൾ ഇത്ര ഞങ്ങൾ ചെയ്തുകൊണ്ട് ഇത് 4 ജീനാണ്.
ഇത് 4 ജീനാണ്. നിങ്ങൾ ഗാമീറ്റ് എഴുതുമ്പോൾ ആ ജീന് 4 ജീനിൽ നിന്ന് 2 എണ്ണേ ഗാമീറ്റിൽ വരാൻ പാടുള്ളൂ. ഒരു ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് 1 എഴുതുക, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന് 1 എഴുതുക, ക്യാപിറ്റൽ വൈ എഴുതുക, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് 1 എഴുതുക. ഇതാണ് അയാൾ ഉണ്ടാക്കുന്ന ഒരു ഗാമീറ്റ്. വേറൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വൈൻ്റെ കൂടെ സ്മോൾ ആർ വരാം. വേറൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വൈയും ക്യാപിറ്റൽ ആറും വരാം. വേറൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ വൈയും സ്മോൾ ആറും വരാം. ഈ 4 ടൈപ്പ് ഗാമീറ്റാണ് ആളെ എഴുതുക. എങ്ങനെ എഴുതണ്ടേ പറഞ്ഞതെന്ന്, ഇത് 4 ജീനുകളാണ്. ഗാമീറ്റിൽ 2 ജീനേ വരാൻ പാടുള്ളൂ. ഈ ഒരു പേരിന്ന് 1ഉം ഈ ഒരു പേരിന്ന് 1 വരാൻ പാടുള്ളൂ. ഇതിൽ നിന്ന് ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും വന്ന ചാൻസ് വരാം. ക്യാപിറ്റൽ വൈൻ്റെ കൂടെ സ്മോൾ ആർ വരാം, സ്മോൾ വൈൻ്റെ കൂടെ ക്യാപിറ്റൽ ആർ വരാം, സ്മോൾ വൈൻ്റെ കൂടെ സ്മോൾ ആർ വരാം. ഈ 4 ടൈപ്പ് ഗാമീറ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ടേബിൾ ഷോസ് F2 ജനറേഷൻ ഓഫ് എ ഡൈഹൈബ്രിഡ് ക്രോസ്. ഐഡൻറ്റിഫൈ ദ ഫീനോടൈപ്പ് വിത്ത് ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പ്. ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പ്. നിങ്ങൾക്ക് അതിന് ആദ്യം നിങ്ങളൊരു കാര്യം അറിയണം. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? 9:3:3:1 ആണ്. അത് നിങ്ങൾക്ക് കാണാതെ അറിയണേ. ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 ആണ്. ഇതിലെ ഈ 1 ആണ് ഹോമോസൈഗസ് റെസസീവ്. ആ ഹോമോസൈഗസ് റെസസീവ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ സ്മോൾ വൈ അതാണ് ഹോമോസൈഗസ് റെസസീവ്. ഇങ്ങോട്ട് ഇവിടെ ചോദിക്കണത് ഇതിലെ 1 ആട്ടോ ഹോമോസൈഗസ് റെസസീവ്, ഇതിലെ 9 ഹോമോസൈഗസ് റെസസീവ് അല്ല, ഇതിലെ 1 ആണ് ഹോമോസൈഗസ് റെസസീവ്. അപ്പോൾ നമ്മൾ ചോദിക്കാതെ ഫോളോയിങ് ടേബിൾ ഷോസ് F2 ജനറേഷൻ ഇൻ എ ഡൈഹൈബ്രിഡ് ക്രോസ്. ഐഡൻറ്റിഫൈ ദ ഫീനോടൈപ്പ് വിത്ത് ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പ്. ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പുള്ള ക്യാപിറ്റൽ ആർ സ്മോൾ വൈ വരുന്നത് ഈ 1 ആണ്. അപ്പോൾ ഈ തന്നതിൽ 9:3:3:1 പകരം ഇതിൽ ഇവിടെ നോക്കുക 7 തന്നിട്ടുണ്ട്, പിന്നെ 21 ഉണ്ട്, പിന്നെ 63 ഉണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് തന്ന റേഷ്യോയിൽ 9:3:3:1 ആണ് തന്നത്. നമ്മോട് ചോദിക്കണത് ഈ തന്ന ക്വസ്റ്റ്യനിൽ 1 ഏതാണെന്നാ. അപ്പോൾ ഇതാണ് വരിക, 2 ആണ് വരിക, ബി ആണ് വരിക. ബി ആണ് ഈ ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പായിട്ട് വരുന്നത് ബി ആണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് 63:21:21 വരുന്നത് 9:3:3:1 വരണമെങ്കിൽ ആ 1 ആരാണ്? ഈ 7 ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ അത് വരുന്നത് ബി ആണ്. അപ്പോൾ ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പായിട്ട് വരുന്നത് ബി ആണ്. പിന്നെ A:B:C:D ആ ചോദിക്കണത്. എ എത്ര? 21 ബി എത്ര? ബി 7, സി എത്ര? 63, ഡി എത്ര? 21. അപ്പോൾ എത്ര വരും? 3:1:9:3. ഇതാണ് ആ ചോദിച്ചത്. A:B:C:D റേഷ്യോ 3:1:9:3 വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ മോണോഹൈബ്രിഡ് ക്രോസ് ബിറ്റ്വീൻ ഹോമോസൈഗസ് വയലറ്റ് ആൻഡ് വൈറ്റ് ഫ്ലവർ. വയലറ്റും വൈറ്റും തമ്മിലുള്ള ക്രോസാണ് നിങ്ങളോട് വരച്ച് കാണിക്കാൻ പറയണത്. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഈ വയലറ്റ് ഉണ്ടാക്കണ ഗാമീറ്റ് ഇങ്ങനെ എഴുതുക. നിങ്ങൾ ഇത്ര ചെയ്യേണ്ടത് വയലറ്റ് വൈറ്റ് എന്ന് എഴുതുക. വയലറ്റിൻ്റെ ജീനോടൈപ്പാണ് ക്യാപിറ്റൽ ഡബ്ല്യു, വൈറ്റിൻ്റെ ജീനോടൈപ്പാണ് സ്മോൾ ഡബ്ല്യു. അപ്പോൾ അവരുണ്ടാക്കണ ഗാമീറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു, ഇവരുണ്ടാക്കുന്ന ഗാമീറ്റ് സ്മോൾ ഡബ്ല്യു. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യു. ഇത് വയലറ്റാണ്. അത് എഴുതിയ ആൻസറായി. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വൺ ഡിറ്റർമിൻ F1 progenies ആർ ഹോമോസൈഗസ് ഓർ ഹെട്രോസൈഗസ്? F1 പ്രോജനി ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് അറിയാനുള്ള ക്രോസിൻ്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പറഞ്ഞുതരും. എന്താണ് ടെസ്റ്റ് ക്രോസ്? F1 ഹൈബ്രിഡ് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് അറിയാനുള്ള ക്രോസിൻ്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. അത് എഴുതി ഞങ്ങൾ ആൻസറായി. ഇവിടെ നമ്മൾ ചോദിക്കുന്നതാണ് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ വരക്കണം. ഹോമോസൈഗസ് വയലറ്റാണ് ഈ എഴുതിയത്, വൈറ്റാണ് ഈ എഴുതിയത്. അവരുടെ ഗാമീറ്റുകൾ എഴുതി. അത് കൂടി ചേർന്നുണ്ടാവണം F1 കുട്ടി, വയലറ്റ് കുട്ടിയാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഹൗ ക്യാൻ വൺ ഡിറ്റർമിൻ ദ F1 progeny ആർ ഹോമോസൈഗസ്? അതിന് വേണ്ടി ചെയ്യേണ്ട ക്രോസിൻ്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. അതാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്. ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് എ വയലറ്റ് ഫ്ലവേർഡ് പീ പ്ലാന്റ്. അൺനോൺ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡബ്ല്യു ആണോ അല്ല ക്യാപിറ്റൽ ഡി സ്മോൾ ഡബ്ല്യു ആണോ നമുക്ക് അറിയില്ല. വയലറ്റ് പൂവ് ക്യാപിറ്റൽ ഡബ്ല്യു ആയാലും വയലറ്റാണ്, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആയാലും വയലറ്റാണ്. അത് നമുക്ക് അറിയില്ല.
എ റിസർച്ചർ ഡിഡ് ദ ഫോളോയിങ് ക്രോസ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ബി ദ എബോ ക്രോസ് കാൾഡ്? ആ ക്രോസിനെ വിളിക്കേണ്ട പേരാണ് ടെസ്റ്റ് ക്രോസ്. ക്യാൻ യു ഡിറ്റർമിൻ ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് ദ ഫ്ലവേർഡ് പാരന്റ് ബൈ ഡ്രോയിങ് പെന്നൽ സ്ക്വയർ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ നോക്കാം. ഈ ഒരു വയലറ്റ് പൂവ് ക്യാപിറ്റൽ ഡബ്ല്യു ആണോ ക്യാപിറ്റൽ ഡബ്ല്യു ആണോ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആണോ എന്ന് അറിഞ്ഞുകൂടെങ്കിൽ ആ വയലറ്റ് പൂവിനെ ഒരു വൈറ്റിനേറ്റ് ക്രോസ് ചെയ്യിപ്പിക്കുക. വൈറ്റ് നമുക്ക് ഉറപ്പാണ് ക്യാപിറ്റൽ ഡബ്ല്യു ആണ്, അല്ല സ്മോൾ ഡബ്ല്യു ആയിരിക്കും വൈറ്റ്. വൈറ്റ് സ്മോൾ ഡബ്ല്യു ആയിരിക്കും. വയലറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ആവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആവാം. അപ്പോൾ ഈ ഒരു പൂവിനെ, ആ വയലറ്റ് പൂവിനെ വൈറ്റിനേറ്റാണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. രണ്ട് ചാൻസുകളാണ് ഉണ്ടാവുക. രണ്ട് ചാൻസുകളാണ് അവിടെ വരാനുള്ളത്. വയലറ്റ് ഇതാണെന്ന് വിചാരിക്കുക, ഇതാണ് വയലറ്റ്. വയലറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ആവാം, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആവാം. വൈറ്റ് എന്തായാലും സ്മോൾ ഡബ്ല്യു ആയിരിക്കും, അത് ഉറപ്പാണ് നമുക്ക്. അപ്പോൾ ആ ചെടീനെ വൈറ്റിനേറ്റാണ് ക്രോസ് ചെയ്യിപ്പിക്കുക. വയലറ്റ് പൂവുള്ള ആളെ വൈറ്റിനേറ്റാണ് ക്രോസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ രണ്ട് ചാൻസ് വരും, കേസ് 1ഉം കേസ് 2ഉം വരും. ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു ആവാം, അല്ലെങ്കിൽ ഈ വയലറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആവാം. ഈ ക്യാപിറ്റൽ ഡബ്ല്യു ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്രോസ് വരയ്ക്കുന്നത്. അത് വൈറ്റിനായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും എങ്ങനെ ആയിരിക്കും? ക്യാപിറ്റൽ ഡബ്ല്യു ഇവരുണ്ടാക്കണ ഗാമീറ്റ് സ്മോൾ ഡബ്ല്യു, ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ഇത് വയലറ്റ് കളറായിരിക്കും. എന്നാൽ ഈ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആണ് കേസെങ്കിൽ അത് സ്മോൾ ഡബ്ല്യുനായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കും. ചിലത് ക്യാപിറ്റൽ ഡബ്ല്യു ആവാം, ചിലത് സ്മോൾ ഡബ്ല്യു ആവാം. എന്നാൽ ഇവിടുന്ന് സ്മോൾ ഡബ്ല്യു ചാൻസ് മാത്രമേ വരുള്ളൂ. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുകയാണെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വരാം. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുകയാണെങ്കിൽ സ്മോൾ ഡബ്ല്യു വരാം. അപ്പോൾ ഇത് വയലറ്റ് ആയിരിക്കും, ഇത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ വയലറ്റ് കുട്ടികളും വൈറ്റ് കുട്ടികളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആൾ ഹെട്രോസൈഗസ് ആയിരിക്കും. എന്നാൽ വയലറ്റ് കുട്ടികൾ മാത്രമേ ഉണ്ടാവണുള്ളെങ്കിൽ ആൾ ഹോമോസൈഗസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക? ഒരു ചെടി വയലറ്റ്, അതിൻ്റെ ജീനോടൈപ്പ് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ അതിന് വൈറ്റിനേറ്റാണ്ട് ക്രോസ് ചെയ്യിപ്പിക്കുക. ഇങ്ങോട്ട് ഉണ്ടാവണ കുട്ടികൾ നോക്കുക, എല്ലാ കുട്ടികളും വയലറ്റ് ആണെങ്കിൽ ആൾ ഹോമോസൈഗസ് ആയിരിക്കും. എന്നാൽ കുട്ടികൾ വയലറ്റും വൈറ്റും ഇൻ്റെ റേഷ്യോ 1:1 ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആൾ ഹെട്രോസൈഗസ് ആയിരിക്കും. നമുക്ക് തന്ന ക്രോസ് നോക്കുക, അവിടെ വയലറ്റ് കുട്ടികളും വൈറ്റ് കുട്ടികളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആരായിരിക്കും? ഹെട്രോസൈഗസ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. ഈ തന്ന ക്രോസിൽ ഈ വയലറ്റ് പൂവ് ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ആണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റിയത് ഈ കുട്ടികളിൽ വയലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട്. ഈ ആൾ ക്യാപിറ്റൽ ഡബ്ല്യു മാത്രമായിരുന്നെങ്കിൽ, രണ്ടും ക്യാപിറ്റൽ ഡബ്ല്യു ഉള്ള ആളാണെങ്കിൽ എല്ലാ കുട്ടികളും വയലറ്റ് ആയേനെ. ചെറിയൊരു ഐഡിയ കിട്ടി കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ എബോ ക്രോസ് ആൻഡ് നെയിം ദ ഫിനോമിന. ഇവിടെ നോക്കുക, റെഡും വൈറ്റും ക്രോസ് ചെയ്യുമ്പോൾ പിങ്കാണ് ഉണ്ടാവണേ. ഇത് ഏതാ കണ്ടീഷൻ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ആ ക്രോസ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ തിയറട്ടിക്കലി ഗിവൺ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഫിനോമിനൻ. എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്? ഒരു അലീലിക് പെയറിലുള്ള രണ്ട് ജീനുകളും ഡോമിനൻ്റ് അല്ല. ദ അലീലിക് പെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ജീനിൻ്റെ ജീനിൻ്റെ രണ്ട് രൂപങ്ങൾ. ഒരു അലീലിക് പെയറിലുള്ള രണ്ട് ജീനുകളും ഡോമിനൻ്റ് അല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. The genes of a allelic pair are not dominant. Both the genes of a allelic pair are not dominant. ഒരു അലീലി പേരുള്ള രണ്ട് ജീനും ഡോമിനൻ്റ് അല്ലാത്ത അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റഡി ദ ഫോളോയിങ് ക്രോസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ബ്ലഡ് ഗ്രൂപ്പ് ഇൻ മാൻ ഈസ് കൺട്രോൾഡ് ബൈ 3 alleles IA, IB, സ്മോൾ ഐ. ഇവിടെ ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ് തന്നിട്ടുണ്ട്, മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ് തന്നിട്ടുണ്ട്, മോൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണ് തന്നിട്ടുണ്ട്. മോൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ആണെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പ് നിങ്ങൾക്ക് എഴുതാം സ്മോൾ ഐ ആണ്. അപ്പം റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് ഫാദർ, മദർ ആൻഡ് സൺ. മോൻ്റെ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അച്ഛനും അമ്മേൻ്റെ കയ്യിലും ഇവന് സ്മോൾ ഐ വരണമെങ്കിൽ, അച്ഛൻ എ ഗ്രൂപ്പ് ആണെങ്കിൽ അവൻ IA സ്മോൾ ഐ ആയിരിക്കണം. എന്നാൽ അമ്മയുടെ കയ്യിൽ ബി ഗ്രൂപ്പാണ്, അപ്പോൾ IB സ്മോൾ ഐ ആയിരിക്കണം. എന്നാലേ ഈ കുട്ടിക്ക് രണ്ട് സ്മോൾ ഐ കൂടി ചേർന്ന് ഈ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ജീനോടൈപ്പ് IA സ്മോൾ ഐയും അമ്മയുടെ ജീനോടൈപ്പ് IB സ്മോൾ ഐയും ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ അവിടെ IAയോ ആവാം, IA സ്മോൾ ഐയോ ആവാം. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ IBയോ IB സ്മോൾ ഐയോ ആവാം. പക്ഷേ ഇവർക്കൊരു O കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ അച്ഛൻ IA സ്മോൾ ഐയും IB സ്മോൾ ഐയും ആണെങ്കിൽ മാത്രമേ കുട്ടി O ആയിട്ട് വരുള്ളൂ. റൈറ്റ് ജീനോടൈപ്പ് ഓഫ് ഫാദർ, മദർ ആൻഡ് സണ്ണ്. ഫാദറിൻ്റെത് IA സ്മോൾ ഐ, മദറിൻ്റെത് IB സ്മോൾ ഐ,
small a. Name the type of dominance of human blood group. Codominance. Blood group കാണിക്കുന്ന ഡോമിനൻസിന് വിളിക്കുന്ന പേരാണ് കോഡോമിനൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ് ഓഫ് ഡ്രോസോഫില ഇസ് ഗിവൺ. Y യെല്ലോ ആണ്, W വൈറ്റ് ആണ്, M മിനിയേച്ചർ ആണ്. വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? രണ്ട് ജീനുകൾ എടുത്താണെങ്കിൽ മോർ ലിങ്ക്ഡ് ആണ്, വൈയും ഡബ്ല്യൂയും മോർ ലിങ്ക്ഡ് ആണ്. അവിടെ 1.3% മാത്രമേ റീകോമ്പിനേഷൻ കിട്ടണുള്ളൂ, അത് മോർ ലിങ്ക്ഡ് ആണ്. ഹൂ മാപ്പ്ഡ് ദ ക്രോമസോം ഫസ്റ്റ്ലി? ആൽഫ്രഡ് സ്റ്റുവർട്ട് വാൻഡ്. ക്രോമസോം മാപ്പിംഗ് ആദ്യമായിട്ട്, ജീൻ മാപ്പിംഗ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആളാണ് ആൽഫ്രഡ് സ്റ്റുവർട്ട് വാൻഡ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ. ടൈറ്റ്ലി ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ജീനുകൾ തൊട്ടെടുത്താണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ 1.3% ഉണ്ടാവുള്ളൂ, കാരണം ക്രോസിംഗ് ഓവർ കുറയും. രണ്ട് ജീനുകൾ തൊട്ടെടുത്താണെങ്കിൽ ചാൻസസ് ഓഫ് ക്രോസിംഗ് ഓവർ കുറവായിരിക്കും, അപ്പോൾ റീകോമ്പിനേഷൻ കുറയും. ജീനുകൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറും, ഈ രണ്ട് ജീനുകൾ ദൂരം കൂടുതലാണെങ്കിൽ അവിടെ ക്രോസിംഗ് ഓവറിനുള്ള ചാൻസ് കൂടുതലാണ്, അപ്പോൾ റീകോമ്പിനേഷൻ 37.2% കിട്ടും. പറഞ്ഞതിൻ്റെ അർത്ഥത്തിലാണ് ജീനുകൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറും ക്രോസിംഗ് ഓവറുള്ള ചാൻസ് കൂടും, വേരിയേഷൻ കൂടും, റീകോമ്പിനേഷൻ കൂടും. ജീനുകൾ എടുത്താണെങ്കിൽ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്, വേരിയേഷൻ കുറയും, ലിങ്കേജ് കൂടുതലായിരിക്കും. നെക്സ്റ്റ്. എ പൗൾട്രി ഫാം മാനേജർ വാസ് കേഴ്സിങ് ഹിസ് ഹെൻ ഫോർ പ്രൊഡ്യൂസിങ് ലയൺ ഷെയർ ഓഫ് കോക്ക് ഇൻ ഹിസ് പ്രോജനി. ഇവിടെ നോക്കുക, ഒരു പെടക്കോയിനെ ചീത്ത വിളിക്കുകയാണ് ഒരാൾ, ഒരു പൗൾട്രി ഫാം മാനേജർ ഒരു കോയിനെ ചീത്ത വിളിക്കുകയാണ് ഫോർ പ്രൊഡ്യൂസിങ് ലയൺ കയറോ. അവിടെ ഉണ്ടാവുന്നതെല്ലാം പൂവൻ കോഴികളായതുകൊണ്ട് ആരെ ചീത്ത വിളിക്കണത്? ഹെന്നിനെയാണ് ചീത്ത വിളിക്കുന്നത്. ഹിയറിങ് ദീസ് കുമാർ എന്ന് പറഞ്ഞാൽ ആ ഫാമിലുള്ള അറ്റൻഡറാണ്. സ്റ്റാർട്ട് ടു ബ്ലെയിം ഹിസ് വൈഫ് ഫോർ ഡെലിവറിങ് കോൺസിക്യൂട്ടീവ് ഗേൾ ചിൽഡ്രൻ. അത് കണ്ടിട്ട് ആ ഫാമിലുള്ള ഒരു അറ്റൻഡർ അയാളുടെ വൈഫിനെ ചീത്ത വിളിക്കുകയാണ്, പെൺകുട്ടികൾ മാത്രം ജനിച്ചിട്ട്. അനലൈസ് ദ സിറ്റുവേഷൻ സയൻറ്റിഫിക്കലി ആൻഡ് സ്റ്റേറ്റ് വെദർ യു അഗ്രി വിത്ത് കുമാർ. അഗ്രി ചെയ്യാൻ പറ്റൂല, കാരണം കോഴികളുടെ കേസിൽ ദ സെക്സ് ഓഫ് ദ ഓസ്പ്രിങ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സെക്സ് ഓഫ് ഓസ്പ്രിങ് ഡിറ്റർമിൻഡ് ബൈ ഫീമെയിൽ പാരൻ്റാണ്. ഫീമെയിൽ പാരൻ്റ് എന്ന് പറഞ്ഞാൽ പെടക്കോയിയാണ്. ആ പെടക്കോയിയാണ് സെക്സ് തീരുമാനിക്കുന്നത്. ആരുടെ കേസിൽ? ബേഡ്സിൻ്റെ കേസിൽ. കോഴികളുടെ കേസിൽ കോഴിക്കുട്ടിയുടെ സെക്സ് തീരുമാനിക്കുന്നത് തള്ളക്കോഴിയാണെന്ന് പറയാം, നമുക്ക് ഹെന്നാണ് പറയാം. പക്ഷേ ഹ്യൂമൻ ബീസിൻ്റെ കേസിൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യണത് ഫാദറാണ്. സെക്സ് ഓഫ് ഓസ്പ്രിങ് ഡിറ്റർമിൻഡ് ബൈ മെയിൽ പാരൻ്റ്. അവിടെ നമ്മൾ വൈഫിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഹ്യൂമൻ ബീൻസ്, നമ്മളെ കുട്ടികൾ, മനുഷ്യൻ്റെ കുട്ടികൾ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ തീരുമാനിക്കുന്നത് അച്ഛനാണ്, അല്ലാതെ അമ്മയല്ല. പക്ഷെ കോഴികളുടെ കേസിൽ ആരാണ്? പെടക്കോഴികളാണ് തീരുമാനിക്കുന്നത്. അപ്പം ഈ ഫാം മാനേജർ പറഞ്ഞത് തെറ്റില്ല, പക്ഷേ ഈ കുമാർ അത് കണ്ടിട്ട് വൈഫിനെ ചീത്ത പറഞ്ഞത് ശരിയല്ല. അതാണ് എൻ്റെ ബേസിക് ഐഡിയ. നെക്സ്റ്റ്. സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് ആൻഡ് ദെയർ മീനിങ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ടേബിൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇങ്ങനെ ഇട്ടാൽ ബോക്സ് ഇട്ടാൽ അതിൻ്റെ അർത്ഥം മെയിലാണ്, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, ഇങ്ങനെ ഇട്ടാൽ അതിൻ്റെ അർത്ഥം മേറ്റിംഗ് ആണ്, ഇങ്ങനെ ഇട്ടാൽ ചെരിച്ചിട്ടാൽ അതിൻ്റെ അർത്ഥം സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. ആണാണോ പെണ്ണാണോ പറഞ്ഞിട്ടില്ല. അഫക്റ്റഡ് മെയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണം. അഫക്റ്റഡ് മെയിൽ എന്ന് പറഞ്ഞാൽ ബോക്സ് വരച്ച് ഷെയ്ഡ് ചെയ്യണം. ഇതാണ് പെഡിഗ്രിയിലെ സിമ്പലുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫോളോയിങ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ. ഇത് പെഡിഗ്രി അനാലിസിസ് ആണ്. ഐഡൻറ്റിഫൈ ദ ഫിഗർ എന്ന് പറഞ്ഞാൽ പെഡിഗ്രി അനാലിസിസ്. വാട്ട് ഷോസ് ദ ഷെയ്ഡഡ് സിമ്പിൾസ് യൂസ്ഡ്. ഷെയ്ഡഡ് സിമ്പിൾസ് കാണിക്കുന്നത് അഫക്റ്റഡ് ഇൻഡിവിജ്വലുകളാണ്, അവരൊക്കെ രോഗികളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാണിക്കുന്നതൊക്കെ അഫക്റ്റഡ് രോഗികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ജനറ്റിക് അബ്നോർമാലിറ്റീസ് ദർ ജീനോടൈപ്പ് ആൻഡ് ഫീച്ചേഴ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ കോളം ABC റെസ്പെക്റ്റീവ്ലി. മാച്ച് ദം കറക്റ്റ്ലി. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ആകെ 47 ക്രോമസോമുകൾ ഉണ്ടാവും. അവന് ഓട്ടോസോമുകൾ 45 ഉണ്ടാകും. അതിന് 21ാമത്തെ ക്രോമസോം 3 ഉണ്ടാവും. അപ്പോൾ 45 ഓട്ടോസോമുകളും, പിന്നെ ആണോ പെണ്ണോ ആവാം. ഇതാണ് വരിക ഡൗൺ സിൻഡ്രോം. അതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഫറോഡ് ടങ്, പാർഷ്യലി ഓപ്പൺഡ് മൗത്ത് ആയിരിക്കും, ഇങ്ങനെ പോവും. ടർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 + X 0 ആണ്. അത് ആള് പെണ്ണാണ്, പക്ഷേ റൂഡിമെൻ്ററി ഓവറിയൊക്കെ ഉള്ള പെണ്ണുങ്ങളായിരിക്കും ടർണർ സിൻഡ്രോം. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ 44 + XXY ആണ്.
എന്നാൽ മറ്റേ ഫീമെയിൽ ക്യാരക്ടറുകളുള്ള മെയിലുകളായിരിക്കും. ഗൈനക്കോമാസ്റ്റിയ ആൻഡ് സ്റ്റെറിലിറ്റി ഫീമെയിൽ ക്യാരക്ടറുള്ള മെയിലുകളായിരിക്കും. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21ാമത്തെ ക്രോമസോം 3 കണ്ടീഷനാണ്. അവർക്ക് ഓട്ടോസോം ഒന്ന് കൂടുതലായിരിക്കും, 45 ഓട്ടോസോമുകൾ ഉണ്ടാവും. പ്ലസ് XX ആവാം XY ആവാം. എന്നാൽ ടെർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ 44+X0, ക്ലിൻഫെൽട്ടർ എന്ന് പറഞ്ഞാൽ 44+XXY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെൻഡേലിയൻ ഡിസോർഡർ? കളർ ബ്ലൈൻഡ്നെസ് മെൻഡേലിയൻ ആണ്. ഇതിൽ ഡൗൺ സിൻഡ്രോം ആണ് ആൻസർ. ഡൗൺ സിൻഡ്രോം ഈസ് എ ക്രോമസോമൽ ഡിസോർഡർ. ഹീമോഫീലിയ മെൻഡേലിയൻ ആണ്, തലാസീമിയ മെൻഡേലിയൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the amino acid composition of a relevant portion of beta chain of 2 hemoglobin molecule are shown below. ഇവിടെ നോക്കുക, വിച്ച് വൺ ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ് അബ്നോർമൽ? 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പം ബി ആണ് അബ്നോർമൽ. ബി എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ വരുന്ന കണ്ടീഷനാണ്. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സിക്കിൾ സെൽ അനീമിയ. നെയിം ദ ഡിസോർഡർ കോസ്ഡ് ബൈ ഇറ്റ്. ആ പേര് കിട്ടി, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് അബ്നോർമാലിറ്റി? ഇറ്റ് ഈസ് ഡ്യൂ ടു എ പോയിൻ്റ് മ്യൂട്ടേഷൻ. പോയിൻ്റ് മ്യൂട്ടേഷൻ. DNA GAG വരുന്നിടത്ത് GTG ആയി പോകുന്നതാണ് കാര്യം. DNA GAG വരുന്ന ഭാഗം GTG ആയി പോവാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു എ പോയിൻ്റ് മ്യൂട്ടേഷൻ. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് അബ്നോർമാലിറ്റി ഇൻ ദി സച്ച് ഇൻഡിവിജ്വൽ? അയാളുടെ RBCയുടെ ഷേപ്പ് സിക്കിൾ സെല്ലായിട്ട് പോവും. ദ ഷേപ്പ് ഓഫ് ദ RBC ബിക്കം സിക്കിൾ ഷേപ്പ്ഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാം ബിലോ. DNA ഒരു സ്ട്രാൻഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 5 days 3 days ഡയറക്ഷനിൽ ATTGC തന്നിട്ടുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് ദ കോംപ്ലിമെൻ്ററി സീക്വൻസ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് ഷോൺ ബിലോ? ഇത് ജനറ്റിക്സ് 2 തുടങ്ങുകയാണ്. ജനറ്റിക്സ് 2 തുടങ്ങി. ഇവിടെ 3 dash വരും, ഇവിടെ 5 dash വരും, ഇവിടെ TAAGC വരും. അപ്പോൾ ഇതിൽ വരുന്നത് 3 dash TAAGC 5 dash വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഡു നോട്ട് അപ്ലൈ ടു DNA? ഡിയോക്സിറൈബോസ് ഗോനിൻ വരും, റൈബോസ് DNA വരില്ല. ഡിയോക്സിറൈബോസ് യുറാസിൽ DNA വരില്ല. ഗോനിനും തൈമിനും വരും. വരാത്തത് ബിയും സിയും ആയിരിക്കും. അപ്പോൾ ആൻസർ 2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഈ കാണുന്നത് ന്യൂക്ലിയോസോം എന്നാണ് ഇതിൻ്റെ പേര്. ഐഡൻറ്റിഫൈ ദ ഫിഗർ. ഇത് ന്യൂക്ലിയോസോമാണ്. ജനറ്റിക്സ് 2 നിങ്ങളിത് കാണാൻ ന്യൂക്ലിയോസോമാണ്. ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ ദ ഹിസ്റ്റോൺ ഒക്ടാമർ? ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ 8 പ്രോട്ടീനുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കണത് തന്നെ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ യൂക്രോമാറ്റിൻ ഈസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ്. യൂക്രോമാറ്റിൻ ഈസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ലൂസ്ലി പാക്ക്ഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. ആക്റ്റീവ് യൂക്രോമാറ്റിൻ ആണ്. ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ലൂസ്ലി പാക്ക്ഡ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. എന്നാൽ ഹെട്രോക്രോമാറ്റിൻ ആണെങ്കിൽ ഡാർക്ക്ലി സ്റ്റെയിൻഡ്, സ്റ്റെയിന് കൂടുതൽ പിടിക്കണ ഡെൻസ്ലി പാക്ക്ഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് ഹെട്രോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ക്ഡ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക്ലി സ്റ്റെയിൻഡ്, ഡെൻസ്ലി പാക്ക്ഡ്, ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA is better genetic material than RNA. Do you agree with this statement? Yes, because DNA is more stable than RNA. DNA is more stable than RNA. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് അഗ്രി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ് റെപ്ലിക്ക. ഒരു ജനറ്റിക് മെറ്റീരിയലിന് അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. ആ പറഞ്ഞ ശരിയാണ്. എ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് നോട്ട് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ മ്യൂട്ടേഷൻ. ആ പറഞ്ഞ തെറ്റാണ്. ഷുഡ് പ്രൊവൈഡ് സ്കോപ്പ് ഫോർ മ്യൂട്ടേഷൻ ആണ്. എ ജനറ്റിക് മെറ്റീരിയൽ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ്സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടർ. അത് ശരിയാണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി എബോ 1 and 3. Rewrite the wrong statement to correct one. A genetic material should provide scope for mutation. അങ്ങനെ ആവുമ്പോൾ wrong one കറക്റ്റ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ സുവോളജി ഈസ് ഗിവൺ ഇൻ ദ ഡയഗ്രാം.
DNA-യിൽ നിന്ന് ആ mRNA ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA എന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. DNA-യുടെ കോപ്പി ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ. അപ്പോൾ വാട്ട് ഈസ് ABC സ്റ്റാൻഡ് ഫോർ? എ റെപ്ലിക്കേഷൻ ആണ്, ബി ട്രാൻസ്ക്രിപ്ഷൻ ആണ്, സി ട്രാൻസ്ലേഷൻ ആണ്. ഇൻ വിച്ച് ഓർഗാനിസം ദ സെൻട്രൽ ഡോഗ്മ ഈസ് റിവേഴ്സ്ഡ്? സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ജീവികൾക്ക് mRNA-യിൽ നിന്ന് DNA ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, mRNA-യിൽ നിന്ന് തിരിച്ച് DNA ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ കഴിവുള്ള വൈറസുകളാണുള്ളത്. അങ്ങനത്തെ വൈറസുകളെ വിളിക്കുന്ന പേരാണ് റിട്രോ വൈറസ്. അങ്ങനെ ഒരു വൈറസാണ് HIV വൈറസ്. HIV വൈറസ് ഈസ് എ റിട്രോ വൈറസ്. അവൻ എന്തിനുള്ള കഴിവുണ്ട്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mRNA-യിൽ നിന്ന് തിരിച്ച് DNA ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അവൻ്റെ സെൻട്രൽ ഡോഗ്മ റിവേഴ്സ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിസൾട്ട് ഓഫ് ഫേമസ് എക്സ്പെരിമെൻറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ദ എക്സ്പെരിമെൻറ്റ്. ഇത് ആരുടെ എക്സ്പെരിമെൻ്റ് ആണ്? മാത്യു മെസൽസൺ ഫ്രാങ്ക്ലിൻ സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻറ്റ് ബൈ മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റോൾ വിച്ച് പ്രൂവ്ഡ് DNA replication is semi-conservative. DNA replication is semi-conservative എന്ന് പ്രൂവ് ചെയ്ത് ആ ഫിഗറാണ് ഈ കാണുന്നത്. Which property of DNA is proved by this experiment? DNA replication is semi-conservative എന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണത്. മാത്യു മെസൽസൺ ഫ്രാങ്ക്ലിൻ സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ എബോ പ്രോസസ്. ഈ കാണുന്നത് റെപ്ലിക്കേഷൻ ആണ്. റെപ്ലിക്കേഷൻ ആണ്. നെയിം ദ എൻസൈം റിക്വയർഡ് ടു പോളിമറൈസ് DNA സ്ട്രാൻഡ്. DNA സ്ട്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ട എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. നെയിം ദ എൻസൈം റിക്വയർഡ് ടു ജോയിൻ ദ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഒട്ടിച്ചേർക്കാൻ വേണ്ട എൻസൈമിൻ്റെ പേരാണ് DNA ലിഗേസ്. DNA ലിഗേസ്. ഡിസ്കണ്ടിന്യൂസ് ഈ മുറിഞ്ഞ് ഉണ്ടാവുന്ന കഷ്ണങ്ങളെ കൂട്ടിച്ചേർക്കുന്ന എൻസൈമിൻ്റെ പേരാണ് DNA ലിഗേസ്. ഇൻ യൂകാരിയോട്സ് റെപ്ലിക്കേഷൻ ഓഫ് DNA ഒക്കർ ഇൻ എസ് ഫേസ് ഓഫ് സെൽ സൈക്കിൾ. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ ബിലോ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കോഡിംഗ് സ്ട്രാൻഡ്? നമ്മളെ കൊണ്ട് പറ്റും. കാരണം പറഞ്ഞുതരാം. പ്രമോട്ടർ കാണേണ്ടത് 5' അങ്ങനെ കാണുകയാണെങ്കിൽ അത് കോഡിംഗ് സ്ട്രാൻഡ് ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നത് കോഡിംഗ് സ്ട്രാൻഡ് ആണ്, ഈ കാണുന്ന ടെംപ്ലേറ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പ്രമോട്ടർ കാണേണ്ടത് 5' പ്രമോട്ടർ എന്തായാലും 5' ഉണ്ടാവുക. അപ്പോൾ ഈ പ്രമോട്ടർ 5' നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാൻഡ് കോഡിംഗ് ആയിരിക്കും. അപ്പോൾ മറ്റേത് ടെംപ്ലേറ്റ് ആയിരിക്കും. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ കോഡിംഗ് സ്ട്രാൻഡ്? യെസ് ആണ് അതിനുള്ള ആൻസർ. നമ്മളത് കണ്ടുപിടിച്ച് റൈറ്റ് ദ സീക്വൻസ് ഓഫ് RNA ഫ്രം ദിസ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പം ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് എഴുതണം. എൻ്റെ കോംപ്ലിമെൻ്ററി യു, ജീൻ്റെ കോംപ്ലിമെൻ്ററി സി, ടീൻ്റെ കോംപ്ലിമെൻ്ററി എ, സീൻ്റെ കോംപ്ലിമെൻ്ററി ജി, എൻ്റെ കോംപ്ലിമെൻ്ററി യു, ടീൻ്റെ കോംപ്ലിമെൻ്ററി എ, ജീൻ്റെ കോംപ്ലിമെൻ്ററി സി, ടീൻ്റെ കോംപ്ലിമെൻ്ററി എ. അപ്പം UCA GUA CA. What would happen if both the strands of wood act as template for transcription? ട്രാൻസ്ക്രിപ്ഷനിൽ 2 സ്ട്രാൻഡ് പങ്കെടുക്കുകയാണെങ്കിൽ ആ 2 RNA ഉണ്ടാവില്ലേ? രണ്ട് സ്ട്രാൻഡ്. ഒരു സാധാരണ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു സ്ട്രാൻഡേ പങ്കെടുക്കുള്ളൂ. 2 സ്ട്രാൻഡ് പങ്കെടുക്കുകയാണെങ്കിൽ 2 RNA ഉണ്ടാവും. അങ്ങനെ 2 RNA ഉണ്ടായ 2 വ്യത്യസ്ത പ്രോട്ടീനുകൾ ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഒരു സ്ട്രാൻഡേ പങ്കെടുക്കാൻ പാടുള്ളൂ. 2 പങ്കെടുക്കുകയാണെങ്കിൽ 2 RNA ഉണ്ടാവും. ഇപ്പോൾ ഇതേപോലെ ഒരു RNA കൂടി ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഈ സ്ട്രാൻഡ് പങ്കെടുത്ത് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അവിടെ എങ്ങനെ ഒരു സ്ട്രാൻഡ് ഉണ്ടാവും? AGUCAUGGU ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കൂടി അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്ട്രാൻഡ് കൂടി ഉണ്ടായ 2 വ്യത്യസ്ത RNA ഉണ്ടാവും. അപ്പോൾ 2 വ്യത്യസ്ത പ്രോട്ടീനുകൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 സ്ട്രാൻഡുകളും കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനിൽ എത്ര സ്ട്രാൻഡേ പങ്കെടുക്കാൻ പാടുള്ളൂ? ഒരു സ്ട്രാൻഡേ പങ്കെടുക്കാൻ പാടുള്ളൂ. 2 സ്ട്രാൻഡ് പങ്കെടുത്താനുള്ള പ്രശ്നങ്ങൾ 2 RNA ഉണ്ടാവും. അപ്പോൾ 2 പ്രോട്ടീനുകൾ ഉണ്ടാവും. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 RNA കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആയിരിക്കും. അവർ കൂടി ചേർന്ന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആവും. അപ്പോൾ ഈ RNA ഉണ്ടാക്കിയ പ്രോസസ്സ് തന്നെ വെറുതെ ആയി പോവും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ശരിക്കും എത്ര സ്ട്രാൻഡേ പങ്കെടുക്കുള്ളൂ? ഒരു സ്ട്രാൻഡേ പങ്കെടുക്കുള്ളൂ. നെക്സ്റ്റ്,
expressed sequences in the gene are called exons. Expressed സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് exons. Next question. The diagrammatic representation of a process in bacteria is given below. എന്ത് പ്രോസസ്സാണ്? ഐഡൻറ്റിഫൈ ദ പ്രോസസ്സ്. ഈ കാണുന്ന പ്രോസസ്സിൻ്റെ പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ഈ കാണുന്ന പ്രോസസ്സിൻ്റെ പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ഇതാ സിഗ്മ ഫാറ്റർ ഉണ്ട്, അതുപോലെ റോ ഫാറ്റർ ഉണ്ട്. ഇത് ട്രാൻസ്ക്രിപ്ഷനാണ്. നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഇതിലുള്ള എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. ട്രാൻസ്ക്രിപ്ഷനിൽ വേണ്ട എൻസൈമിൻ്റെ പേരാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. എക്സ്പ്ലെയിൻ ദ 3 മേജർ സ്റ്റെപ്സ് ഇൻ ദിസ് പ്രോസസ്. ഈ സ്റ്റെപ്പാണ് ഇനീഷ്യേഷൻ, ഇതാണ് ഇലോങ്ങേഷൻ, ഇതാണ് ടെർമിനേഷൻ. 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇത് 3 പ്രോസസ്സുകളാണ് ഇതിലുള്ളത്. ഏതിൽ? ട്രാൻസ്ക്രിപ്ഷനിലുള്ളത്. നെക്സ്റ്റ്, എ DNA സീക്വൻസ് നീഡഡ് ഫോർ കോഡിങ് എ പെപ്റ്റൈഡ് ഈസ് ഗിവൺ ബിലോ. ഒരു DNA സീക്വൻസ് ആണ് നമുക്ക് ഇവിടെ തന്നത്. ആ DNA സീക്വൻസ് ആണ് CAA, GTA, AAT, TGA, GGA, CTC. ഇനി റൈറ്റ് ദ കോംപ്ലിമെൻ്ററി mRNA കോഡിംഗ് ഫോർ ദി സീക്വൻസ്. ഇതിൽ ഉണ്ടാവണം mRNA എങ്ങനെ ആയിരിക്കും? GUC എങ്ങനെ എഴുതുക? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് എഴുതിയാൽ മതി. ഫൈൻഡ് ഔട്ട് ദ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് ദ പെപ്റ്റൈഡ് യൂസിങ് ദ കോഡോൺ ഗിവൺ ഇൻ ദ ഹിൻഡ്. അപ്പം ഞാൻ അമിനോ ആസിഡ് കണ്ടുപിടിക്കണം. GUU ആണെങ്കിൽ നിങ്ങൾ എഴുതണം വാലിൻ. പിന്നെ CAU ആണെങ്കിൽ തന്നിട്ടുണ്ട് ഹിസ്റ്റിഡീൻ. പിന്നെ UUA പറഞ്ഞാൽ ലൂസിൻ, ടേബിളിൽ തന്നിട്ടുണ്ട്. പിന്നെ ACU ത്രിയോണിൻ, CCU പ്രോലിൻ, GAG ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതാണ് അവിടെ അമിനോ ആസിഡ് സീക്വൻസ് എഴുതിയാലായി. ഈ മ്യൂട്ടേഷൻ കോസസ് എ ചേഞ്ച് ഇൻ ദ 6th കോഡോൺ CTC to CAC, CTC to CAC. CTC എന്തായി? 6ാമത്തെ CTCക്ക് പകരം ആരായി? CAC ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന RNAയിൽ വരുന്ന മാറ്റം GUG ആവും. GAG വരുന്നിടത്ത് എന്താവും? GUG ആവും. അപ്പം ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആരാവും? വാലിനാവും. അപ്പം ഉണ്ടാവുന്ന രോഗം ഏതാ ചോദിക്കുന്നത്? സിക്കിൾ സെൽ അനീമിയാണ്. ഇഫ് ദ മ്യൂട്ടേഷൻ കോസസ് എ ചേഞ്ച് ഇൻ ദ 6th കോഡോൺ CTC to CAC, ഇറ്റ് ലീഡ് ടു എ മെൻഡേലിയൻ ഡിസോർഡർ. അതിൻ്റെ പേരാണ് സിക്കിൾ സെൽ അനീമിയ. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ദ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിസീസ്. ഇതിൽ RBCയുടെ ഷേപ്പ് സിക്കിൾ സെല്ലായിട്ട് മാറുക ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് mRNA ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് കോഡോൺ. AUG ആണ് സ്റ്റോപ്പ് കോഡോൺ. ഇതാണ് ഇനീഷ്യേറ്റർ കോഡോൺ. ഈ AUG. സ്റ്റോപ്പ് കോഡോൺ ആരാ? UUU അല്ല, CGA അല്ല, CCU അല്ല, UAG. ഇതാണ് സ്റ്റോപ്പ് കോഡോൺ. ഇതാണ് ഇനീഷ്യേറ്റർ കോഡോൺ. ഹൗ മെനി അമിനോ ആസിഡ് വിൽ ബി പ്രസൻറ്റ് ഇൻ ദ പ്രോട്ടീൻ ട്രാൻസ്ലേറ്റഡ് ഫ്രം ദിസ് mRNA? AUG ഉണ്ടാക്കണം. മെത്യോണിൻ 1, 2, 3, 4 അമിനോ ആസിഡുകളാണ് ഉണ്ടാവുക. സ്റ്റോപ്പ് അമിനോ ആസിഡ് ഉണ്ടാക്കില്ല. ഈ 4 അമിനോ ആസിഡുകൾ ഉണ്ടാവും. ദ അഡീഷണൽ സീക്വൻസ് ദാറ്റ് ആർ നോട്ട് ട്രാൻസ്ലേറ്റഡ് ഇൻ mRNA ആർ കോൾഡ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. mRNAയിൽ ട്രാൻസ്ലേഷൻ നടക്കാത്ത ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ, UTR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് ഡിഫൈൻ ഇറ്റ്. ഈ കാണുന്ന പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ലേഷനാണ്. എന്താണ് ട്രാൻസ്ലേഷൻ? RNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഐഡൻറ്റിഫൈ ദ സ്ട്രക്ചർ B. ഈ B എന്ന് പറഞ്ഞ സ്ഥാനം റൈബോസോമാണ്. റൈറ്റ് എനി വൺ ഫങ്ഷൻ ഓഫ് ഇറ്റ് ഇൻ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. റൈബോസോം ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക് കോഡോൺ ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ. Substantiate this statement. Genetic codon is universal എന്ന് പറഞ്ഞാൽ in all organisms a codon code for same amino acid. Mention any 2 other salient features of genetic codon.
ഏതൊക്കെയാണ്? ഒന്ന് ജനറ്റിക് കോഡോൺ ഈസ് സ്പെസിഫിക്, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡ്. അടുത്തത് ജനറ്റിക് കോഡോൺ ഈസ് ഡീജനറേറ്റ്, അല്ലെങ്കിൽ ജനറ്റിക് കോഡോൺ ഈസ് ട്രിപ്ലറ്റ്. മൂന്ന് ജനറ്റിക് കോഡോൺ ഈസ് സ്പെസിഫിക് എന്ന് പറയാം, ജനറ്റിക് കോഡോൺ ഈസ് ട്രിപ്ലറ്റ് എന്ന് പറയാം, ജനറ്റിക് കോഡോൺ ഈസ് ഡീജനറേറ്റ് എന്നൊക്കെ പറയാം. ഇതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ ആക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given below is the figure showing functioning of lac-operon in the presence of lactose. Redraw the figure and label the parts numbered 1 to 6. 1 റിപ്രസർ mRNA ആണ്, 5 ഇൻഡ്യൂസർ ആണ്, ലാക്ടോസ് ആണത്, 2 ബീറ്റാ ഗാലറ്റോസിഡേസ് ആണ്, 3 പെർമീസ് ആണ്, 4 ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ്, 6 ഇവിടെ 6 റെഗുലേറ്ററി ജീനാണ്, റെഗുലേറ്ററി ജീനുകളാണ്. ഇത്രയാണ് ലേബൽ ചെയ്യാനുള്ളത്. ഇൻ ഈക്വളി ലാക്ടോസ് കറ്റബോളിസം ഈസ് കൺട്രോൾഡ് ബൈ ലാക്-ഓപ്പറോൺ. ലാക്-ഓപ്പറോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഈസ് ഗിവൺ ബിലോ. വാട്ട് ഈസ് പി? പി എന്ന് പറഞ്ഞാൽ പ്രമോട്ടർ. പി എന്ന് പറഞ്ഞാൽ പ്രമോട്ടർ. നെയിം ദ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചറൽ ജീൻ ZYA. Z ബീറ്റാ ഗാലറ്റോസിഡേസ്, ബീറ്റാ ഗാലറ്റോസിഡേസ്, Y permease, A trans acetylase, trans acetylase. Redraw the diagram in the presence of inducer. In the presence of inducer ആണെങ്കിൽ ഈ പ്രൊമോട്ടർ വന്ന് ഈ റെഗുലേറ്ററി ജീനും വന്ന് mRNA ഉണ്ടാവും, ആ mRNA റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാവും. ഈ റിപ്രസർ പ്രോട്ടീനും ഇൻഡ്യൂസറുമായിട്ട് ബൈൻഡ് ചെയ്യും, ലാക്ടോസുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആവും, അതിനിവിടെ പോയി കയറാൻ കഴിയൂല, ഓപ്പറേറ്ററിൽ പോയി കയറാൻ കഴിയൂല. അപ്പോൾ പ്രൊമോട്ടർ ഓപ്പറേറ്ററിൽ പോയി കയറൂല. ZYA അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, mRNA ഉണ്ടാക്കും. അപ്പോൾ ഈ പറയുന്ന എൻസൈമുകളൊക്കെ ഉണ്ടാവും. ആരൊക്കെ ഉണ്ടാവും? ബീറ്റാ ഗാലറ്റോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. ഈ പറയുന്ന സാധനം എവിടെ പോയി കയറൂല. ലാക്ടോസ് വന്നു കഴിഞ്ഞാൽ ഇവനിവിടെ കയറാൻ കഴിയൂല, അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ ഈ പറയുന്ന എൻസൈമുകളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, draw a flowchart showing the step of southern blot hybridization using radio labeled VNTR. DNA ഫിംഗർപ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എഴുതാനാണ് പറയുന്നത്. ഒന്ന് നിങ്ങൾ കാണാൻ പഠിച്ചാലും മതി. ഒന്ന് ഐസൊലേഷൻ ഓഫ് DNA, 2 ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA, 3 ജെൽ ഇലക്ട്രോഫോറസിസ്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് DNA fragments to nylon paper, fragments to nylon or nitrocellulose paper. അത് കഴിഞ്ഞിട്ട് hybridization by using VNTR probe. പിന്നെ എക്സ്റേ എടുക്കുക, ഓട്ടോ റേഡിയോഗ്രാഫി. Next question, schematic representation of DNA fingerprint is shown below. C is a sample taken from a crime scene. A and B from 2 suspected individuals. Which one of the suspected individual may be involved in the crime? ആരുടെ ഒരേപോലെ വരുന്നത്? ബീൻ്റെതാണ് ഒരേപോലെ വരുന്നത്. സീനായിട്ട് വരുന്നത് ബീൻ്റെതാണ്. അപ്പോൾ ബി ആണ് ക്രൈം ചെയ്ത്. റൈറ്റ് ദ യൂസസ് ഓഫ് DNA fingerprinting to solve paternal disputes. അച്ഛൻ ആരാണെന്ന് അറിയാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈം, ടു ഫൈൻഡ് ഔട്ട് ക്രൈംസ്, ഫൈൻഡ് ഔട്ട് ക്രിമിനലുകളെ കണ്ടുപിടിക്കാൻ വേണ്ടി, ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൈമുകൾ. ഇതിനൊക്കെ നമുക്ക് DNA ഫിംഗർപ്രിൻറ്റിങ് ഉപയോഗിക്കാൻ പറ്റും. ഇതോടുകൂടി ജനറ്റിക്സ് 2 കഴിഞ്ഞ്. നെക്സ്റ്റ്, വിച്ച് തിയറി ടോക്സ്, ഇത് എവല്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് തിയറി ടോക്സ് അബൌട്ട് ഹ്യൂജ് എക്സ്പ്ലോഷൻ ദാറ്റ് ലീഡ് ടു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? അതിൻ്റെ പേരാണ് ബിഗ് ബാങ് തിയറി. ആ തിയറിയുടെ പേരാണ് ബിഗ് ബാങ് തിയറി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഗ്യാസസ് വെർ യൂസ്ഡ് ഇൻ മില്ലർ എക്സ്പെരിമെൻറ്റ്? മില്ലർ എക്സ്പെരിമെൻറ്റിൽ ഉപയോഗിച്ച് നിങ്ങൾക്കറിയാം, മീതേൻ ഉണ്ട്, അമോണിയ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ, മീതേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഇതാണ് മില്ലർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. സിമിലർ സ്ട്രക്ചർ, ഡിഫറൻറ്റ് ഫങ്ഷൻ, ഹോമോലോഗസ് ഓർഗൻ ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോലോഗസ് ഓർഗൻസ് ആർ ഡ്യൂ ടു ഡൈവേർജൻ്റ് എവല്യൂഷൻ.
Analogous organs are due to convergent evolution. Identify the type of evolution in the concept diagram A and B. A divergent evolution, B convergent evolution. Write example pair each for homologous and analogous organ. Homologous organs example ആണ് thorn of bougainvillea, and tendril of cucurbita. അതൊരു homologous organ ആണ്. Analogous organ ആണ് wing of butterfly and bat. അതൊരു എക്സാമ്പിൾ ആണ്. wing of butterfly and bat. homologous organൻ്റെ പേര് എക്സാമ്പിൾ ആണ് thorn of bougainvillea and tendril of cucurbita. Next, some examples of evolutionary structures are given below. Classify them under suitable headings. Forelimb of man, cheetah, whale, bat homologous organ ആണ്. wing of butterfly bird analogous organ ആണ്. thorn and tendril of bougainvillea and cucurbita homologous organ ആണ്. vertebrate heart and brain homologous ആണ്. eye of octopus and mammals analogous ആണ്. flipper of penguin and dolphin analogous organ ആണ്. അപ്പോൾ ഇത് മൂന്ന് homologous. forelimb of man, cheetah, whale, bat homologous. thorn and tendril of bougainvillea and cucurbita homologous. vertebrate heart and brain homologous. വേറെയുള്ളതൊക്കെ analogous. Next question. Fill in the columns A and B using the items given below. Development of DDT resistant and it is evolution by anthropogenic action. ഇതിവിടെ വരും evolution by anthropogenic action. Adaptive radiation ആണ് varieties of marsupials in Australia. അതാണ് adaptive radiation. Genetic drift എന്ന് പറഞ്ഞാൽ gene flow by chance. അതാണ് genetic drift. Inheritance of acquired characters Lamarckism. Next, note the relationship between the first pair and complete the second pair. Natural selection Darwin ആണെങ്കിൽ inheritance of acquired characters Lamarck. Heart of vertebrates homologous organ ആണെങ്കിൽ flipper of penguin and dolphin analogous organs. Next question. A collection of peppered moth made in England during different periods is given below. ഇവിടെ നോക്കാം 1850 വൈറ്റ് 1200 ഡാർക്ക് 315 ഉള്ളൂ. വൈറ്റാ കൂടുതൽ. 1920 ആര് കൂടുതലായി? വൈറ്റ് കാണാതായി. വൈറ്റ് അപ്പോൾ ആര് കൂടാൻ തുടങ്ങി? 1920 ആരാ കൂടുതൽ? ഡാർക്കാ കൂടുതൽ. 1980 വീണ്ടും ആര് കൂടാൻ തുടങ്ങി? വൈറ്റ് കൂടുതലാവാൻ തുടങ്ങി. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഇവിടെ നോക്കുക ഈ സമയത്ത് ഡാർക്ക് കുറഞ്ഞ്, ഈ സമയത്തും ഡാർക്ക് കുറഞ്ഞ്. ഈ രണ്ട് സമയത്തും ആര് കുറഞ്ഞിട്ടുണ്ട്? ഡാർക്ക് കുറഞ്ഞിട്ടുണ്ട്. 1920കളിൽ ആര് കൂടി? ഡാർക്ക് കൂടി. ഡാർക്ക് കൂടാണ്ടായ കാരണം പറഞ്ഞുതരാം. 1920 മാത്രമാണ് ഡാർക്ക് കൂടുതലുള്ളത്. 1950ലും 1980കൾക്ക് ശേഷം എന്താണ് കൂടിയത്? വൈറ്റാണ് കൂടിയത്. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഈ എവല്യൂഷൻ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നാച്ചുറൽ സെലക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിക്രീസ്ഡ് നമ്പർ ഓഫ് വൈറ്റ് വിങ്ഡ് മോത്ത് ഇൻ 1920s? അത് ഇൻഡസ്ട്രിയൽ മെലാനിസമാണത്. അവിടെ പൊല്യൂഷൻ ഉണ്ടായപ്പോൾ ലൈക്കനുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഈ മരത്തുമ്മൽ ഇവന്മാർ പോയി ഇരുന്നപ്പോൾ ഈ വെള്ള മൂത്തുകൾ പോയിരുന്നപ്പോൾ അവരെ പെട്ടെന്ന് ലൈക്കൻ്റെ കളറ് വെള്ളയായിരുന്നു. അപ്പോൾ അതിന്മേൽ ആദ്യം ഇവന്മാർ പോയി ഇരിക്കുമ്പോൾ മരത്തുമ്മൽ ലൈക്കനുള്ള ഒരു മരത്തുമ്മൽ ഈ വൈറ്റുകാർ പോയിരിക്കും, അവരെ കാണൂല. 1920s അവിടെ ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ നടന്ന സമയമാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന സമയമാണ് ഇംഗ്ലണ്ടിൽ. അപ്പോൾ അവിടെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടായി. അപ്പോൾ ലൈക്കൻ്റെ എണ്ണം കുറഞ്ഞ്, അപ്പോൾ മരത്തുമ്മൽ വെള്ള കളറ് പോയി. അപ്പോൾ അതിന്മേൽ ആരെങ്കിലും ഒരു വെള്ള മൂത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് പ്രിഡേറ്റേഴ്സിനെ കാണാൻ പറ്റും, അതിനെ തിന്നു പോയി. അതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അത് നാച്ചുറൽ സെലക്ഷൻ്റെ എക്സാമ്പിളാണ്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ ഈസ് എ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്പ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ A, B and C with explanation of each. A സ്റ്റെബിലൈസിങ്, B ഡയറക്ഷണൽ, C ഡിസ്ട്രപ്റ്റീവ്. എന്താണ് സ്റ്റെബിലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പീക്ക് ഇവിടെ നോക്കുക, ഈ ആവറേജ് ഉള്ള ആൾക്കാർ കൂടുന്നതിനെയാണ് ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് പറയുന്നത്.
എന്നാൽ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിറ്റിയിലുള്ളവർ കൂടുന്നതിനാണ് ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഒരു ആവറേജുകാർ കൂടുന്നതിനാണ് സ്റ്റെബിലൈസിങ്. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് ഗ്രാഫ് പോകണതാണ് ഡയറക്ഷണൽ എന്ന് പറയുന്നത്. എന്നാൽ രണ്ട് എക്സ്ട്രീമിറ്റിയിലുള്ളവരും കൂടിയിട്ട് ആവറേജുകാർ കുറയണതിനാണ് ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുന്നത്. ഡിഫൈൻ ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം. ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം എന്താ പറയുന്നത്? ഒരു എവല്യൂഷന് ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം എക്സ്പ്ലെയിൻസ് അബൌട്ട് എ പോപ്പുലേഷൻ വിച്ച് ഡസ് നോട്ട് അണ്ടർഗോ എവല്യൂഷൻ. എവല്യൂഷൻ നടക്കാത്ത ഒരു പോപ്പുലേഷനെ കുറിച്ചാണ് ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം പറയുന്നത്. അലീലി ഫ്രീക്വൻസിയിൽ മാറ്റമില്ലെങ്കിൽ ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ allelic frequency, if there is no change in allelic frequency, there is no evolution. അതാണ് ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം പറയുന്നത്. അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വന്നാലേ എവല്യൂഷൻ നടക്കുള്ളൂ. ആ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരണമെങ്കിൽ മ്യൂട്ടേഷനോ റീകോമ്പിനേഷനോ നാച്ചുറൽ സെലക്ഷനോ ജനറ്റിക് ഡ്രിഫ്റ്റോ ജീൻ ഫ്ലോയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാലേ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരുള്ളൂ. അപ്പോഴേ എവല്യൂഷൻ നടക്കുള്ളൂ. അതാണ് ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം പറയുന്നത്. ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം എക്സ്പ്ലെയിൻസ് അബൌട്ട് a population which does not undergo evolution. If there is no change in allelic frequency, there is no evolution. എവല്യൂഷൻ നടക്കണമെങ്കിൽ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരണം. അതിന് 5 കാര്യങ്ങൾ സംഭവിക്കണം. മ്യൂട്ടേഷനോ റീകോമ്പിനേഷനോ നാച്ചുറൽ സെലക്ഷനോ ജനറ്റിക് ഡ്രിഫ്റ്റോ ജീൻ ഫ്ലോയോ ഇതിലേതെങ്കിലും സംഭവിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The diagram given below show a particular type of evolutionary process in Australian marsupial. Identify the evolutionary phenomenon and comment on. ഈ എഴുതിയത് ആരെക്കുറിച്ചാണ്? നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷനാണ് ഈ വരച്ചത്. അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജൻ്റ് എവല്യൂഷൻ എഴുതാട്ടോ. ഗീവ് അനദർ എക്സാമ്പിൾ ഫോർ സച്ച് ടൈപ്പ് ഓഫ് എവല്യൂഷണറി പ്രോസസ്. അത് ഡാർവിൻ്റെ ഫിഞ്ചുകളാണ്. ആൻഡ് എക്സ്പ്ലെയിൻ. ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. Evolution of different species from a common ancestor. Next question. Read the principle and answer the following. Allelic frequency in a population are stable and constant from generation to generation and is called genetic equilibrium. Name the principle mentioned here. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം. ഹാർഡി വീൻബർഗ് ഈക്വിലിബ്രിയം. മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇക്വിലിബ്രിയം. ഞാൻ പറഞ്ഞ് ജീൻ ഫ്ലോയോ ജനറ്റിക് ഡ്രിഫ്റ്റോ എന്നൊക്കെ എഴുതാം. What is the significance of disturbance that occur in genetic equilibrium? ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് എവല്യൂഷൻ നടക്കുക. അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുമ്പോഴാണ് എന്ത് നടക്കുക? എവല്യൂഷൻ നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ് ബിലോ ഷോ ദ ഫീച്ചേഴ്സ് ഓഫ് സം ഹ്യൂമൻ ഫോസിൽസ്. റീഡ് കെയർഫുള്ളി ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫോസിൽ. ഹ്യൂമൻ ലൈക്ക് ബീൻസ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc. അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോ ഹാബിലിസ്. Lived in East and Central Asia with brain capacity 1400 cc. Neanderthal man. Next question. Prepare a flowchart showing the evolution of modern man in the hierarchical order of their evolution using the details given below. Dryopithecus, Ramapithecus, Australopithecus, Homo habilis, Homo erectus, Neanderthal man, Homo sapiens. അതാണ് അതിൻ്റെ ഓർഡർ. ഇത്രയും ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, എവല്യൂഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ബാക്കിയുള്ള 1-2 ചാപ്റ്റർ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അനലൈസിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഡിഫറെൻറ്റ് കോളംസ്, ഫിൽ ഇൻ ദ ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി. സാൽമനല്ല ടൈഫി
ടൈഫോയിഡ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാക്കും. ഹൈ ഫീവർ, കോൺസ്റ്റിപ്പേഷൻ. റൈനോ വൈറസ് ആണ്, കോമൺ കോൾഡ് ആണ് അവൻ ഉണ്ടാക്കുന്ന രോഗം. ഫൈലേരിയാസിസ് അത് ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയാണ്. ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഇറ്റ് ഈസ് എ ഹെൽമിന്ത് ആണ് ഫൈലേരിയസ്. ഒരു വേമാണ് അത് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ലിസ്റ്റ് ഓഫ് സർട്ടൻ ഹ്യൂമൻ ഡിസീസസ് ആർ ഗിവൺ ബിലോ. കാറ്റഗറൈസ് ദം ഇൻ ടു ഡിസ്റ്റിൻറ്റ് ഗ്രൂപ്പ്. ടൈഫോയിഡ് ബാക്ടീരിയൽ ഡിസീസാണ്, ന്യൂമോണിയ ബാക്ടീരിയൽ ഡിസീസാണ്, ഡിഫ്തീരിയ ബാക്ടീരിയൽ ഡിസീസാണ്, മലേറിയ പ്രോട്ടോസോൾ ഡിസീസാണ്, അമീബ പ്രോട്ടോസോൾ ഡിസീസാണ്, അസ്കേറിയാസിസ് ഹെൽമിന്ത് ഡിസീസുകളാണ്, എലിഫൻറ്റിയാസിസ് ഹെൽമിന്ത് ഡിസീസുകളാണ്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ബാക്ടീരിയൽ ഡിസീസുകളാണ്, ഇവർ രണ്ടാളും പ്രോട്ടോസോൾ ഡിസീസുകളാണ്, ഇവർ ഹെൽമിന്ത് ഡിസീസുകളാണ്. നെയിം ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ടൈഫോയിഡ്. അതിൻ്റെ പേരാണ് സാൾമൊനെല്ല ടൈഫി. സാൾമൊനെല്ല ടൈഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ടേംസ് ഗിവൺ ഇൻ ദ 3 columns ഓഫ് ദ ടേബിൾ കറക്റ്റ്ലി. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഏത് രോഗം ഉണ്ടാക്കും? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഇറ്റ് ഈസ് എ ബാക്ടീരിയ കോസിങ് ന്യൂമോണിയ. അടുത്ത് പ്ലാസ്മോഡിയം വൈവാക്സ് ഇറ്റ് ഈസ് എ പ്രോട്ടോസോം കോസസ് മലേറിയ. ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ഈസ് എ റൗണ്ട് വേം കോസിങ് ഫൈലേരിയാസിസ്. ട്രൈക്കോഫൈറ്റോൺ ഈസ് എ ഫംഗസ് കോസിങ് റിംഗ് വേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ്റൂം ഡിസ്കഷൻ a student argues that allergic reactions are more common in children of metro cities than in villages. Do you agree with this statement? Yes. മെട്രോ സിറ്റീസിൽ കൂടുതൽ വരാനുള്ള കാരണം കുട്ടികൾക്ക് ഈ എക്സ്പോഷർ മറ്റേ പുറത്തോട്ടുള്ള എക്സ്പോഷർ കുറവായത് കൊണ്ട്, അവരെപ്പോഴും റൂമിൻ്റെ ഉള്ളിൽ വളരുന്നത് കൊണ്ട്, അവർക്ക് എക്സ്പോഷർ കുറവായത് കൊണ്ട് എന്തെങ്കിലും ഒരു ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡസ്റ്റ് അടിക്കുമ്പോഴത്തേന് അവർക്ക് അലർജി വരും. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ? IgE. സജസ്റ്റ് 2 ഡ്രഗ് റെഡ്യൂസ് അലർജിക് റിയാക്ഷൻ. അഡ്രിനാലിൻ പറ്റും, അതുപോലെ സ്റ്റിറോയിഡുകൾ, ആൻറ്റി ഹിസ്റ്റമിനുകൾ, ഇതൊക്കെ അലർജിക്കുള്ള മരുന്നുകളാണ്. ആൻറ്റി ഹിസ്റ്റമിനുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രസ്റ്റ് ഫീഡിങ് ഡ്യൂറിങ് ഇനീഷ്യൽ പീരിയഡ് ഓഫ് ഇൻഫൻറ്റ് ഗ്രോത്ത് ഈസ് നെസസറി ടു ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഓഫ് ന്യൂ ബേൺ ബേബി. അല്ലേ? കാരണം ആദ്യം കുടിക്കുന്ന പാലാണ് കൊളസ്ട്രോം. ആ കൊളസ്ട്രോം ഈസ് റിച്ച് ഇൻ ആൻറ്റിബോഡീസ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് അതും അവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കും. നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ചാപ്റ്റർ വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ബാക്കിയുള്ള വരുന്ന ചാപ്റ്ററുകളൊന്നും കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിലുള്ള ക്വസ്റ്റ്യനുകളും കൂടിയൊക്കെ ചേർത്ത് നിങ്ങൾ പഠിക്കുക.